Good morning everyone. Welcome to Adda247 Malayalam channel. അതുപോലെ വെൽക്കം ടു ബാങ്കേഴ്സ് Adda247 Malayalam channel. നമ്മുടെ രണ്ട് ചാനലിലും ലൈവിൽ പോകുന്നുണ്ട് നമ്മുടെ സെഷൻ. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ഹിന്ദു എഡിറ്റോറിയൽ വന്നിരിക്കുന്ന ആർട്ടിക്കിൾസ് ഏതൊക്കെയാണെന്നും വൊക്കാബുലറി ഏതൊക്കെയാണെന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. സെന്റൻസ് ഫ്രെയിം ചെയ്തു പോകാം. അപ്പോൾ നമ്മുടെ റെഗുലർ ആയിട്ട് സെഷനാണ്, എല്ലാ ദിവസവും മൺഡേ ടു ഫ്രൈഡേ ഉള്ള സെഷനാണ്. നമുക്ക് നമ്മുടെ റീഡിംഗ് എബിലിറ്റി ഇംപ്രൂവ് ചെയ്യാൻ, നമ്മുടെ കോംപ്രിഹെൻഷൻ സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാൻ, അതുപോലെ നിങ്ങളുടെ വേർഡ് പവർ ഇൻക്രീസ് ചെയ്യാൻ, നിങ്ങളുടെ വൊക്കാബുലറി വേർഡ് പവർ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടും, അതുപോലെ നിങ്ങളുടെ സ്പോക്കൺ ഇംഗ്ലീഷ് സ്കിൽസ്, നിങ്ങളുടെ കമ്മ്യൂണിക്കേറ്റീവ് സ്കിൽസ്, അതുപോലെ നമ്മുടെ ജനറൽ അവയർനെസ് ആൻഡ് ഓഫ് കോഴ്സ് നമ്മൾ ഇത് പഠിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ഒരുപാട് ഗ്രാമർ സ്ട്രക്ചേഴ്സ് റീബിൽഡ് ചെയ്തെടുക്കാൻ, നമ്മൾ റിവൈസ് ചെയ്തെടുക്കാനുള്ള ഒരു സെഷൻ കൂട്ടാണ്. കാരണം നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങളെ പറ്റിയൊക്കെ എങ്ങനെയാണ് സെൻറ്റൻസ് ഫ്രെയിം ചെയ്യുമ്പോഴും അതുപോലെ തന്നെ ആർട്ടിക്കിളിൽ അത് കൊടുത്തിരിക്കുന്നതെന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് അനലൈസ് ചെയ്ത് വിടാനുള്ള ഒരു സെഷനാണ്. അപ്പോൾ എല്ലാ ദിവസവും റെഗുലറായിട്ട് പോകുന്ന സെഷനാണ്, നമുക്ക് എല്ലാ ദിവസവും ഇമ്പ്രൂവ്മെൻറ്റ് വരുത്താൻ പറ്റുന്ന ഒരു സെഷനാണ്, കൃത്യമായിട്ടത് ഫോളോ ചെയ്ത്. അപ്പോൾ എല്ലാവരും എല്ലാ ദിവസവും കാണുക. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം വിത്ത് ആ കോട്ട്. ഉഷാറായിട്ട് എല്ലാവരും ഇരിക്കുന്നല്ലോ അല്ലേ? അപ്പം കോട്ടിനോട്ട് പോകുന്നതിന് മുമ്പ് മഴയാണ്, സേഫായിട്ടിരിക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ അതിപ്പോൾ അപകടങ്ങളൊക്കെ വരാൻ ചാൻസ് ഉള്ള സമയമാണ് മഴക്കാലം, അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ അസുഖങ്ങളൊന്നും വരാതിരിക്കാനുള്ള കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധ, ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഇനിയിപ്പോൾ അസുഖമൊക്കെ ആയിട്ടിരിക്കുന്ന സമയത്താണെങ്കിൽ പോലും കൂടുതലായിട്ട് ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഒന്ന് ശ്രദ്ധിച്ചോളാം. അപ്പം നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം അല്ലേ വിത്ത് ആ കോട്ട്. നമ്മുടെ കോട്ട് ഇതാണ്: ദ ട്രൂലി റിച്ച് ആർ ദോസ് ഹു എൻജോയ് വാട്ട് ദേ ഹാവ്. അപ്പോൾ ഇന്നത്തെ ഒരു കോട്ട് ഭയങ്കര രസമുള്ള ഒരു കോട്ടാണ്. കാരണം നമ്മുടെ ലൈഫിൽ നമ്മൾ പലപ്പോഴും മറ്റുള്ളവർ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുന്നുണ്ട്. കമ്പാരിസൺ ഒരു തരത്തിൽ നല്ലതാണ്. നമ്മൾ മറ്റുള്ളവർ വെച്ച് നോക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ ഗുണങ്ങളുണ്ട്, അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ കഴിവുകളുണ്ടെന്ന് വിചാരിച്ച് നമ്മളെ തന്നെ നമ്മുടെ കോൺഫിഡൻസിന് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പാരിസൺ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതേ സമയത്ത് നമുക്ക് വേറൊരു കാര്യത്തിൽ നമ്മൾ കമ്പയർ ചെയ്യാറുണ്ട്. സോ അവനൊക്കെ എന്ത് പൈസയാണ് അല്ലേ, നമ്മളൊക്കെ എന്ത് അല്ലേ ദാരിദ്ര്യമാണ് എന്നൊക്കെ പറയുന്ന ആൾക്കാരെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു കമ്പാരിസൺ വരുമ്പോൾ നമ്മൾ ഡിമോട്ടിവേറ്റഡ് ആയി പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ പൈസ അല്ലെങ്കിൽ മോണിറ്ററി ബെനിഫിറ്റ്സിനെ പറ്റി കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്ന കുറച്ച് സമയം വരുമ്പോൾ മണി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, അത് വേറൊരു കാര്യം. അപ്പോൾ ഈ സമ്പന്നൻ എന്ന് പറയുന്നത് ശരിക്കും എന്താ വെച്ചാൽ നമ്മുടെ എന്ത് ലൈഫിലുണ്ടെങ്കിലും പൈസ ഒരുപാട് ഉണ്ടാക്കിയിട്ട് അത് ആസ്വദിക്കാൻ പറ്റാതെ പോകണം, അല്ലെങ്കിൽ ലൈഫിനെ എൻജോയ് ചെയ്യാൻ പറ്റാതെ അത്രമാത്രം ഇൻവോൾവ് ഇൻ മണി മേക്കിംഗ് അല്ലെങ്കിൽ വർക്കിൽ മാത്രം ഇൻവോൾവ് ആയിട്ടിരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു ട്രൂ ഹാപ്പിനെസ് കണ്ടെത്താൻ പറ്റുന്നുണ്ടാവില്ല. പക്ഷേ ആർക്കാ കൂടുതലായിട്ട് നമുക്ക് പറയാം ട്രൂലി റിച്ച് ആയ ആൾക്കാർ, ഏറ്റവും സമ്പന്നരായ ആൾക്കാരെന്ന് പറഞ്ഞാൽ ലൈഫിൽ എന്തുണ്ടോ അതിനെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റണം. വാട്ട് വി ഹാവ്, എന്തോ ആയിക്കോട്ടെ, നമുക്കുള്ള ആരോഗ്യം, നമുക്കുള്ള ബന്ധങ്ങൾ, നമുക്കുള്ള എന്താ പറയുക, നമ്മുടെ കയ്യിലുള്ള എല്ലാ കാര്യങ്ങളും എല്ലാം അത് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റണം, അത് നമുക്ക് ആസ്വദിക്കാൻ പറ്റണം. ലൈഫ് ഈസ് സോ അല്ലേ ഷോർട്ടാണ്, വളരെ ഷോർട്ടായൊരു പീരീഡാണ്. എത്ര കാലം ഉണ്ടെന്നൊന്നും നമുക്ക് അറിയില്ലാത്തൊരു പീരീഡാണ്. ആ പീരീഡിൽ നമുക്ക് കിട്ടുന്ന ആ ടൈമിനുള്ളിൽ നമുക്കുള്ള തിങ്സ് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുക, ദാറ്റ് ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. അവിടെയാണ് നമുക്ക് പറയാൻ പറ്റുക, നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുമ്പോഴാണ് നമുക്ക് പറയാൻ പറ്റും വി ആർ റിച്ച് എന്ന്. സോ വി ക്യാൻ പ്രൗഡ്ലി സേ ആ ഒരു ഇതിൽ ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മൾ റിച്ച് ആണോ ഇല്ലയോ എന്നുള്ളത് നമുക്കൊന്ന് ആലോചിച്ച് നോക്കാവുന്നതാണ് അല്ലേ. സോ ദാറ്റ്സ് ഇറ്റ്, ലെറ്റ് സ്റ്റാർട്ട്. നമുക്ക് താമസിക്കേണ്ട, തുടങ്ങാം. നമ്മുടെ ആർട്ടിക്കിളിലോട്ട് നമുക്ക് തുടങ്ങാം. അപ്പോൾ നമ്മൾ ഇന്ന് ആദ്യം വേർഡ്സ് വൊക്കാബുലറിയിൽ നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സിനോണിംസ് ആൻറ്റണിംസ് ഒക്കെയാണ്. എന്നിട്ട് നമ്മുടെ കൺഫ്യൂസിങ് വേർഡ്സ് കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യം ഫ്രേസൽ വേർബ്സ്, വൺ വേർഡ്സ്, ഇഡിയംസ് നോക്കും. എന്നിട്ട് സിനോണിംസ് ആൻറ്റണിംസ് കൺഫ്യൂസിങ് വേർഡ്സിലോട്ടൊക്കെ പോകും. അതിനുശേഷം നമ്മുടെ ആർട്ടിക്കിൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. എന്നിട്ട് നമ്മുടെ സ്പോട്ട് തര ക്വസ്റ്റ്യൻ. ഇങ്ങനെയാണ് നമ്മുടെ രീതി കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മുടെ ഡെയിലി ബേസിസിൽ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക കേട്ടോ. ഫ്രീ ആയിട്ട് ക്വസ്റ്റ്സ് അവൈലബിൾ ആണ് Adda247 ആപ്പിൽ. ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ നിങ്ങൾക്ക് പോകും, അല്ലെങ്കിൽ ആ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഡയറക്റ്റ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ക്ലിക്ക് ചെയ്തിട്ട് അവിടുന്ന് നേരെ ഡൗൺലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ സൈൻ ഇൻ ചെയ്യുമ്പോൾ നിങ്ങൾ സ്റ്റേറ്റ് എക്സാംസ് കൊടുക്കാൻ മറക്കണ്ട. സ്റ്റേറ്റ് എക്സാംസിൽ കേരള എക്സാംസും കൊടുക്കാം. അതുപോലെ ശ്രദ്ധിക്കേണ്ട, ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യം നമ്മുടെ കറണ്ട് അഫയേഴ്സിൻ്റെ ക്വസ്റ്റസ്, ഡെയിലി ക്വസ്റ്റസ്, മറ്റ് സബ്ജക്ട് വൈസ് ക്വസ്റ്റസ് ഉണ്ട്, എക്സാം വൈസ് ക്വസ്റ്റസ് ഉണ്ട്, അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റുകൾ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്, എഡിറ്റോറിയൽ വൊക്കാബുലറി ക്വസ്റ്റസ് ഉണ്ട്, അതൊക്കെ അറ്റൻഡ് ചെയ്യാം. നോട്ടിഫിക്കേഷൻസ്, ജോബ് അലേർട്ട്സ്, ഇതൊക്കെ ഇവിടെ കൃത്യമായിട്ട് കിട്ടും. മാഗസീൻസ്, നോട്ട്സും ആർട്ടിക്കിൾസും ഒക്കെ ഉണ്ട്, അബൌട്ട് എവറിത്തിങ് അതിനെ പറ്റിയൊക്കെ ഉള്ളത്, അതൊക്കെ കൃത്യമായിട്ട് യൂസ് ചെയ്യാം. എന്നിട്ട് അപ്ഡേറ്റഡ് ആയിരിക്കാം. അതുപോലെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക കൃത്യമായിട്ട്. ചാനൽ ക്ലാസ്സുകൾ, PYQ സെഗ്മെൻറ്റ്സ്, എക്സാം അനാലിസിസ്, സീരീസ്, PSC ബുള്ളറ്റിൻ സീരീസ് ആണെങ്കിലും SCRT സീരീസ് ആണെങ്കിലും അങ്ങനെ സീരീസുകൾ നിങ്ങൾക്ക് കിട്ടും. റെയിൽവേ ക്ലാസ്സുകൾ, SSC ക്ലാസ്സുകൾ, അങ്ങനെ എല്ലാം ഉണ്ട് നമ്മുടെ Adda247 മലയാളത്തിലും. അതുപോലെ ബാങ്കേഴ്സ് Adda247 മലയാളം ബാങ്കിങ് ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ടുള്ള സെഷനും ഉണ്ട്, ബാങ്കിങ് ചാനലും ഉണ്ട്. രണ്ട് ചാനലും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും ഒന്ന് ആലോചിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം.
നമ്മുടെ എന്താ ആർട്ടിക്കിളിലുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് വന്നിരിക്കുന്ന 2 ആർട്ടിക്കിളിൽ ഒരു ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷനെ പറ്റിയാണ്. നമുക്കറിയാം റീജിയണൽ കൺട്രീസ് എല്ലാം കൂടെ കൂടിയുള്ള ഒരു കൂട്ടായ്മ, പാകിസ്ഥാൻ, ചൈന, അങ്ങനെ ഇന്ത്യ, അങ്ങനെ എല്ലാവരും തമ്മിലുള്ള ഒരു കൂട്ടായ്മയെ പറ്റിയൊരു ആർട്ടിക്കിൾ ഉണ്ട് ഷാങ്ഹായ് കോപ്പറേഷനെ പറ്റി. അതിന് ഗുണമുണ്ട്, ഒരുപാട് ഗുണങ്ങൾ ഇന്ത്യക്ക് ഷാങ്ഹായ് കോപ്പറേഷനിൽ ഇൻവോൾവ് ആയതുകൊണ്ട് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എന്നാൽ ബ്രൈറ്റ് ആണോ, ഫ്യൂച്ചർ ബ്രൈറ്റ് ആണോ എന്ന് ചോദിച്ചാൽ ഭാവി നല്ല സുരക്ഷിതമാണോ, അല്ലെങ്കിൽ ഭാവി ഒരു നല്ലൊരു ഭാവി നമുക്കുണ്ടോ ഇതിൽ എന്ന് ചോദിക്കുമ്പോൾ അവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് നിൽക്കുക. ഇറ്റ്സ് നോട്ട് സോ ബ്രൈറ്റ്, ഇറ്റ്സ് നോട്ട് ഗുഡ് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇത് പറയുന്നത്. പിന്നെ അത് ആ ഒരു ആർട്ടിക്കിൾ ഉണ്ട്. അപ്പോൾ നിങ്ങൾ അതിൽ നമ്മൾ കുറേ തവണ ഡിസ്കസ് ചെയ്താണ് ഷാങ്ഹായ് കോപ്പറേഷൻ്റെ കാര്യത്തെ പറ്റിയും അതുപോലെ തന്നെ വരാനിരിക്കുന്ന സെപ്റ്റംബറിൽ വരാനിരിക്കുന്ന G20 സമ്മിറ്റിനെ പറ്റിയൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഈ SCO പറ്റിയും G20യെ പറ്റിയൊക്കെ നിങ്ങൾക്ക് ഏറെക്കുറെ അറിയാമെന്ന് വിചാരിക്കുന്നു. അത് കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയ ഫാക്റ്റുകളാണ്. ജസ്റ്റ് പോയിന്റ്സ് മാത്രം, അറിയില്ലാത്തൊരു പോയിന്റ്സ് മാത്രം നോട്ട് ചെയ്യുക. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ടൈപ്പ് തന്നെയാണ് അതിനുള്ള റിലേറ്റഡ് ആയ കാര്യങ്ങൾ. എന്നാൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു ആർട്ടിക്കിൾ ഒരു തവണ നമ്മൾ ഡിസ്കസ് ചെയ്ത ആർട്ടിക്കിൾ തന്നെയാണ്. പക്ഷേ അതിൽ വീണ്ടും ഇതിപ്പോൾ 2 തവണ സെയിം കേസിൽ സുപ്രീം കോർട്ടിന് ഇൻ്റർവെൻഷൻ വരുന്നു. അങ്ങനെ ഒരു കേസിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ പണ്ടത്തെ ഗുജറാത്ത് പോഗ്രോം 2002 ഗുജറാത്ത് പോഗ്രോമിൻ്റെ സമയത്ത് ആ കേസിന് അനുബന്ധിച്ച് റിലേറ്റഡ് ആയിട്ട് ഒരു ആക്ടിവിസ്റ്റ് അല്ലേ, അവരവരുടെ ഗുജറാത്ത് ഹൈക്കോർട്ട് അവരെ ശിക്ഷിച്ചു, കാര്യങ്ങളൊക്കെ ആയി. പിന്നെ പുറത്ത് ബെയിലിൽ പോയിട്ട് പുറത്ത് വിടുന്നു. അത് കഴിഞ്ഞിട്ട് അവർ തിരിച്ച് വരുന്ന സമയത്തിനുള്ളിൽ 2 ദിവസത്തിന് മുൻപ് വീണ്ടും നേരത്തെ കയറിയില്ല എന്നൊക്കെ പറഞ്ഞ കുറേ കേസുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്ന് സുപ്രീം കോടതി അതിൽ ഇടപെടുന്നു. അതിൻ്റെ ആവശ്യം ഒരു ചെറിയൊരു റെസ്പൈറ്റ് കൊടുക്കാമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഇടപെടുന്നു, കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ ടീസ്റ്റ എന്ന അവരുടെ പേര് ഞാൻ മറന്നുപോയല്ലോ, അത് കംപ്ലീറ്റ് അത്. അപ്പോൾ അവരെ പറ്റി, അവരുടെ കേസിനെ പറ്റിയും ഇതിപ്പോൾ നമ്മൾ ആദ്യമായിട്ടല്ല ഡിസ്കസ് ചെയ്യുന്നത്, ബട്ട് ആ കേസിനെ പറ്റിയാണ്. ഇതിപ്പോൾ ഓർക്കണം, സെയിം കേസിൽ 2 തവണ സുപ്രീം കോർട്ട് ഇൻ്റർവീൻ ചെയ്തു. സുപ്രീം കോർട്ട് ഇടപെടുന്ന ഒരു കേസാണ്. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനെയുള്ള കേസുകളൊക്കെ വളരെ വിരളമായിട്ട്, നമുക്ക് പറയില്ലേ, വളരെ റെയർ ആയിട്ടുള്ള കേസുകളാണ്. സുപ്രീം കോർട്ടിൻ്റെ മൾട്ടിപ്പിൾ ഇൻ്റർവെൻഷൻസ് എന്നൊക്കെ പറയും. ഒരു കേസിൽ, സിംഗിൾ കേസിൽ മൾട്ടിപ്പിൾ ഇൻ്റർവെൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ 2 തവണ ഇൻ്റർവീൻ ചെയ്ത കാര്യത്തെ പറ്റിയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ദാറ്റ്സ് എൻ ഇമ്പോർട്ടൻറ്റ് കേസ്. നമുക്കത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് അവർ നമ്മുടെ ഇഡിയംസ്, ഫ്രേസൽ വെർബ്സ് ഒക്കെ കേട്ടോ, 1 വേർഡ്സ് ഒക്കെ വെച്ച് നമുക്ക് തുടങ്ങാം. അപ്പോൾ എല്ലാവരും ഉഷാറാണല്ലോ? ഗുഡ് മോർണിംഗ് എവ്രി വൺ. ഉഷാറാണല്ലോ അല്ലേ? ഓക്കെ, മഴയൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ടാണോ അറ്റൻഡൻസ് ഒക്കെ കുറവാണല്ലോ തുടക്കത്തിൽ തന്നെ? ഇന്ന് തണുപ്പൊക്കെ ആയതുകൊണ്ടാണോ? എനിവേസ് ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ഇഡിയം. ആദ്യത്തെ ഇഡിയം പിടിച്ചോളൂ. കീപ് ദ പോട്ട് ബോയിലിംഗ്. കീപ് ദ പോട്ട് ബോയിലിംഗ്. ചില സ്ഥലങ്ങളിൽ കണ്ടിട്ട് ചില വിഭവങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇപ്പോൾ ഒരുപാട് ഫുഡ് വ്ലോഗുകളുണ്ട് അല്ലേ? ഫുഡ് വ്ലോഗുകൾ ഉള്ളപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ചുമ്മാ യൂട്യൂബിൽ ഒക്കെ എടുക്കുമ്പോൾ ഷോർട്സ് ഒക്കെ ആയിട്ട് കിടക്കുന്നതാണ്. അപ്പം അതിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അടുപ്പേ നിറക്കില്ല ചില ഡിഷസ്, എന്തെങ്കിലും ഒരു കാര്യങ്ങൾ, ഭക്ഷണം നമ്മൾ പാചകം ചെയ്യുമ്പോൾ ഈ പാചകക്കാരെന്താ ചെയ്യുന്നറിയോ? അതിൻ്റെ ചൂട് പോയാൽ അത് കൊള്ളില്ല. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഇവിടെ വെക്കും, ആ അടുപ്പിൽ തന്നെ ഇരിക്കും. അടുപ്പിൽ ചെറിയ തീയിൽ അത് എപ്പോഴും ഇരിക്കും. അങ്ങനെ അടുപ്പിൽ തന്നെ ഇരുന്ന് എരിഞ്ഞുകൊണ്ടേ ഇരിക്കും. അത് അങ്ങനെയുള്ളതുണ്ടല്ലേ, അങ്ങനെയുള്ള കുറേ ഡിഷസ് ഉണ്ട്. ഇപ്പം നോൺ വെജ് ഐറ്റംസും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ. അപ്പം എനിവേസ് അങ്ങനെയുള്ള കീപ് ദ പോട്ട് ബോയിലിംഗ്, അതിനാണ് കീപ് ദ പോട്ട് ബോയിലിംഗ് എന്ന് പറയുന്നത്. അതായത് മെയിൻറ്റെയിൻ ഇൻട്രസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്തു പോവുക, മൊമെൻറ്റം മെയിൻറ്റെയിൻ ചെയ്തു പോവുക. മെയിൻറ്റെയിൻ ഇൻട്രസ്റ്റ്, മെയിൻറ്റെയിൻ മൊമെൻറ്റം. നമ്മുടെ SSC എക്സാമിന് ചോദിച്ച ഒരു ഇഡിയമാണ് കീപ് ദ പോട്ട് ബോയിലിംഗ് എന്ന് പറയുന്നത്. അത് ഇവിടെ വന്നിട്ടുണ്ട്, ശ്രദ്ധിച്ചോളൂ. അത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു യൂസേജുമാണ്. കീപ് ദ പോട്ട് ബോയിലിംഗ് എന്ന് പറഞ്ഞാൽ മെയിൻറ്റെയിൻ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ മെയിൻറ്റെയിൻ മൊമെൻറ്റം എന്നാണ് കീപ് ദ പോട്ട് ബോയിലിംഗ് എന്ന ഇഡിയത്തിൻ്റെ മീനിങ്. അടുത്തത് മേക്കപ്പ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞതിൻ്റെ അർത്ഥം, നമ്മളവിടെ എന്തെങ്കിലും ഒരു പുതിയ കാര്യം കണ്ടെത്താണ് അല്ലെ? യു ഇൻവെന്റ് എ സ്റ്റോറി അല്ലെങ്കിൽ യു ഇൻവെന്റ് എ പ്ലാൻ, അതിനാണ് മേക്കപ്പ്. ഷീ made up a plan or she made up that reason, she made up that excuse എന്നൊക്കെ പറഞ്ഞാൽ മെനഞ്ഞെടുക്കുകയാണ്, ഫാബ്രിക്കേറ്റ് ചെയ്യുക എന്നൊക്കെ നമ്മൾ പറയും അല്ലേ? ഫാബ്രിക്കേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ അർത്ഥം എന്ന് വെച്ചാൽ ഒരു കുക്ക്ഡപ്പ് സ്റ്റോറിയാണ്, കുക്കപ്പ് ചെയ്യാണ്. ഇറ്റ്സ് നോട്ട് എന്താ പറയുക, അത് നേരായ രീതിയിലല്ല നമ്മൾ കുക്കപ്പ് ചെയ്ത് വളഞ്ഞ വഴിക്ക് കുക്കപ്പ് ചെയ്തെടുക്കുന്നതാണ്, ഉള്ളതല്ല ഒരെണ്ണം മെനഞ്ഞെടുക്കുകയാണ്. അതിനാണ് ഫാബ്രിക്കേറ്റ് ചെയ്യുക അല്ലെങ്കിൽ മേക്കപ്പ് ചെയ്യുക, കുക്കപ്പ് ചെയ്യുക എന്നൊക്കെ പറയുന്ന സാധനം. പുറത്തോടെ ഫാബ്രിക്കേറ്റ് ചെയ്യുക എന്നാണ് അതിൻ്റെ അർത്ഥം. എന്നാൽ അതേ സമയത്ത് നമ്മൾ പറയും 13% ഓഫ് ദ പോപ്പുലേഷൻ മേക്സ് അപ്പ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയാറുണ്ട്. ആ മേക്കപ്പിൻ്റെ അർത്ഥമുണ്ട് കംപ്രൈസ് ചെയ്യുക, അതായത് ഇത്രയും കൺസിസ്റ്റ് ചെയ്യുക എന്നുള്ള അർത്ഥത്തിൽ മേക്കപ്പിൻ്റെ ഒരു അർത്ഥം കൂടിയുണ്ട് അല്ലേ? അല്ലെങ്കിൽ 20 പീപ്പിൾ കംപ്രൈസ് ദ ടീം.
20 ആൾക്കാരുടെ കൂടിയിട്ടുള്ള ടീമാണ് എന്നൊക്കെ പറയുന്നതിൽ കേട്ടിട്ടുണ്ടാവല്ലോ. അതാണ് മേക്കപ്പിന്റെ മറ്റൊരർത്ഥം. അപ്പോൾ മേക്കപ്പിന് രണ്ടർത്ഥമുണ്ട്. ഒന്ന് ഫാബ്രിക്കേറ്റ് ചെയ്യുക അല്ലേ, അല്ലെങ്കിൽ രണ്ടാമത്തത് ഈസ് കൺസ്യൂം ചെയ്യുക, അല്ല സോറി കംപ്രൈസ് ചെയ്യാം, എന്താ പറയുക, ഇൻക്ലൂഡഡ് ആവുക, കൺസിസ്റ്റ് ചെയ്യുക എന്നൊക്കെ ഒരു അർത്ഥത്തിലാണ് മേക്കപ്പിന്റെ ഒരു അർത്ഥം പറയാം. അടുത്ത വാക്ക് ഓർ അടുത്ത ഫ്രേസ് ഈസ് ടേക്കപ്പ്. കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ ടേക്കപ്പ് എന്ന യൂസേജ്. ടേക്കപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ ബി എൻഗേജ്ഡ് ഇൻ എ പെർസ്യൂട്ട്. നമ്മളൊരു ജോബ് ടേക്കപ്പ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മളൊരു സ്ഥാനം ടേക്കപ്പ് ചെയ്യണം അല്ലേ. ടേക്കപ്പ് ദ ഇനിഷ്യേറ്റീവ് ഓർ ടേക്കപ്പ് ദ പൊസിഷൻ എന്നൊക്കെ പറയും. അപ്പോൾ ടേക്ക് പാർട്ട് ചെയ്യുക, പാർട്ടിസിപ്പേറ്റ് അല്ലേ. ടേക്കപ്പ് ചെയ്യാന്ന് ഒരു കാര്യത്തിൽ ഇൻവോൾവ് ആവുക ഓർ ബി എൻഗേജ്ഡ് ഇൻ, ബി ഇൻട്രസ്റ്റഡ് ഇൻ പെർസ്യൂട്ട്. എന്തൊരു കാര്യത്തിൽ, ഒരു പ്രത്യേക ഒരു കാര്യത്തിൽ നമ്മൾ എൻഗേജ്ഡ് ആവുകയോ ഇൻട്രസ്റ്റഡ് ആവുകയോ ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് ടേക്കപ്പ് എന്ന് പറയാം. You take up a position, you take up the function, you take up the organization, head of the organization എന്നൊക്കെ പറയില്ലേ ആ സംഗതി. അപ്പോൾ ഒരു പ്രവൃത്തിയിൽ നിങ്ങൾ എൻഗേജ്ഡ് ആവുക അല്ലെങ്കിൽ ഇൻട്രസ്റ്റഡ് ആവുക, അതിനെയാണ് ടേക്കപ്പ് എന്ന് പറയാം. എന്നാൽ അതേ സമയത്ത് ടേക്കപ്പിന് വേറെ അർത്ഥമുണ്ട്, കൺസ്യൂം ചെയ്യും. പഠിച്ചിട്ടുണ്ടല്ലോ, പുതിയ ആർക്കൊന്നുമല്ല, ബട്ട് നമ്മളത് ഇടയ്ക്കിടയ്ക്ക് ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്കൊന്ന് ഇത് ചെയ്തു പോകും, റിവൈസ് ചെയ്തു പോകാം. അപ്പോൾ ഓർത്തന്നെ ബി ഇൻട്രസ്റ്റഡ് ഇൻ അല്ലെങ്കിൽ ബി എൻഗേജ്ഡ് ഇൻ എ പെർസ്യൂട്ട് എന്ന് നമുക്ക് എന്തിനു വിളിക്കാം, ടേക്കപ്പിന് വിളിക്കാം. അതുപോലെ നമ്മുടെ കൺസ്യൂം ചെയ്യുക എന്നൊരു അർത്ഥം കൂടെയുണ്ട് അല്ലേ, തീർക്കുക അല്ലേ. നമ്മൾ ഹ്യൂമൻസ് ടേക്കപ്പ് ഓൾ ദ റിസോഴ്സസ് ഓൺ എർത്ത് എന്ന് പറയില്ലേ, ആ സംഭവം. അടുത്തത് ഡാംപനർ. ഡാംപൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഡിമിനിഷ് ചെയ്യുക, റെഡ്യൂസ് ചെയ്യുക എന്നൊക്കെയല്ല അർത്ഥം. അപ്പോൾ ഡാംപനർ എന്ന് പറഞ്ഞാൽ എന്നാ അർത്ഥം, എന്തെങ്കിലും ഒരു കാര്യം, എനിത്തിങ് ദാറ്റ് ഹാസ് എ റിസ്ട്രെയിനിങ് അല്ലെങ്കിൽ സബ്ഡ്യൂയിങ് എഫക്റ്റ്. എന്തെങ്കിലും ഒരു കാര്യത്തിനെ റിസ്ട്രെയിൻ ചെയ്ത് വെക്കുന്നത് അല്ലെങ്കിൽ സബ്ഡ്യൂ ചെയ്ത് അതിനെ താഴ്ത്തി വെക്കുന്ന ഒരു കാര്യമാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കാം ഡാംപനർ ആണെന്ന് വിളിക്കാം. ദാറ്റ് ഈസ് ഡാംപനർ. വൺ വേർഡ് ആണ്. ഡാംപൻ ചെയ്യുക വേർബാണ്. ഡാംപനർ അതിൻ്റെ നൗൺ ഫോർമുലേഷനിൽ വരും. സംതിങ് ഓർ എനിത്തിങ് ദാറ്റ് ഹാസ് എ റെസ്ട്രെയിനിങ് അല്ലെങ്കിൽ സബ്ഡ്യൂവിങ് എഫക്റ്റ് ഉണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഡാംപനർ. ഓക്കെ, സോ ദാറ്റ് ഈസ് ഡാംപനർ. അടുത്താണ് ഹാമർ ഔട്ട്. ഇന്ന് ഹാമർ ഔട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, വേറൊരു വേർബിൻ്റെ മീനിങ് ആയിട്ട് ഹാമർ ഔട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഹാമർ ഔട്ട് ചെയ്യുന്ന നമ്മൾ കഷ്ടപ്പെട്ട് ആഫ്റ്റർ മച്ച് ഡിസ്കഷൻ, ഒരുപാട് ആലോചിച്ച് എടുത്തൊരു തീരുമാനത്തിലെത്തുക, അങ്ങനെ ഒരു കാര്യത്തിലാണ് ഹാമർ ഔട്ട് എന്ന് പറയുന്നത്. കഷ്ടപ്പെട്ട് നമ്മളൊരു കാര്യം ക്രിയേറ്റ് ചെയ്തെടുക്കുന്നതിന് ഹാമർ ഔട്ട് ചെയ്യുന്നത്. ക്രിയേറ്റ് സംതിങ് വിച്ച് മച്ച് ഡിഫിക്കൽട്ടി വിത്ത് എ ഗ്രേറ്റ് എഫേർട്ട്. ഒരു കാര്യം നമ്മൾ ക്രിയേറ്റ് ചെയ്യാണ്, എനിത്തിങ് യു ക്യാൻ ക്രിയേറ്റ് എനിത്തിങ്, എന്തും ക്രിയേറ്റ് ചെയ്യാം നമുക്ക് ലൈഫിൽ. ആ ക്രിയേറ്റ് ചെയ്യുന്ന എനിത്തിങ് ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, ക്രിയേറ്റ് സംതിങ് വിത്ത് ഗ്രേറ്റ് എഫേർട്ട്. കഷ്ടപ്പെട്ട നമ്മൾ എടുക്കുന്നത്, അതിന് നമുക്ക് വിളിക്കാം. അല്ലെങ്കിൽ റീച്ച് ഡിസിഷൻ ഓർ അഗ്രിമെന്റ് ആഫ്റ്റർ മച്ച് ഡിസ്കഷൻ, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഹാമർ ഔട്ട് ചെയ്യുക എന്ന് പറയും. നമ്മൾ ഹാമർ ഔട്ട് ചെയ്തെടുക്കുക എന്ന് പറയില്ലേ, കഷ്ടപ്പെട്ട് മെനഞ്ഞെടുക്കുക എന്നൊക്കെ പറയില്ലേ, അതിനാണ് ഹാമർ ഔട്ട് എന്ന് പറയുക. റീച്ച് എ ഡിസിഷൻ ആഫ്റ്റർ മച്ച് ഡിസ്കഷൻ, അല്ലെങ്കിൽ പറയാം ക്രിയേറ്റ് സംതിങ് വിത്ത് ഗ്രേറ്റ് എഫർട്ട് എന്നും പറയും. അപ്പോൾ ഇതാണ് നമ്മുടെ കക്ഷി, ഓർത്ത് വെച്ചോ. ഇതും നമ്മൾ ആദ്യമായിട്ട് വായിക്കുന്നതല്ല. അപ്പോൾ കീപ് ദ പോട്ട് ബോയിലിംഗ് പുതിയതല്ല, മേക്കപ്പ് പുതിയതായിട്ടൊരു കാര്യമല്ല, ടേക്കപ്പ് പുതിയതല്ല, ഹാമർ ഔട്ട് പുതിയതല്ല. ഡാംപനർ എന്ന് പറയുന്നത് ഫസ്റ്റ് ടൈമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ബട്ട് ഡാംപൻ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള വേർബാണ്. ഡാംപനർ മാത്രം ഇല്ല എന്നുള്ളൂ, വൺ വേർഡ് ഇല്ല എന്നുള്ളൂ, ബട്ട് ഡാംപൻ ഉണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. സെറ്റാണല്ലോ. ലെറ്റ്സ് റീഡ് യുവർ സെന്റൻസസ്. യെസ്, ടീസ്റ്റർ സേതൽ വാദ, അത് തന്നെ പേര് മാറിപ്പോയി, പേര് പെട്ടെന്ന് കിട്ടിയില്ല, അതാണ്. താങ്ക് യു സന്ദേശ. I want to keep the water boiling in studies. All right. Good morning, Bilahari. എന്നാ ഉണ്ട് വിശേഷം? കുറച്ചായാലും ഇപ്പോൾ കണ്ടിട്ട്. News channels keep the pot boiling in audience by continuously publishing the news. Yes. Keep the pot boiling in your studies. All right, that's great. Indian team needs to keep the pot boiling as same as a practice session for reaping the windfall. That's great. You should keep the pot boiling in whatever you do. That's great, Anupama. I'm late today. Either I have to make up something believable to tell to mother, alla to tell my mother. To tell my mother മതി. Tell എന്ന വെർബിന്റെ പ്രത്യേകത എന്താണെന്ന് ഓപ്പണൈസ് ചെയ്യേ. അതൊരു ട്രാൻസിറ്റീവ് വെർബ്, അല്ലെങ്കിൽ നമ്മൾ അതിനെ വിളിക്കും സകർമ്മക ക്രിയ എന്ന് പറയും. അതായത് ആ സകർമ്മക ക്രിയ അല്ലെങ്കിൽ ട്രാൻസിറ്റീവ് വെർബിന്റെ പ്രത്യേകത എന്താ, അതിനുശേഷം പ്രിപ്പോസിഷൻ അല്ല വരുന്നത്, ശേഷം ഒബ്ജക്റ്റ്, മദർ എന്ന നൗൺ ഇല്ലേ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൊനൗൺ ഒക്കെ ഇല്ലേ, ജെറൻഡ് ഒക്കെ ഇല്ലേ. അപ്പം ആ ട്രാൻസിറ്റീവ് വെർബുകൾക്ക് ശേഷം എപ്പോഴും ഒബ്ജക്റ്റാണ് കൊടുക്കേണ്ടത്, അവിടെ ഒരിക്കലും പ്രിപ്പോസിഷൻ കൊടുക്കരുത്. ഇൻട്രാൻസിറ്റീവ് വെർബ് ഉണ്ട്, അവയുടെ കൂടി നമ്മൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ ടെല്ലിൻ്റെ കൂടെ ഒരിക്കലും അങ്ങനെയല്ല, ടെൽ മൈ മദർ എന്ന് കൊടുക്കാം കേട്ടോ. ഓക്കെ, we have to make up a study plan before examination. That's great. You should keep the pot boiling until you win. That's great. Don't take up too much time to complete the task. That's great. In the light of this evidence, the policeman finds out that the linchpin of the story is made up by the assailant with the aid of mandate. That's great.
My friends sometimes make up things worse. Okay, they create things worse. All right, fine. All should take up some cases. All right. അവിടെ take up എന്ന് പറഞ്ഞാൽ engaged എന്നുള്ള അർത്ഥത്തിലല്ലേ? Okay. You need to take up the subdue commodities. All right. Subdue ചെയ്യുക എന്ന് പറയുമ്പോൾ താഴ്ത്തി കെട്ടുക എന്നുള്ള. അപ്പോൾ subdued വരണം അവിടെ. Subdued വേണം. അതാ ഇത് വരുന്നത്. എന്താ പറയാ? Adjective വരാം. Okay. Good morning, Amala. I keep the pot boiling in the editorial session. That's a great one. Relatives always keep the pot boiling on my studies. അല്ലേ? പഠനത്തിൽ അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അല്ലേ? കൊള്ളാം. When teacher asked about their absence, they made up a story. That's great. You should be married after hammering out. Okay. All right. You should be married after hammering out എന്ത്? അവിടെ വീണ്ടും അതൊരു ട്രാൻസിറ്റ് വേർബാണ്. hammering out എന്ത്? After hammering out hammer out ചെയ്യുന്ന പറഞ്ഞാൽ reach a decision after much discussion ആണ്. എന്ത് hammer out ചെയ്ത് കഴിയുമ്പോൾ after hammering out your studies no after അതിനെപ്പറ്റി നന്നായി ആലോചിച്ച് ഇത് നോക്കണം അല്ലെങ്കിൽ after hammering out your life no അങ്ങനെ പറയണം അപ്പം കറക്റ്റ് ആവുക കേട്ടോ. Good morning, Lakshmi. He's making up some stories and conveying to the manager on behalf of being late to office. അല്ലേ അവിടെ ഓഫ് ഒരു പ്രൊപ്പോസിഷൻ അല്ലേ? പ്രൊപ്പോസിഷന് ശേഷം ഒബ്ജക്റ്റ് വേണ്ടേ? അപ്പോൾ ലേറ്റ് എന്ന് പറയുന്ന ഒരു അബ്ജക്റ്റീവ് ആണ്. അപ്പോൾ അതവിടെ തെറ്റേ. അതുകൊണ്ട് എന്ന് കൊടുക്കണം ഓൺ ബിഹാഫ് ഓഫ് ബീങ് ലേറ്റ് ടു ഓഫീസ് എന്ന് കൊടുക്കും കേട്ടോ. അപ്പോൾ സെറ്റാവും. He's making up some stories and conveying to the manager on behalf of being late to office എന്ന് കൊടുക്കും കേട്ടോ. അപ്പോൾ സെറ്റ്. I hammer out of classes അല്ല. I hammer out taking SSC classes. ഓഫ് വേണ്ട അവിടെ. അനുശ്രീ ഓഫ് വേണ്ട കേട്ടോ. The pouring rain acts like a dampener for the students in attending the class. That's it. Great. Good morning, Nandana. Her time is fully taken up with writing. Taken up with writing അല്ല, taken up for writing. അതിനു വേണ്ടിയിട്ട് കൺസ്യൂം ചെയ്യുക. That's it. Don't worry, it takes up time. All right. He made up a reason for coming late in the class. That's great. Late in the class അല്ല, late to class. ക്ലാസ്സിലോട്ട് ലേറ്റ് ആയിട്ട് വരിക കേട്ടോ ഡോണ. He made up a reason for coming late to class എന്ന് കൊടുക്കാം. Most mothers hammer out to go abroad. Hammer out going abroad by leaving their child with relatives. Most mothers hammer out going abroad. അത് കൊടുക്കും കേട്ടോ. കാരണം to go abroad അവിടെ കൊടുക്കില്ല. കാരണം hammer outന്റെ ഒബ്ജക്റ്റ് വേണം. മിക്കവാറും രാവിലെ കറണ്ടും നെറ്റും ഉണ്ടാവില്ല അല്ലേ? ഓക്കെ കുറച്ച് മഴയൊക്കെ അല്ല അതിൻ്റെയാണ്. ഓക്കെ ബുലാരി ഐ ഗെറ്റ് ഇറ്റ്. ഓക്കെ ഉഷാറാണല്ലോ അല്ലേ? ഇത് കേട്ടാൽ മതി എനിക്ക്. When he was caught by the police, he made up a story. That's great. അണ്ടിയോ ആണ് ഉദ്ദേശിച്ചത്. സബ്ഡിയോ അവിടെ തെറ്റാതാണ്. ഓക്കെ ഫൈൻ വിനു ഗ്രേറ്റ്. I decided to quit the job after hammering out. Hammering out എന്ത്? അതേപോലെ ഹാമർ ഔട്ട് എന്ന് പറയുമ്പോൾ മീനിങ് ഒരു ഡിസിഷനിൽ എത്തുക ആഫ്റ്റർ ഡിസ്കഷൻ എന്നാണ്. അത് വെച്ചിട്ട് നിങ്ങൾക്ക് അതിന് ഇത് പറയാൻ പറ്റില്ല. ഹാമർ ഔട്ട് എന്ത് ഹാമർ ഔട്ട് ചെയ്യുക എന്നുള്ള കൊടുക്കണം കേട്ടോ. അതാണ് I decided to quit the job after hammering out a decision. No, hammering out a എന്താ പറയുക hammering out എന്തൊരു an option no അങ്ങനെ കൊടുക്കാം. Okay. He has a feeling of dampener. Feeling of dampener meaning ഒക്കെ കറക്റ്റ് ആണ്. പക്ഷെ സംതിങ് she has a feeling of dampener. Okay. Okay fine. പക്ഷെ അതിനൊരു കോണ്ടെക്സ്റ്റിൽ ഒരു ക്ലാരിറ്റി കിട്ടിയിട്ടില്ല. And she making up of stories is not new to him. That's great. Take up your breakfast. All right. Did you hammer out choosing the teaching field as your bread and butter? That's great. Question mark കൊടുക്കണേ. വിനു ഞാൻ പലവണ വിനുവിൻ്റെ പറഞ്ഞിട്ടുണ്ട്. എന്താ വെച്ചാൽ നമ്മൾ ചോദ്യം ചോദിക്കുമ്പോൾ question mark is very important. അല്ലേ? സെൻറ്റൻസ് ആണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ full stop. I have to take up most of my time in studies to make up a good career. That's great. She hammer out to join UPSC coaching. അവിടെയാണ് ഈ ഹാമർ ഔട്ടിൻ്റെ പ്രശ്നം വരുന്നത്. ലെറ്റ് മീ ടേക്ക് ഇറ്റ് വൺസ് അഗൈൻ. ഞാൻ അതൊന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞുതരാം എങ്ങനെയാണ്. ഈ ഹാമർ ഔട്ട് എന്ന് പറയുന്നത് ഒരു ഫ്രേസൽ വേർബാണ്. ഞാൻ എന്താ പറഞ്ഞതെന്നറിയോ? ഫ്രേസൽ വേർബാണ്. ചില ഫ്രേസൽ വേർബുകളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ അത് മീനിങ് കംപ്ലീറ്റ് ആണെങ്കിൽ അതിലൂടെ ഇത് കൊടുക്കണം,
ഒബ്ജക്റ്റ് കൊടുക്കണം. ബിക്കോസ് അത് ട്രാൻസിറ്റീവ് വെർബ് വെച്ചിട്ടായിരിക്കും ഫ്രേസൽ വെർബ് ഉണ്ടാക്കുന്നത്. ഈ ഹാമർ ചെയ്യുക, എന്ത് ഹാമർ ചെയ്യാതെ വരും. ഇപ്പം ഞാൻ പറയാം ഡീൽ വാസ് ബീങ് ഹാമർഡ് ഔട്ട് വിത്ത് ദ കമ്പനിയുടെ കൂടെ ഒരു ഡീല് ഹാമർ ഔട്ട് ചെയ്യപ്പെട്ടു. അതായത് നമ്മൾ എന്താ പറയുക, കഷ്ടപ്പെട്ടൊരു കാര്യത്തിലോട്ട് എത്തി, ഒരു എഗ്രിമെൻ്റ് ഒക്കെ സെറ്റ് ചെയ്ത് അതിലോട്ട് എത്തി എന്ന് പറയുന്നത്. അപ്പം ഞാനൊരു ഡീൽ വാസ് ബീങ് ഹാമർഡ് ഔട്ട് എന്ന് പറയാൻ കാരണം എന്താ, അത് പാസിവൈസേഷൻ ആയതുകൊണ്ടാണ്. അപ്പം എന്ത് കൊടുക്കണം, അത് സാധാരണ ഒരു സെൻറ്റൻസ് ആയിട്ട് കൊടുക്കണം. എന്ത് കൊടുക്കണം, വി ഹാമർഡ് ഔട്ട് എ ഡീൽ വിത്ത് ദ കമ്പനി. ഒരുപാട് ഇതിന് ശേഷമാണല്ലോ നമ്മൾ ആ ഡിസിഷനിലെത്തുക. ആ ഡിസിഷൻ എന്താണെന്നാണ് വരേണ്ടത്. ഇപ്പോൾ ഒരു ഡീൽ ഒരു ഡിസിഷനാണ്. വി ഹാമർഡ് ഔട്ട് എ പ്രോഗ്രാം, വി ഹാമർഡ് ഔട്ട് എ പ്രപ്പോസൽ, വി ഹാമർഡ് ഔട്ട് എ ഡിസിഷൻ, വി ഹാമർഡ് ഔട്ട് എന്താ പറയുക വെഞ്ചർ. അങ്ങനെ കൊടുക്കുക. എന്താണ് ഒബ്ജക്റ്റ് അവിടെ വേണം. മനസ്സിലായോ നിങ്ങൾക്കത്? ഞാൻ പറഞ്ഞതിൻ്റെ ഐഡിയ മനസ്സിലായോ? അതായത് നമ്മളൊരു അഗ്രിമെൻറ്റിലോട്ട് എത്തുക അല്ലെങ്കിൽ ഒരു സൊല്യൂഷനിലോട്ട് എത്തുക ഒരുപാട് ഡിസ്കഷന് ശേഷം എന്തെങ്കിലും ഒരു കാര്യം ക്രിയേറ്റ് ചെയ്യുക എന്നൊരു അർത്ഥത്തിലോട്ടാണ് വരുന്നത്. അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ വരുമ്പോൾ എന്ത് ഹാമർ ചെയ്തു എന്ന് വരാൻ. മനസ്സിലായോ? ഇപ്പം നിങ്ങളിവിടെ കൊടുക്കുമ്പോൾ ഒബ്ജക്റ്റ് അവിടെ ഇല്ല. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. സോ അതൊന്ന് ശ്രദ്ധിച്ചോളാം. അതായത് ഷീ ഹാമർഡ് ഔട്ട് ജോയിനിങ് UPSC കോച്ചിങ് എന്ന് കൊടുക്കണം ആളും കേട്ടോ. ഹീസ് ഓൾവേസ് എ ഡാംപനർ ഇൻ മൈ ലൈഫ്. ഓൾ റൈറ്റ്, ടേക്ക് അപ്പ് ദ നോട്ട്സ് എഫിഷ്യൻ്റ്ലി. ഓക്കെ, അല്ല അത് ടേക്കപ്പ് അല്ല കേട്ടോ ലക്ഷ്മി, അത് ടേക്ക് ദ നോട്ട്സ്, ടേക്ക് ഡൗൺ ദ നോട്ട്സ്. ടേക്ക് ഡൗൺ, അത് ഒരു കാര്യം എഴുതിയെടുക്കുക എന്ന് പറയുന്നത് എങ്ങനെ, ടേക്ക് ഡൗൺ ദ നോട്ട്സ് ആണ്, ടേക്കപ്പ് അല്ല. അത് കൺസ്യൂം അല്ല, കറക്റ്റ് അല്ല. Teacher said that you should keep the pot boiling until the class ends. All right, അല്ല ends അല്ല, end, class ended, until the class ended എന്ന് കൊടുക്കണം. കാര്യം ടീച്ചർ പറഞ്ഞു എന്നല്ലേ, അപ്പം അത് പാസ്റ്റൻസ് തന്നെ കൊടുക്കണം കേട്ടോ അമല. The teacher said that you should keep, വേറൊരാൾ പറയുന്നതായിരിക്കും. ഓക്കെ, you should keep the pot boiling until the class ended എന്ന് കൊടുക്കാം. After hammering out, he went to abroad. He went to abroad അല്ല വിനു, he went abroad. Abroad ഒരു അഡ്വേർബ് ആണ്. അപ്പോൾ അഡ്വേർബിന് മുമ്പിൽ പ്രിപ്പോസിഷൻ ഒരിക്കലും കൊടുക്കല്ലേ. ആഫ്റ്റർ ഹാമറിങ് ഔട്ട് എന്ത്, ആഫ്റ്റർ ഹാമറിങ് ഔട്ട് എ പ്ലാൻ കൊടുക്കണം, അങ്ങനെ പറയാം. ഒബ്ജക്റ്റ് വേണം. ആഫ്റ്റർ ഹാമറിങ് ഔട്ട് എ പ്ലാൻ, അല്ലെങ്കിൽ ആഫ്റ്റർ ഹാമറിങ് ഔട്ട് എ ഡിസിഷൻ, ഓർ ആഫ്റ്റർ ഹാമറിങ് ഔട്ട് എ പ്രപ്പോസൽ, he went abroad for bringing home the bacon. കേട്ടോ, went abroad, went to abroad വരുന്നത് ഒരു പ്ലേസ്, പ്രോപ്പർ പ്ലേസ് ആണെങ്കിൽ ഓക്കെ ടു കൊടുത്തു, കുഴപ്പമില്ല. went to London, went to Ireland, went to Canada, things like that കൊടുക്കാം. The government tried to hammer out an agreement with workers. That's a great sentence. The thief made up an unbelievable story. Right. The new car takes up a lot of petrol. എന്തായാലും മൈലേജ് കുറവാണ്. When I say something, he has a feeling of dampener. All right, that's great. College hammered out whom will be the next chairperson. അവിടെയാണ് തെറ്റ്. നമുക്ക് ഇപ്പോഴും വരുന്നൊരു മിസ്റ്റേക്കാണ്. ഒബ്ജക്റ്റ് കൊടുക്കാനുള്ളത് നമ്മൾ ഒബ്ജക്റ്റീവ് പ്രോനൗൺ ഹും അവിടെ കൊണ്ട് കൊടുക്കും. ഇല്ല, അവിടെ ഒബ്ജക്റ്റീവ് പ്രോനൗൺ അല്ല വേണ്ടത്. കാരണം എന്താ പറയുക, ആ ക്ലോസ് മൊത്തത്തിൽ ഒബ്ജക്റ്റാണ്. കോളേജ് തീരുമാനിച്ചു ആരായിരിക്കണം അവിടുത്തെ നെക്സ്റ്റ് ചെയർപേഴ്സൺ എന്ന്. അപ്പോൾ ഹൂ വിൽ ബി ദ നെക്സ്റ്റ് ചെയർപേഴ്സൺ എന്ന് കൊടുക്കുക. അതായത് ഹൂ വിൽ ബി ദ നെക്സ്റ്റ് ചെയർപേഴ്സൺ എന്ന് പറയുന്ന ക്ലോസ് മൊത്തത്തിൽ, ആ നൗൺ ക്ലോസ് മൊത്തത്തിൽ അവിടുത്തെ ഒബ്ജക്റ്റാണ് കേട്ടോ. അപ്പോൾ എങ്ങനെ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് കോളേജ് ഹാമർഡ് ഔട്ട് ഹൂ വിൽ ബി ദ നെക്സ്റ്റ് ചെയർപേഴ്സൺ എന്ന് കൊടുക്കാം. ഹൂം വിൽ ബി അല്ല കേട്ടോ. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊരു എക്സെപ്ഷണൽ കേസസ് വരുന്നുണ്ട്. അതിൻ്റെ മീനിങ് മനസ്സിലാക്കി പറ്റുള്ളൂ. അങ്ങനത്തെ കുറച്ച് എക്സെപ്ഷണൽ കേസസ് ഉണ്ട് കേട്ടോ പ്രൊനൗണിൻ്റെ ചാപ്റ്ററിൽ, ശ്രദ്ധിക്കണം. ദ ഗവൺമെൻറ് ഹാമേഴ്സ് ഔട്ട് ടു ഇമ്പോസ് അല്ല, ഗവൺമെൻറ് ഹാമേഴ്സ് ഔട്ട് ഇമ്പോസിങ് ടാക്സ് ഓൺ മെഡിസിൻസ്. കേട്ടോ ലക്ഷ്മി, കാര്യം ഹാമർ ഔട്ട് ചെയ്തു. എന്ത് ഹാമർ ഔട്ട് ചെയ്തു, എന്താണ് ടാക്സ് ഇമ്പോസ് ചെയ്യുന്ന കാര്യം. അപ്പോൾ ഇമ്പോസിങ് ടാസ്ക് കേട്ടോ, ടാക്സ്. ശരി. I'm perplexed whether the hedonist will deliberately rule out the dampener or be in a dampening atmosphere എന്നാണ് കേട്ടോ. ഡെലിബറേറ്റ്ലി റൂൾ ഔട്ട് ചെയ്യുമോ ഓർ ഒരു ഡാമ്പനിങ് അറ്റ്മോസ്ഫിയർ നിൽക്കുമോ എന്നാണ്, അല്ലേ വിനു? അപ്പം ബീങ് അവിടെ കൊടുക്കല്ലടാ, ബി കൊടുക്കുക. രണ്ടിടത്തും V1 കൊടുക്കുക. അതായത് നോക്കിയേ, ഐ എം പെർപ്ലെക്സ്ഡ് വെദർ ദ ഹെഡോണിസ്റ്റ് വില്ലാണ് അവിടുത്തെ രണ്ടിടത്തുള്ള കോമൺ ആയിട്ടുള്ള മോഡൽ ഓക്സിലറി വെർബ്. അതിൻ്റെ ഡെലിബറേറ്റ്ലി റൂൾ ഔട്ട് V1 വന്നു. അതേപോലെ ഔട്ട് ദ ഡാമ്പനർ ഓർ ബി ഇൻ എ ഡാമ്പനിങ് അറ്റ്മോസ്ഫിയർ എന്ന് കൊടുക്കും കേട്ടോ. അപ്പോൾ അത് സെറ്റാവും. രണ്ടിടത്തും ഓറിൻ്റെ മുമ്പും പിൻപും ഒരേ സാധനം വരണം. Parallelism. It took up time to hammer out topic for project. That's great. It is difficult to keep the pot boiling after 1 hour of class. Yes, it is. അല്ലേ, ഇൻട്രസ്റ്റ് 1 hour കഴിഞ്ഞാൽ പറ്റിയല്ല, അത് കൊള്ളാം. I make up a trip with my friends. Okay. I invent a store. I make up a trip. Okay. അവിടെ പിന്നെയും മേക്കപ്പ് ചെയ്യുന്ന പ്ലാൻ ഇട്ടു എന്നാണോ ഉദ്ദേശിക്കുന്നത്? പ്ലാൻ ഇട്ടു എന്നാണെങ്കിൽ ഇങ്ങനെ പറയാൻ പറ്റില്ല.
I made, ഇങ്ങനെ പറയാം, അങ്ങനെയാണെങ്കിൽ എങ്ങനെ ഉണ്ടെന്ന് പറയാം, പ്ലാൻ ഇട്ടു എന്നാണെങ്കിൽ ഉണ്ടല്ലോ കാർത്തിക് ഇങ്ങനെ കൊടുക്കണം, I made up a plan for a trip with my friends കൊടുത്തു. I made up a plan for a trip with my friends എന്ന് കൊടുക്കുക. അപ്പോൾ സെറ്റ് ആവും കേട്ടോ. She made up story when the teacher questioned about her homework. നമ്മളൊക്കെ ചെയ്യുന്ന പോലെ പണ്ട്. Okay. After hammering out end suddenly after hammering out end with her father. After hammering out a plan or after hammering out a decision with his father to write the UPSC examination next year അവിടെ ഒബ്ജക്റ്റ് കൊടുത്തിട്ട് പോലെ the father suggested him, അതുവരെ ഓക്കെയാ, ടു കീപ്പ് പറ്റില്ല. ഞാൻ കഴിഞ്ഞ തവണ എക്സാമിന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ് ഞാൻ നിങ്ങളോട് പറഞ്ഞതൊരു കാര്യമുണ്ട്. ഒരു കാരണവശാലും സജസ്റ്റ് എന്ന വേർബിന് ശേഷം നിങ്ങൾ എന്ത് കൊടുക്കാൻ പാടില്ല, ഒബ്ജക്റ്റ് വന്നതിന് ശേഷവും നിങ്ങൾ സജസ്റ്റിന് ശേഷം ടു ഇൻഫിനിറ്റീവ് കൊടുക്കരുത് കേട്ടോ. ടു ഇൻഫിനിറ്റീവ് റോങ് യൂസേജ് ആണ്, 2+V1 കൊടുക്കരുത്. ഇൻസ്റ്റെഡ് നിങ്ങൾ എന്നാ കൊടുക്കണം, നിങ്ങൾക്ക് ജെറണ്ട് കൊടുക്കാം അല്ലെങ്കിൽ നേരിട്ട് ഒബ്ജക്റ്റ് കൊടുക്കാം. ജെറണ്ട് കൊടുത്തു, സജസ്റ്റഡ് ഹിം ഗോയിങ് എബ്രോഡ് കൊടുക്കാം, സജസ്റ്റഡ് ഹിം കീപ്പിംഗ് ദ പോട്ട് ബോയിലിംഗ് കൊടുക്കാം കേട്ടോ. അതല്ലേ, അതൊന്ന് ശ്രദ്ധിച്ചോളാം. അല്ലെങ്കിൽ ദാറ്റ് ക്ലോസ് കൊടുക്കാം. ദാറ്റ് ക്ലോസ് സജസ്റ്റ് ചെയ്തിട്ട് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ദാറ്റ് ക്ലോസ് കൊടുക്കാം അല്ലെങ്കിൽ ജെറണ്ട് കൊടുക്കാം. ഒരു കാരണവശാലും ടു ഇൻഫിനിറ്റി കൊടുക്കരുത്. ഒബ്ജക്റ്റ് കൊടുത്തതിന് ശേഷം നിങ്ങൾ ടു ഇൻഫിനിറ്റിയിലോട്ട് ഒരു കാരണവശാലും പോയത്. ഷീ സജസ്റ്റഡ് മീ എന്താണ് ടു ഗോ ദർ എന്ന് പറയില്ല, എങ്ങനെ പറയണം, ഷീ സജസ്റ്റഡ് മൈ ഗോയിങ് ദർ എന്ന് കൊടുക്കും, എന്നാലേ കറക്റ്റ് ആവും. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. സോ ഇങ്ങനെ വരണം. ഇവിടെ സന്നിലെ ഫാദർ സജസ്റ്റഡ് ഹിം കീപ്പിംഗ് ദ പോട്ട് ബോയിലിംഗ് ടിൽ, അവനോട് പറഞ്ഞു എന്നല്ലേ, അപ്പം എന്നാ കൊടുക്കണം, ടിൽ ഹി അച്ചീവ് ദ ടാർഗറ്റ്. യു എന്ന് പറയില്ല, പുള്ളി പറഞ്ഞാലോ കാര്യമല്ലേ. അപ്പം നമ്മളത് പറയുമ്പോൾ പുള്ളി പറഞ്ഞു അവനോട്, ടിൽ ഹി അച്ചീവ് ദ ടാർഗറ്റ് എന്ന് കൊടുക്കാം. അല്ലല്ല, ആൻഡിന് മാത്രമല്ലടാ, ഓർണം ഉണ്ട്. കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസിൽ ഓർണം ഉണ്ട് കേട്ടോ, ഉണ്ട്. ഐ കീപ് ദ പോട്ട് ബോയിലിംഗ് ഇൻ അത്ലറ്റിക്സ്. ദാറ്റ്സ് ഗ്രേറ്റ്. ക്ലിയർ ആണല്ലോ, ഇതുവരെ ക്ലിയർ അല്ലേ? അപ്പോൾ ഓർത്തോ, നമ്മുടെ വേർഡ്സ് ആൻഡ് ഫ്രേസസ് ഏതൊക്കെയാ നോക്കുക. കീപ് ദ പോട്ട് ബോയിലിംഗ്, മേക്ക് അപ്പ്, ടേക്ക് അപ്പ്, ഡാംപനർ, ഹാമർ ഔട്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഫ്രേസൽ വേർബ്സ്, വൺ വേർഡ്സ് കേട്ടോ. ആൻഡ് ഇഡിയം മറക്കണ്ട. യെസ്, ഓക്കെ. The word hammer out made us confused. അതങ്ങനെ എടുത്തു പറഞ്ഞു, എനിക്ക് തോന്നി എല്ലാവരും തെറ്റിച്ച് കണ്ടപ്പോൾ ഐ ഫെൽറ്റ് അവിടെ കൺഫ്യൂഷൻ ഉണ്ട്, ഇറ്റ് ഇസ് നോട്ട് ക്ലിയർ എന്ന് എനിക്ക് മനസ്സിലാതെ ഞാൻ വീണ്ടും എടുത്ത് പറഞ്ഞു. ഹാമർ ഔട്ട് ചെയ്യുക എന്നാണ് പറയേണ്ടത്. അപ്പോൾ എന്ത് ഹാമർ ഔട്ട് ചെയ്തോട്ടൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഐ ഹാമർ ഔട്ട് എ പ്ലാൻ, ഐ ഹാമർ ഔട്ട് എ സ്റ്റോറി, ഐ ഹാമർ ഔട്ട് എ ഡിസിഷൻ എന്ന് കൊടുക്കാം കേട്ടോ. ചിൽഡ്രൻ വെർ മേക്കപ്പ് അല്ല, ചിൽഡ്രൻ വെർ മെയ്ഡ് അപ്പ്. ചിൽഡ്രൻ വെർ മെയ്ഡ് അപ്പ് ടു ഹൈഡ് ദെയർ മിസ്റ്റേക്സ് എന്ന്. ചിൽഡ്രൻ വെർ മെയ്ഡ് അപ്പ് എന്ന് കൊടുക്കാം. ഓക്കെ, പാസ്റ്റ് ടെൻസ് കൊടുക്കണമെങ്കിൽ ചിൽഡ്രൻ അല്ല, പാസിവൈസേഷൻ കൊടുക്കുമ്പോൾ ചിൽഡ്രൻ വെർ മെയ്ഡ് അപ്പ്, മേക്കപ്പ് കൊടുക്കില്ല കേട്ടോ. ആഫ്റ്റർ ഹാമറിംഗ് ഔട്ട് ഡേറ്റ ദ മെൻഡിക്കൻസ് ഹാവ് ബെറ്റർ ലൈഫ് ദാൻ സം ഗ്രാജുവേറ്റ്സ്. ഓക്കെ, ഐ കീപ് ദ പോട്ട് ബോയിലിംഗ് until A achieve. I achieve success in competitive exams അല്ലേ? ഓക്കെ സ്വാതി. I keep the pot boiling until I achieve success കേട്ടോ. A achieve അല്ലല്ലോ, I അല്ലേ, മാറിപ്പോന്നു അല്ലേ. They hammered out starting a business. That's great. അത് കൊള്ളാം, സെറ്റ്. ഓക്കെ, ശ്രദ്ധിക്കണേ. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ഹാമർ ഔട്ട് ഒന്നുകൂടെ എടുത്ത് പറയാം. ഹാമർ ഔട്ടിലെ ഹാമർ എന്ന വേർബ് എപ്പോഴും ഒരു ഫ്രേസൽ വേർബിൻ്റെ വേർബ് ഉണ്ടാവുമല്ലോ. ആ വേർബ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോണം. അതൊരു ട്രാൻസിറ്റീവ് വേർബാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് പറഞ്ഞുതരാം, അതൊരു ഇതാണ്, എൻ്റെ പേരെന്താ, സകർമ്മക ക്രിയയാണ്. ശേഷം ഒബ്ജക്റ്റ് നിർബന്ധമായിട്ടും വേണം. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ മറക്കണ്ട, ദീസ് ആർ ദ ഇഡിയംസ് ആൻഡ് ഫ്രേസൽ വേർബ്സ്. ഇന്ന് ലെറ്റ്സ് മൂവ് ടു ദ സിനോണിംസ് ആൻഡ് ആന്റണിംസ് ഒക്കെ. ഓക്കെ, മൂവിങ് ഓൺ. അപ്പോൾ നമ്മുടെ ഡയറി ഫ്രം ഇൻസ്ട്രക്ടറിന്റെ 6ാമത്തെ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ റെയിൽവേയുടെ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. 4ാമത്തെ ബാച്ചാണ് റെയിൽവേയുടെ, അല്ല 3ാമത്തെ ബാച്ച്. ഓക്കെ, 3ഓ 4ഓ അങ്ങനത്തെ ബാച്ചാണ്. റെയിൽവേയിൽ ഞാൻ ഇല്ലാത്തതുകൊണ്ട് ഐ ഡോണ്ട് റിമെമ്പർ ദ നമ്പർ. എന്തായാലും ബാച്ച് ഉണ്ട്. അപ്പോൾ ഇനി റെയിൽവേ എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവരുണ്ട്, അല്ലെങ്കിൽ ഡയറി ഫ്രം ഇൻസ്ട്രക്ടറിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. നമ്മുടെ കോഴ്സിലൊക്കെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് കോഡ് അടിച്ചു കൊടുക്കാം. 2240 രൂപയ്ക്ക് കോഴ്സ് അവൈലബിൾ ആണ്. Y314 എന്നാണ് കോഡ്. Y314 എന്ന കോഡ് അടിച്ചു കൊടുത്താൽ ക്ലാസ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം കേട്ടോ. അതുപോലെ LSDSന്റെ ഡിഗ്രി പ്രിലിംസിന്റെ LSDSന്റെ എക്സാം ഉണ്ട്. നമ്മുടെ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, നോട്ടിഫിക്കേഷൻ ഇതുവരെ വന്നില്ല. വി ആർ എക്സ്പെക്ടിങ് ഇറ്റ് സൂൺ, ഉടനെ തന്നെ വരുമെന്ന് പ്രതീക്ഷയുണ്ട്. അങ്ങനത്തെ ഒരു എക്സാമാണ്, ഗസറ്റഡ് പോസ്റ്റ് ആണ്, നിങ്ങൾക്ക് അറിയാമല്ലോ, ലോക്കൽ സെൽഫ് ഗവൺമെന്റിലേക്ക് വേണ്ടിയിട്ടുള്ള. അപ്പോൾ അതിൽ നിങ്ങൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളത് ജോയിൻ ചെയ്യാൻ. എന്നിട്ട് മാരത്തൺ സെഗ്മെന്റ്സ്, യൂട്യൂബിലെ വീഡിയോസ് ഒക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും. അപ്പോൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക, കറക്റ്റായിട്ട് അപ്ഡേറ്റഡ് ആയിട്ട് നമുക്ക് പഠിച്ചു പോകാം. ഈ നമ്മുടെ അടയുടെ കോഴ്സുകളുടെ പ്രത്യേകത, എപ്പോഴും നമ്മൾ ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവും.
പ്ലസ് അതിൻ്റെ കൂടെ തന്നെ 3 മണിക്കൂറിന് ശേഷമൊക്കെ നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ്സുകൾ തന്നെ അതിൻ്റെ തന്നെ അവൈലബിൾ ആവും. അപ്പോൾ ഇനി മിസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് റിവൈസ് ചെയ്ത് നോക്കണമെങ്കിൽ ഉടനെ തന്നെ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. കൂടാതെ അതിൻ്റെ ടെലിഗ്രാം ചാനൽ, ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ട്, നിങ്ങൾക്ക് എൻ്റെ സപ്പോർട്ടുണ്ട്, ആൻഡ് മോക്ക് ടെസ്റ്റുകൾ അതിൻ്റെ കൂടെ തന്നെ ഉണ്ട്. അപ്പോൾ ക്ലാസ്സുകൾ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് പോവുക. അത് റെക്കറൻ്റ് ആയിട്ട് പഠിക്കുക, അത് കൃത്യമായിട്ട് റിപ്പീറ്റേറ്റീവായിട്ട് അത് പഠിച്ചുകൊണ്ടിരിക്കുക, കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുക, എന്നാലേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ലോങ് ടേം ബാച്ചുകൾ നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്. ഇപ്പോൾ LSGസിനാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ LDCക്ക് ആണെങ്കിൽ ലോങ് ടേം ബാച്ചുകൾ നമ്മൾ 2240 രൂപയ്ക്ക് കോഴ്സ് അവൈലബിൾ ആട്ടോ. കോഡ് അപ്ലൈ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഈ ലോങ് ടേം ബാച്ച് വരുമ്പോൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിച്ചു പോകാൻ, ഡൗട്ട്സ് ഒക്കെ ചോദിച്ച് ക്ലിയർ ചെയ്ത് പോകേണ്ട ഒരു അവസരം നിങ്ങൾക്ക് കിട്ടും. അത് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യാം കേട്ടോ. ആ ഒരു യൂസ് ചെയ്യുക, ഡൗട്ട് ചോദിക്കുക, എന്നിട്ട് വേണം മുന്നോട്ട് പോകാനായിട്ട്. അപ്പം നമുക്ക് സിനോണിംസ് ആന്റോണിംസിലോട്ട് പോകാലോ. പഠിച്ചോ. ആദ്യത്തെ വേർഡ് ഡിനൈ ചെയ്യുക. നമ്മളൊരു കാര്യം ഡിനൈ ചെയ്യുക, നമ്മളൊരാളുടെ ആഗ്രഹത്തിന് ഡിനൈ ചെയ്യുക, അല്ലെങ്കിൽ ഒരാളുടെ ബെയിൽ ഡിനൈ ചെയ്യുക എന്നൊക്കെ കേട്ടിട്ടില്ല. ഡിനൈ ചെയ്യുന്ന ഒരു വാക്കിൻ്റെ അർത്ഥം കോൺട്രഡിക്റ്റ് ചെയ്യുക, റിപ്യൂഡിയേറ്റ് ചെയ്യുക എന്നൊരു വാക്കുണ്ട്, ഫോർമൽ വാക്കാണ്. അല്ലെങ്കിൽ റിഫ്യൂസ് ചെയ്യുക, ടേൺ ഡൗൺ ചെയ്യുക, റിജക്റ്റ് ചെയ്യുക, അല്ലേ? ഡിനൈ ചെയ്യുക, റിജക്റ്റ് ചെയ്യുക, റിഫ്യൂസ് ചെയ്യുക, ടേൺ ഡൗൺ ചെയ്യുക എന്നൊക്കെ അർത്ഥമുണ്ട്. അതല്ലാതെ കോൺട്രഡിക്റ്റ് ചെയ്യുക, ഒരു കാര്യത്തോട് നമ്മൾ ഡിനൈ ചെയ്യുക, എതിർക്കുകയാണ്, റിപ്യൂഡിയേറ്റ് ചെയ്യാണ്, എതിർക്കുക എന്നൊരർത്ഥം കൂടെ എന്തിനുണ്ട്? ഡിനൈക്കുണ്ട്. അത് ഡിനയലൊക്കെ പറഞ്ഞേ എതിർപ്പാണ്. അപ്പോൾ അതേ സമയത്ത് റിജക്റ്റ് ചെയ്യുന്ന കാര്യത്തിനെ നമുക്ക് എന്ത് വിളിക്കാം? ഡിനൈ ചെയ്യുക എന്ന് പറയുന്നത്. ഡിനയലാണ് നൗണ്, അറിയാലോ. ഡിനൈയുടെ നൗണാണ് ഡിനയൽ. ഡിനയൽ നൗൺ. ഓക്കെ, ഓർത്ത് വെച്ചോ. അടുത്ത റെസ്പൈറ്റ് ആണ്. പരിചയമുള്ള വാക്കാണ് റെസ്പൈറ്റ് എന്ന് വിചാരിക്കുന്നു. റെസ്പൈറ്റ് എന്ന് പറഞ്ഞാൽ ബ്രേക്ക്. ലെറ്റ്സ് ടേക്ക് എ റെസ്പൈറ്റ്, ലെറ്റ്സ് ടേക്ക് എ ഷോർട്ട് ബ്രേക്ക്. റെസ്റ്റ്, ബ്രേക്ക്, ഇന്റർവെൽ, റിസസ്, ഹൈറ്റസ്, ഒരു പോസ്, ഒരു ചെറിയൊരു പോസ്. ഇറ്റ്സ് നോട്ട് ലൈക്ക് എ ഫുൾ സ്റ്റോപ്പ്. അതൊരു ചെറിയൊരു ബ്രേക്കിനാണ് നമ്മൾ പറയുന്നത് റെസ്പൈറ്റ് എന്ന്. ചെറിയ ബ്രേക്കിനാണ് പറയുന്നത്, ഷോർട്ട് ഇന്റർവെലിനാണ്. അതായത് ഹൈറ്റസ് എന്ന് പറഞ്ഞാൽ അതാ ചെറിയൊരു ഷോർട്ട് ഗ്യാപ്പാണ്, അല്ലാതെ ഇറ്റ്സ് നോട്ട് ലൈക്ക് എ ബിഗ് ഫുൾ സ്റ്റോപ്പ് അല്ല. നമ്മൾ ജസ്റ്റ് ബ്രേക്ക് പിടിക്കുക, അല്ലെങ്കിൽ ഒരു പോസ് ചെയ്യുക കുറച്ച് നേരത്തേക്ക്, അതിനെയാണ് നമ്മൾ റെസ്പൈറ്റ് എന്ന് പറയാം. ഓർത്ത് വെച്ചോണം, റെസ്പൈറ്റ് ഇമ്പോർട്ടൻ്റ്. അതുപോലെ അടുത്ത വാക്കാണ് പെർസ്യൂ. പെർസ്യൂ നമ്മൾ ഒരുപാട് തവണ കേട്ട് പരിചയമുള്ള ഒരു വാക്കാണ് പെർസ്യൂ. കുറച്ച് മുമ്പ് നമ്മൾ എൻഗേജിൻ്റെ പെർസ്യൂട്ട് പറഞ്ഞില്ലേ. പെർസ്യൂട്ടിൻ്റെ വേർബ് ഫോർമുലേഷനാണ് പെർസ്യൂ. പെർസ്യൂട്ട് എന്ന് പറയില്ലേ നമ്മൾ, നമ്മുടെ വൊക്കേഷൻ എന്നൊക്കെ പറയുന്ന പെർസ്യൂട്ട്, അതിനെ നമ്മൾ ഫോളോ ചെയ്യുകയല്ലേ ചെയ്യേണ്ടത്. സോ പെർസ്യൂ ചെയ്യുക മീൻസ് ഫോളോ ചെയ്യുക, ചേസ് ചെയ്യുക, ഗോ ആഫ്റ്റർ സംതിങ്, അല്ലേ? റൺ ആഫ്റ്റർ സംതിങ്, അതാണ് പെർസ്യൂ ചെയ്യുക. എന്നാൽ അതേപോലെ പെർസ്യൂ ചെയ്യുന്നതിന് വേറൊരു കാര്യം കൂടെ ഉണ്ട്, കണ്ടിന്യൂ അല്ലെങ്കിൽ പ്രൊസീഡ് എന്നൊരർത്ഥം കൂടെ നമ്മുടെ പെർസ്യൂനുണ്ട്. പെർസ്യൂ എന്ന വേർബിനുണ്ട്, ഓർത്ത് വെച്ചോ കേട്ടോ. അപ്പോൾ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ലെറ്റ് മീ റീഡ് യുവർ സെന്റൻസ്. ഐ ടേക്ക് അപ്പ് കോഫി എവറി ഡേ. യു കൺസ്യൂം കോഫി, അല്ലേ? ഓക്കെ. ഐസാറ് ബാച്ചിലെ സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ ചോദിക്കോ, സിലബസ് കവർ ആയോ എന്ന് ചോദിക്കാലോ. ചോദിക്കാം. ഞാൻ ചോദിച്ചിട്ട് നാളെ അറിയിച്ചാൽ മതിയോ? അല്ല, ഇത് കാണുന്നുണ്ടാവുമല്ലോ കുട്ടികളത് മെസ്സേജ് ഓൾറെഡി കാണുന്നുണ്ടോ? മാളോന്റെ മെസ്സേജിന് തരും റിപ്ലൈ. My application is denied by the authorities. All right. I will deny others' opinion is some situation. In some, alla innalleda Karthike, in some situations. All right. She denied to carry my luggage. All right. His father denied him from going out with his friends. That's great. I will respite after intervam's class. I will respite. അവിടെ പ്രശ്നമുണ്ട് കാർത്തികേ. I will take a respite എന്ന് കൊടുക്കണ്ടോ? I'll take a respite. I'll take a break. I'll take a break കേട്ടോ. റെസ്പൈറ്റ് നൗൺ ആടാ, നമ്മൾ വേർബ് ആയിട്ട് ഉപയോഗിക്കില്ല. എല്ലാ വേർഡ്സിനെ നമുക്ക് നൗൺ ആയിട്ട് വേർബ് ആയിട്ട് ഒരുമിച്ച് ഉപയോഗിക്കാൻ പറ്റില്ല. ഇപ്പം ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നാൽ ഇതേപോലെ സപ്പോർട്ട് എന്ന നൗൺ ഉണ്ട്, സപ്പോർട്ട് എന്ന വേർബ് ഉണ്ട്. ഹെൽപ്പ് എന്ന് പറയുന്ന നൗൺ ഉണ്ട്, വേർബ് ഉണ്ട്. സെയിം മീനിങ് ഉള്ള സാധനങ്ങളാണ്. പക്ഷെ റെസ്പൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് വേർബ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. റെസ്പൈറ്റ് ഇസ് നൗൺ ഓൺലി, നൗൺ മാത്രമാണ് കേട്ടോ കാർത്തികേ. അപ്പോൾ ഐ വിൽ ടേക്ക് റെസ്പൈറ്റ് ആഫ്റ്റർ ഇന്റർവാംസ് ക്ലാസ് എന്ന് കൊടുക്കും കേട്ടോ. ഓക്കെ. പോലീസ് ഫോർ പെർസ്യൂയിങ് എ തീഫ് വൈൽ ഐ എം പ്ലേയിങ് ഔട്ട്സൈഡ്. ദാറ്റ്സ് ഗ്രേറ്റ്. അയ്യോ, അവിടെ ഒരു പ്രശ്നമുണ്ടല്ലോ അവിടെ വിനുവേ. എന്നാണെന്നറിയോ? പോലീസ് ഫോർ പെർസ്യൂയിങ് വരെ ഓക്കെയാണ്. വൈൽ ഐ എം പ്ലേയിങ് ഔട്ട്സൈഡ് അല്ല, വൈൽ ഐ വാസ് പ്ലേയിങ് ഔട്ട്സൈഡ്. കാരണം പോലീസ് കണ്ടിന്യൂസ് ആയിട്ട് ഒരു തീഫിനെ ഓടിക്കണം, നീ അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നു. രണ്ടും ഒരുമിച്ച് സൈമിൾട്ടേനിയസ് ആയിട്ട് നടക്കുന്ന കാര്യമാണ്, പാരലായിട്ട് നടക്കുന്ന കാര്യമാണ്. അപ്പോൾ അത് രണ്ടും പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് വേണം കൊടുക്കാനായിട്ട്, അല്ലേ? പോലീസ് ഓടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഞാൻ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അല്ല ഞാനിപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണോ? അല്ല, അതിനർത്ഥം തെറ്റാണ്, അല്ലേ? അപ്പോൾ എന്ത് കൊടുക്കണം? പോലീസ് ഫോർ പെർസ്യൂയിങ് അ തീഫ് വൈൽ ഐ വാസ് പ്ലേയിങ് ഔട്ട്സൈഡ് എന്ന് കൊടുക്കണം. ഇനു രണ്ടും പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ. ഓക്കെ. യാ. പ്രിൻസിപ്പൽ ഡിനൈഡ് ദ പ്രൊപ്പോസൽ ഫോർ ഗിവിംഗ് എ 2 hours റെസ്പൈറ്റ് ഫോർ ചിൽഡ്രൻ. 2 hours അല്ല, 2 hour റെസ്പൈറ്റ്. കാര്യം അമ്മല നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ നൗണ് അഡ്ജക്റ്റീവായിട്ട് ഉപയോഗിക്കുകയാണെങ്കിലേ അവിടെ പ്ലൂറിൽ കൊടുക്കാൻ പാടില്ല. അഡ്ജക്റ്റീവിന് പ്ലൂറിലില്ലല്ലോ. അപ്പോൾ 2 hours റെസ്പൈറ്റ് അല്ല, 2 hour റെസ്പൈറ്റ് കൊടുക്കുക. അല്ലെങ്കിൽ അപ്പസ്ട്രോഫി കൊടുക്കണം, 2 മണിക്കൂറിൻ്റെ റെസ്പൈറ്റ് എന്ന് കൊടുക്കണം, അല്ലേ? എസ് കഴിഞ്ഞിട്ട് അപ്പസ്ട്രോഫി കൊടുത്ത് റെസ്പൈറ്റ് 2 മണിക്കൂറിൻ്റെ എന്ന് കൊടുത്തു. അല്ലെങ്കിൽ 2 hour റെസ്പൈറ്റ് എന്ന് കൊടുക്കുക കേട്ടോ അമ്മല. ഷി ഡിനൈഡ് ഹിസ് പ്രൊപ്പോസൽ. ദാറ്റ്സ് ഗ്രേറ്റ്. He denied my offer. That's great.
He expeditiously denied the bid from the state. My sister is pursuing B.Ed in English. That's great. We have to take a respite to make ourselves fresh. Yes. I will take a respite while studying. That's great. I went to have a tea in the respite between the class. That's great. You can take a respite in the interim of this class. That's great. I always take a respite after hectic work. Good for you, Swati. Keeps the pot boiling while keeps a keep. Imperative sentence തുടങ്ങുന്ന V5 വെച്ചിട്ടല്ല V1 വെച്ചിട്ടാ. Keep your pot or keep the pot boiling while pursuing your dreams. കേട്ടോ. I will pursue my ambitions until I reach over there. That's great. Usually, actors took a carried respite after the marriage. Actresses അതല്ല ഉദ്ദേശിക്കുന്നത്. Female actors അല്ലേ ഉദ്ദേശിച്ചേ. Actors അതാണ്. Or actresses. I pursue my master degree after getting a job. That's great. Let's resume after a respite. Yes. My brother and I denied each other's opinion when we were in childhood. Okay, ഒരു question. When we were in childhood, അല്ല during our childhood എന്ന് കൊടുക്കണം. അപ്പോൾ ഒരു വ്യത്യാസം, ഒരു തെറ്റ് ഞാൻ പറഞ്ഞു അശ്വതി ഇവിടെ. എന്താ വെച്ചാൽ എൻ്റെ ബ്രദറും ഞാനും എന്ന് പോസിറ്റീവ് കാര്യം പറയാനാണെങ്കിൽ നമ്മൾ ബ്രദറിന് ആദ്യം ചാൻസ് കൊടുക്കും. നെഗറ്റീവ് കാര്യം ഞങ്ങൾ തമ്മിൽ എപ്പോഴും വഴക്കായിരുന്നു എന്ന് പറയുകയാണെങ്കിൽ ഇങ്ങനെ കൊടുക്കണം. I and my brother denied each other's opinion during our childhood എന്ന് കൊടുക്കാം. കേട്ടോ അശ്വതി ശ്രദ്ധിക്കണേ. നമ്മൾ പോസിറ്റീവ് കാര്യം പറയാനാണെങ്കിൽ നമ്മളെപ്പോഴും മറ്റാൾക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഐ രണ്ടാമത് കൊടുക്കും. പക്ഷെ നെഗറ്റീവ് കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ആദ്യം എൻ്റെ കാര്യത്തിൽ എൻ്റെ തലയിൽ നെഗറ്റീവ് ഇട്ട് കൊടുക്കുക. സോ ഐ ആൻഡ് മൈ ബ്രദർ നെഗറ്റീവ് കാര്യമല്ല പറയുന്നത്. ഡിനൈഡ് ഈച്ച് അതേഴ്സ് ഒപ്പീനിയൻ ഡ്യൂറിങ് അവർ ചൈൽഡ്ഹുഡ് എന്ന് കൊടുക്കണേ. അപ്പോൾ അത് കറക്റ്റാണ്. പർസ്യൂയിങ് യുവർ എക്സ് ഗേൾ ഫ്രണ്ട് ഇസ് ലൈക്ക് ഫ്ലോഗിങ് എ ഡെഡ് ഹോഴ്സ്. യാ. She takes a respite after her first hour of class. Yes, I want respite from everything. That's great. I need a respite, okay? I need a break. I'll take a respite after a period of continuous study. All right, that's great. I denied his entreaty. All right. It is his honest to take a respite of 40 wink after coping with swamped working schedule. That's great. He's pursuing his dream job. That's great. I like to pursue the editorial session. That's great. She took respite after her final exams. In my school days, I always wait for the interim time. That's great. Yeah. Have you made the plea dictate to the conviction of the perpetrator? All right. Pursue Adira Udesha pursue the dream till success. Yeah. അപ്പോൾ നമുക്ക് നോക്കാം. അടുത്തതാണ് interim. Interim കേട്ട് പരിചയമുണ്ടല്ലോ. Interim നൗണും ഉണ്ട്, എന്നാൽ അതേ സമയത്ത് interim എന്ന് പറയുന്ന അഡ്ജക്റ്റീവ് ഉണ്ട്. അപ്പോൾ interim എന്ന നൗണിൻ്റെ അർത്ഥം മീൻ ടൈം അല്ലെങ്കിൽ ഇന്റർവെൽ എന്ന് അല്ലേ. എന്നാൽ ഇൻട്രിം ആയിട്ടുള്ള ഒരു ഇൻട്രിം കേസ് എന്നോ അല്ലെ ഇൻട്രിം ബെയിൽ എന്നൊക്കെ പറഞ്ഞാൽ പ്രൊവിഷണൽ ആയിട്ട് തൽക്കാലത്തേക്കുള്ളത്. ടെമ്പററി ആ അർത്ഥമുണ്ട്. ടെമ്പററി അല്ലെങ്കിൽ പ്രൊവിഷണൽ എന്നാണ് അഡ്ജക്റ്റീവായിട്ട് അത് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ മീനിങ്. എന്നാൽ നൗണായിട്ട് ഉപയോഗിക്കുമ്പോൾ മീൻ ടൈം ഇന്റർവെൽ എന്നൊക്കെയാണ് അർത്ഥം. സെയിം മീനിങ് തന്നെ നൗണായിട്ടും അഡ്ജക്റ്റീവായിട്ട് ഉപയോഗിക്കുന്നത് മാത്രമേ ഉള്ളൂ ഇൻട്രിമിൻ്റെ. ലൈക്ക് ഇൻട്രിം ഗവൺമെൻറ് എന്ന് കേട്ടിട്ടില്ലേ, ഇൻട്രിം CM എന്ന് കേട്ടിട്ടില്ലേ. CM ഇല്ലാത്ത സമയത്ത് ടെമ്പററി CM ആയിട്ട് ഉപയോഗിക്കുന്ന ഇൻട്രിം CM, അത് ഇൻട്രിം ചാൻസലർ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. അടുത്ത പ്ലീ ആണ്. പ്ലീ എന്ന് പറഞ്ഞാൽ റിക്വസ്റ്റ്. പ്ലീ സാധാരണയായിട്ട് നമ്മൾ ലീഗൽ ടെർമിനോളജി പറയുന്ന സാധനം. അവൻ്റെ പ്ലീസ് പ്ലീഡ് ചെയ്യില്ലേ, പ്ലീഡ് ചെയ്യുക, പ്ലീസ് അഡ്വേർബ്, പ്ലീഡ് ചെയ്യുക വേർബ്, ആൻഡ് എന്താ പറയുക പ്ലീ എന്ന് പറയുന്നത് നൗൺ. റിക്വസ്റ്റ് അല്ലെങ്കിൽ അപ്പീൽ, എൻട്രിറ്റി അല്ലെങ്കിൽ സപ്ലിക്കേഷൻ. നമ്മുടെ ഒരു റിക്വസ്റ്റിനാണ് നമ്മൾ പ്ലീ എന്ന് പറയാം. പ്ലീ തള്ളിക്കളഞ്ഞു എന്നൊക്കെ കേട്ടിട്ടില്ലേ, ഈ ന്യൂസിലൊക്കെ എപ്പോഴെപ്പോഴും വരുന്നൊരു കാര്യം ആ പ്ലീ തള്ളിക്കളഞ്ഞു എന്നൊക്കെ കേട്ടായിരുന്നു. പ്ലീ എന്ന് പറയുന്ന സാധനം റിക്വസ്റ്റ്, ലീഗൽ ടെർമിനോളജിയിൽ ഉപയോഗിക്കുന്ന ഒരു വാക്ക് വൈഡായിട്ട്. അതാണ് പ്ലീ. ഓക്കെ, ഓർത്ത് വെച്ചോണേ. അപ്പോൾ പ്ലീ, റിക്വസ്റ്റ്, അപ്പീൽ, എൻട്രിറ്റി അല്ലെങ്കിൽ സപ്ലിക്കേഷൻ എന്നൊക്കെ പറയാം. ഓക്കെ അല്ലേ? ലൈവിലുള്ളവർക്ക് ഒന്ന് ഉഷാറായിക്കേ പിള്ളേരെ. എന്താണ് വീഡിയോ ഇഷ്ടപ്പെടുന്ന ഒരു ലൈക്ക് കിട്ടേ, എന്താ പറ്റുക പിള്ളേരെ, ഒരു ഉഷാറായിക്കേ. ഷോ മീ സം ലവ് ആൻഡ് സപ്പോർട്ട്. ഓക്കെ, എന്നിട്ട് മറ്റുള്ളവർക്ക് ഷെയർ ഒക്കെ ചെയ്ത് കൊടുത്തേ, നമ്മളൊന്ന് ഉഷാറാവട്ടെ. എവിടം വരെ നോക്കട്ടെ. ഓക്കെ, ഐ പ്ലീഡ് വിത്ത് മൈ ബ്രദർ ടു റീചാർജ് മൊബൈൽ ഡേറ്റ. ഓക്കെ, റീചാർജ് മൈ മൊബൈൽ എന്ന് കൊടുത്താൽ മതി, ഡേറ്റ അല്ല, റീചാർജ് ചെയ്യുക മൈ മൊബൈൽ എന്ന് പറഞ്ഞാൽ മതി. മോസ്റ്റ് ഓഫ് ദി റെസ്പൈറ്റ് ദാറ്റ് ഐ ടേക്ക് while I'm studying end up with sleep. While I'm studying end up with sleep alle. Okay, end up with alla, end up in sleep. Most of the respite that I take while I'm studying end up in sleep. End up in sleep il avasanikar ennaanu Lakshmi. Pursue our dreams and be happy. That's great. It was an interim order given by the court. That's great. After completing
my BTech graduation, I received an interim certificate അല്ല കാർത്തിക്, an interim certificate. കാരണം interimന്റെ ഈ സൗണ്ട് വവൽ സൗണ്ട് അല്ലേ, അപ്പൊ an interim കൊടുക്കണേ മറക്കരുത്. Students who have doubt can ask me now. In the interim you can read the chapter. That's great. I plead against the I plead against the government order എന്ന് പറയാം. പ്ലീ എന്ന് പറയുന്നത് noun ആണ് കാർത്തിക്, പ്ലീഡ് ആണ് verb. പ്ലീഡ് ചെയ്തു എന്നുള്ളതാണ് verb. പ്ലീ noun കേട്ടോ, ഓർക്കണേ. High Eden pleaded for changing the capital, pleaded for changing the capital, which was turned down by ആര് എന്നൂടെ കൊടുക്കണം, എന്നാലും അത് ക്ലിയർ ആവുള്ളൂ. സെന്റൻസ് കോണ്ടെക്സ്റ്റുവലി ക്ലിയർ ആവും, ഗ്രാമാറ്റിക്കലി കേട്ടോ അമല. The court rejected the plea of the culprit. All right, he has been an interim manager in the company for 3 months. That's great. Thanks to or due to informal use ആണെങ്കിൽ മിസ്സേ, the lacking perception of the cadre, the superior mandate is coerced to form an interim caucus for the problem. Okay, thanks to or due to the lacking perception അല്ലേ, എല്ലാം അല്ലെങ്കിൽ ഡ്യൂ ടു ആണ്. പ്രപ്പോസൽ ഫ്രേസുകളൊക്കെ തന്നെ മെയിൻലി എന്താണ്, ഒന്ന് രണ്ടെണ്ണം വളരെ വിരളമായിട്ട് ഒന്നോ രണ്ടോ ഫോമലായിട്ട് ഉപയോഗിക്കുന്ന ഒഴിച്ച് ബാക്കി എല്ലാ ഫ്രേസുകളും നമ്മുടെ ലീഗൽ ഫ്രേസ് അല്ലാത്ത വാക്കുകളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം വിനു, അതൊക്കെ ഇൻഫോർമൽ യൂസേഴ്സ് ആണ്, ഫോമൽ യൂസ് അല്ല. കോട്ട് ഡിനൈഡ് ദ പ്ലീ. ഓൾ റൈറ്റ്. കണ്ടിട്ട് കുറേ ഹൗമോളെ ഇന്നലെ ഞാൻ കണ്ട പോലെ എനിക്കൊരു ഫീൽ, ഇന്നലെ മിനിഞ്ഞാണോ കുറേ നാൾ പോലെ തോന്നി കാണും, മഴയൊക്കെ ആയതുകൊണ്ടല്ലേ, അതുകൊണ്ടായിരിക്കും. ഹൗമോളെ എന്തായിരുന്നു, ഹൗ ആർ യു, എന്നാ ഉണ്ട് വിശേഷങ്ങൾ? ദിസ് ഈസ് an interim issue happening here. All right, children enjoy short interims during the class. Yes, he pleaded for the mercy. Great. I always plead to my family for going out. പുറത്ത് പോകാമെന്ന് പറയില്ലേ, വീട്ടുകാരെ സമ്മതിക്കില്ല അല്ലേ, പുറത്ത് പോകുന്നവരല്ലേ, ഗോയിങ് ഔട്ടിനോട് താല്പര്യമില്ലാത്ത ആൾക്കാരല്ലേ. എൻ്റെ വീട്ടിൽ നേരെ തിരിച്ചാ, ഞാൻ പുറത്തു പോകാൻ ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ആളാണ്. പുറത്തു പോയി എപ്പോഴും യാത്രകളൊക്കെ എനിക്കിഷ്ടം, ലോങ് ഡ്രൈവുകൾ എനിക്കിഷ്ടം. അപ്പോൾ സൺഡേ ആകുമ്പോഴേക്കും എൻ്റെ വീട്ടിൽ ഇങ്ങോട്ട് പറയും, നമുക്കിന്ന് എവിടെയെങ്കിലും പോയാലോ. പ്ലാനൊന്നുമില്ല, ചുമ്മാ രാവിലെ എന്തെങ്കിലും തോന്നുന്നു, അല്ലെങ്കിൽ വൈകിട്ട് സാറ്റർഡേ ചോദിക്കും, നാളെ എന്താ പ്ലാൻ, നാളെ ക്ലാസ് ഒന്നും ഇല്ല, സൺഡേ ഹോളിഡേ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും ഒരു ഡ്രൈവ് പോയാലോ, പുറത്ത് പോയാലോ എന്ന് ചോദിക്കും വീട്ടുകാർ, ഇങ്ങോട്ട് ചോദിക്കാം. ഭയങ്കര ഇൻട്രസ്റ്റാണ്, എന്താ ചെയ്യാം. പിന്നെ ഡ്രൈവർ ഉള്ളതുകൊണ്ട് അവരിങ്ങനെ, ഡ്രൈവർ ഞാൻ കേട്ടോ, അത് വേറെ ഡ്രൈവറല്ല, ഡ്രൈവർ ഉണ്ടല്ലോ, ഡ്രൈവർ ഓടിച്ചോളൂല്ലോ എന്ന് വിചാരിച്ചാൽ അവർ പറയും, പിന്നെന്താ നമുക്ക് പോവാം. She needed her interim degree certificate to join the course. എനിക്ക് മനസ്സിലാവും കാർത്തികിന്റെ ബുദ്ധിമുട്ട്. Court repudiated his plea against the interim order. That's great. I got an interim job. That's great. Jawaharlal Nehru was the leader of the interim government created before India's independence. That's great. She pleaded for her help when she was panicked. Okay. An interim ceasefire was sought. Okay. She was behind to pursue her ambition but had an interim due to the denial of necessary reasons. All right. Please rebuffed during court's respite. അങ്ങനെ ആവണം ഇനിയുള്ള ജനത അല്ലേ, അതാണ്, പിന്നല്ല. അപ്പൊ അടുത്തതിലോട്ട് പോകാം, നമുക്ക് നെക്സ്റ്റ് ഇതിലോട്ട് വരാം. നെക്സ്റ്റ് സെറ്റ് ക്യാൻവാസ് പറയുമ്പോൾ മാറിപ്പോകാതിരിക്കേണ്ട ഒരു ക്യാൻവാസ് ഉണ്ട്. നമ്മൾ പടം വരയ്ക്കുന്ന ക്യാൻവാസ് അല്ലേ, ആ ക്യാൻവാസ് മറന്നു വരുന്നത്. ആ ക്യാൻവാസ് ഇതാണ്, CANVAS ക്യാൻവാസ്, ഒരെസ്സേ ഉള്ളൂ ക്യാൻവാസ്. അത് നമ്മുടെ നൗൺ ക്യാൻവാസ്, നമ്മൾ ചിത്രം വരയ്ക്കുന്ന ക്യാൻവാസ് അല്ലേ, ആ ക്യാൻവാസ്. എന്നാൽ മറ്റ് ക്യാൻവാസ് ചെയ്യുക എന്ന വേർബിൻ്റെ അർത്ഥം ഇതാണ്, ക്യാമ്പയിൻ ചെയ്യുക. ഇലക്ഷൻ നമ്മുടെ ക്യാൻവാസിങ് ഇല്ലേ, ക്യാമ്പയിൻ ചെയ്യുക, ഇലക്ഷനിയർ ചെയ്യുക, ഇലക്ഷനിൽ പങ്കെടുത്ത് ഭയങ്കര വോട്ട്സ് ഒക്കെ ചോദിക്കുക, സൊളിസിറ്റ് ചെയ്യുക, അതിനെയാണ് ഇലക്ഷനിയർ അല്ലെങ്കിൽ ക്യാമ്പയിൻ ചെയ്യുക, ക്യാൻവാസ് ചെയ്യുക എന്നൊക്കെ പറയുന്നത്. എന്നാൽ അതേ സമയത്ത് ക്യാൻവാസ് ചെയ്യുന്നതിന് വേറെ അർത്ഥം കൂടെ ഉണ്ട്, പ്രപ്പോസ് ചെയ്യുക. നമ്മളൊരു പ്രപ്പോസൽ മുന്നോട്ട് വെക്കുക, പ്രപ്പോസ് ചെയ്യുക, ഒരു പ്രപ്പോസൽ മുന്നോട്ട് വെക്കുക, ഓർ സജസ്റ്റ് ചെയ്യുക, ഇന്നൊരു കാര്യമുണ്ട് കേട്ടോ എന്നൊരു സജഷൻ നമ്മൾ മുന്നോട്ട് വെക്കുന്നുണ്ടെങ്കിൽ അതേ നമുക്ക് ക്യാൻവാസ് ചെയ്യാന്ന് പറയാം. സോ ദാറ്റ് ഈസ് ഇറ്റ്. ക്യാൻവാസ് ചെയ്യുക എന്ന് പറയുന്നത് ഐ വിൽ ക്യാൻവാസ്, പിന്നെന്താ ഞാൻ ക്യാൻവാസ് ചെയ്യാം എന്ന് പറയാം. അല്ലാതെ ഇലക്ഷന് തന്നെ ക്യാൻവാസ് എന്നൊരു വാക്കുണ്ട്, അതാണ് ക്യാൻവാസിന്റെ ഒരു അർത്ഥം കേട്ടോ, ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം. ഓക്കെ, അടുത്ത് പോഗ്രോം എന്ന നൗണിന്റെ അർത്ഥം ഇതാണ്, മസക്കർ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അയ്യോ, അതിന് മലയാളത്തിൻ്റെ പേരുണ്ടല്ലോ, മറന്നുപോയി. ജാലിയൻവാല ബാഗ് മസക്കർ, പേരെനിക്ക് കിട്ടുന്നില്ല കേട്ടോ. കൂട്ടക്കൊല, യെസ്, കൂട്ടക്കൊല, സ്ലോട്ടർ, മാസ് മർഡർ അല്ലെങ്കിൽ ജനസൈഡ്, അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് പോഗ്രോം അല്ലെ. 2002 പോഗ്രോം ഗുജറാത്ത് മറന്നിട്ടില്ലല്ലോ എന്ന് ഞാൻ പറയാൻ കാരണം അത് ഭയങ്കര
ഭയങ്കര ഫേമസ് ആയിട്ട് ഇപ്പോഴും അതിനെപ്പറ്റി ഭയങ്കരമായിട്ട് ഡിസ്കസ് ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ്. പോഗ്രോം, അപ്പോൾ മസക്കർ അല്ലെങ്കിൽ സ്ലോട്ടർ, കൂട്ടക്കൊല, യെസ്, സ്ലോട്ടർ അല്ലെങ്കിൽ ജനസൈഡ്, മാസ് മർഡർ എന്നൊക്കെ പറയുന്ന സാധനം ഓർത്ത് വെച്ചോണം കേട്ടോ. സെന്റൻസ് മേക്ക് ചെയ്യാൻ വന്നിട്ട് കുറേ ആയിരുന്നു അല്ലേ? ആദ്യം ശരിയാവും നമ്മളെ കുറേ ആയി സെന്റൻസ് മേക്ക് ചെയ്യാൻ വന്നിട്ട്. The plea for leave was denied by the manager. That's great. The police force is in pursuit. In കഴിഞ്ഞിട്ട് ഒരിക്കലും നമുക്ക് വെർബ് കൊടുക്കാൻ പറ്റില്ലല്ലോ. In pursuit of അല്ല നീ ഉദ്ദേശിച്ചത്, in pursuit of the critiques of the government, trapping them in fake cases. Yes. I don't like the canvassing of political leaders during the election. എന്ത് ചെയ്യാൻ, അവർക്ക് ജീവിച്ചു പോകണ്ടേ അല്ലേ അനുഷ? അതല്ലേ അവരുടെ വരുമാനം, അതോർക്കുക പാവങ്ങൾ, അത് അവരുടെ ഡെയിലി ഇതായിപ്പോയി. ഫോർ എ ലിവിങ് ഡ്യൂറിങ് മൈ കോളേജ് ഡേയ്സ് ഐ ക്യാൻവാസ് മെനി സ്റ്റുഡൻസ്. നീ കൊള്ളാലോടെ കാർത്തിക്, നീ ഒരു തരംഗമായിരുന്നല്ലേ. ദ പ്രോഗ്രാം ഓഫ് ഡെമോക്രാറ്റിക് വാല്യൂസ് ഇസ് വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ അവർ സ്റ്റേറ്റ്. യെസ്, കൂട്ടക്കൊല ഓഫ് അല്ല massacre of democratic values കൊള്ളാം. He denied his father's offer to go to abroad അല്ല ഷൈനി, ഞാൻ പറഞ്ഞു abroad is an adjective അല്ല adverb ആണ്. adverbിന് മുമ്പിൽ ഒരിക്കലും എന്തോ adverb of place ആണ്. abroad, overseas ഒക്കെ adverb ആണ്. adverbിന് മുൻപിൽ നിങ്ങൾ ഒരിക്കലും preposition ഇട്ട് കൊടുക്കരുത്. preposition എന്തിനാ സഹായിക്കാനാണ് ഉപയോഗിക്കണേ? നൗണിന്റെ പൊസിഷൻ, നൗണിന്റെ പ്ലേസ് ഒക്കെ കാര്യം പറയാൻ വേണ്ട. അപ്പൊ നൗണിന്റെ പ്രൊനൗണിന് മുമ്പ് ആണെങ്കിൽ ഇട്ട് കൊടുത്തോ, ദാറ്റ്സ് ഫൈൻ. പക്ഷെ ഒരു കാരണവശാൽ നിങ്ങൾ preposition adverbിന് മുമ്പിൽ ഇട്ട് കൊടുക്കരുത്. go to abroad അല്ല go abroad കേട്ടോ. ഗുഡ് മോർണിംഗ് ഷൈനി. ഡ്രൈവർ രോമാഞ്ചം, എനിക്കും ഡ്രൈവ് വലിയ ഇഷ്ടമാണ്. എനിക്ക് ഓർമ്മയുണ്ട് ഹൗമോൾ ഒരു തവണ നമ്മുടെ സെന്റൻസ് മേക്കിങ്ങിൽ പറഞ്ഞത് ഡ്രൈവിംഗ് ഭയങ്കര ഇഷ്ടമാണ്. അമ്മായിക്ക് എവിടെയെങ്കിലും പോണമെന്ന് എന്നോട് റിക്വസ്റ്റ് ചെയ്യും. ഞാൻ ആദ്യം ബലം പിടുത്ത് നടത്തും, ഒരു ജാട വേണം ഡ്രൈവർ അയക്കുമ്പോൾ ജാടയാവും. ഞാനും ഇടയ്ക്ക് പറയും കേട്ടോ, വീട്ടുകാരോട് ഇങ്ങനെ പറയും. എനിക്ക് അങ്ങനെ ഒരു ഇതുണ്ട്, ഇഷ്ടമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡ്രൈവ് ചെയ്യുന്നത്. എത്ര കിലോമീറ്റർ വേണമെങ്കിലും ഇങ്ങനെ, എത്ര മണിക്കൂർ വേണം, കിലോമീറ്റേഴ്സിനേക്കാൾ കൂടുതൽ എത്ര മണിക്കൂർ വേണം, ഏതൊക്കെ പൊട്ടപ്പൊളഞ്ഞ റോഡാണെങ്കിൽ പോലും എനിക്ക് ഇഷ്ടമാണ് വണ്ടി ഓടിച്ച് ഇങ്ങനെ പോകാൻ ഇഷ്ടം, ഭയങ്കര ഇഷ്ടം എനിക്ക് റോഡ് ട്രിപ്സ്, ഭയങ്കര ഇഷ്ടം ഡ്രൈവിങ്ങിനോട് എനിക്ക് ഭയങ്കര ക്രേസാണ്. അപ്പം ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അപ്പം ഞാൻ അവരോട് പറയുമ്പോൾ ഞാൻ വലിയ എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ വലിയ ജാടയ്ക്ക് ആദ്യം ഇടും. മനസ്സിലിങ്ങനെ ചിരിച്ചോണ്ടാണ് ഞാൻ ജാട ഇടുന്നത് എനിക്കറിയാം, അതെനിക്ക് മനസ്സിലാവും. അപ്പം ഹൗമോൾ പറയുന്നത് എന്താണ്, they canvassed a good plan. Great. During elections, political leaders canvass giving unrealistic promises. Yes. They canvassed new students to join the party. That's great. The political party in my college is canvassing the votes of newly joined students to win the election. That's great. Okay അല്ലേ? അടുത്തത് ഫാബ്രിക്കേറ്റ് ചെയ്യുക. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഹാമർ ഔട്ട് ചെയ്യുക, ഫാബ്രിക്കേറ്റ് ചെയ്യാന്ന് അല്ല, ഹാമർ ഔട്ടിനും ഫാബ്രിക്കേറ്റ് എന്നൊരു അർത്ഥമുണ്ട്. അതിനേക്കാളും ഇതായിട്ട് നമ്മൾ നേരത്തെ കണ്ടില്ലേ, മേക്കപ്പ് ചെയ്യുക. ഫാബ്രിക്കേറ്റ് എന്നൊരു അർത്ഥമാണ് മേക്കപ്പ്. ഫോർജ് ചെയ്യുക, ഫോൾസിഫൈ ചെയ്യുക, കുക്കപ്പ് ചെയ്യുക, ഓർ മേക്ക് ഓർ ക്രിയേറ്റ്, അതൊക്കെ ഫാബ്രിക്കേറ്റ് എന്ന വാക്കിന്റെ അർത്ഥമാണ്. നമ്മൾ ഇന്ന് തന്നെ കണ്ടിട്ട് ഫാബ്രിക്കേറ്റ് അല്ലേ. സോ ഫാബ്രിക്കേറ്റ് ചെയ്യുക, ഫോർജ് ചെയ്യുക, ഫോൾസിഫൈ ചെയ്യുക, കുക്കപ്പ് ചെയ്യുക എന്നൊക്കെ അർത്ഥം, ഓർ ക്രിയേറ്റ് ഓർ മേക്ക്. അടുത്തത് അലജ്ഡ്. അലജ്ഡ് എന്നുള്ള കേട്ടിട്ടുണ്ടാവും അല്ലെ. അലജഡ്ലി അഡ്വേർബ് ആണ്, അലജ്ഡ് എന്ന് പറയുന്നത് അഡ്ജക്റ്റീവ് ആണ്. സപ്പോസ്ഡ് ഇങ്ങനെയാണ് പറയപ്പെടുന്നത്, വെപ്പ് ഇങ്ങനെയാണ് വെപ്പ്, അലജ്ഡ് ഇങ്ങനെയാണ് പറയപ്പെടുന്നത്. സോ കോൾഡ്, ക്ലെയിംഡ്, ഒസ്റ്റൻസിബിൾ, അപ്പാരന്റ് ഒക്കെ പറയില്ലേ, പെർപെട്രേറ്റഡ്, റിപ്പോർട്ടഡ്, അതൊക്കെയാണ് അലജ്ഡ് എന്ന വാക്കിനർത്ഥം. ഓർത്തു വെച്ചോണേ. ഇതാണ് എന്താ പറയാ, ഇങ്ങനെയാണ് അത് പുറത്തറിയപ്പെടുന്നത് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതിനാണ് നമ്മൾ പറയാം ലൈക്ക് അപ്പാരന്റ് അല്ലേ, അതിനെയാണ് നമ്മൾ അലജഡ് എന്ന് പറയുന്നത്. ഓർത്തോണം, പുറമേ ഇതാണ് അറിയപ്പെടുന്നത്, ഔട്ട്വേർഡിൽ ഇങ്ങനെയാണ് എന്നുള്ളതിനെയാണ് നമുക്ക് എന്ത് വിളിക്കുക, അലജഡ് എന്ന് പറയാം. അപ്പാരന്റ്ലി പറയില്ലേ അതിന്റെ അഡ്വേർബ്, ആ സംഗതി ഓർക്കണം. അടുത്ത ഇംപ്ലിക്കേറ്റ് ചെയ്യാം. ഇംപ്ലിക്കേറ്റിന് രണ്ടർത്ഥമുണ്ട്. ഒന്ന് ഒരു ക്രൈമിൽ ഇൻവോൾവ് ആവുക, ഇൻക്രിമിനേറ്റ്, ഇൻവോൾവ് എന്ന് പറയാം, അതാണ് ഇംപ്ലിക്കേറ്റ് എന്നൊരു ഒരു വാക്ക്. അടുത്ത ഇംപ്ലിക്കേറ്റിന്റെ അർത്ഥം സജസ്റ്റ് ചെയ്യാം. ഈ ഐഡിയ ഇംപ്ലിക്കേറ്റ് ചെയ്യുന്ന ഇന്നൊരു കാര്യമാണ് കേട്ടോ, ഇത് ഇന്നാളത്തെ ആ കാര്യമല്ലേ നീ ഉദ്ദേശിച്ചേ. ഇംപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഉദ്ദേശിക്കുക, സജസ്റ്റ് ചെയ്യുക, ഹിന്റ് ചെയ്യുക, അതിനെ നമുക്ക് ഇംപ്ലിക്കേറ്റ് എന്ന് പറയാം. അറിയാലോ, ഇംപ്ലിക്കേഷൻ കേട്ടിട്ടില്ലേ, ആ ഇംപ്ലിക്കേഷൻ. എന്നാൽ അതേ സമയത്ത് ഇംപ്ലിക്കേറ്റ് ചെയ്യുക എന്നുള്ള വാക്കിന് നമ്മുടെ ഇൻക്രിമിനേറ്റ് ചെയ്യുക, ഒരു ക്രൈമിൽ ഇൻവോൾവ് ആവുക എന്നൊരു അർത്ഥമുണ്ട്. ഇൻവോൾവ് ആവുക കേട്ടോ, ഇൻക്രിമിനേറ്റ് ചെയ്യുക. അപ്പൊ ഇംപ്ലിക്കേഷൻ എന്ന് പറയുന്ന നൗൺ മറക്കണ്ട, ഓർത്ത് വെച്ചോളാം. അപ്പൊ അതാണ് ഇംപ്ലിക്കേറ്റ് ചെയ്യുക എന്ന വേർബ് കേട്ടോ, ഓർത്ത് വെച്ചോളാം. ഡിഫറെന്റ് മീനിങ് ആണ്. സ്റ്റിൽ നൗ, ഇന്നലെ ഞാൻ പറഞ്ഞു സ്റ്റിൽ നൗ അല്ലെ, ടിൽ നൗ, ഇപ്പോഴും എന്നാണെങ്കിൽ ടിൽ നൗ എന്ന് കൊടുക്കണേ, ടിൽ നൗ എന്ന് കൊടുക്കണം കേട്ടോ, അൻസർ ചെയ്ത് മറക്കല്ലേ. അതിന് മുമ്പ് ഞാൻ നോക്കട്ടെ, കുറച്ച് ഡോണ്ട് ബി എ ടൂറിസ്റ്റ്, ബി എ ട്രാവലർ, അത്രേ ഉള്ളൂ. അതെ, അതാ എനിക്കിഷ്ടം. ടൂറിസ്റ്റ് ആയിട്ട് പോകുന്നവരോട് എനിക്ക് ഇഷ്ടമല്ല. അത് രണ്ടാ. ശരി, കാർത്തിക് പറഞ്ഞാൽ കറക്റ്റാ. ഒരു ട്രാവലർ ആയിട്ട് യാത്ര ചെയ്യുന്നതും ടൂറിസ്റ്റ് ആയിട്ട് യാത്ര ചെയ്യുന്നതും തമ്മിൽ രണ്ട് വ്യത്യാസമുണ്ട്. യാത്രകൾ പലതരം. യെസ്, ഐ നോ. I was canvassed to attend the party. That's great. The canvassing of the prospect of ruling party is gone wrong. Is gone wrong പറയില്ല, has gone wrong പറയാം, അത് കറക്റ്റാ.
ഈസ് ഗോൺ പറയില്ല, കാര്യം അത് പാസീവ് ഇതിൽ കൊടുക്കാൻ പറ്റില്ല ഗോ എന്ന വെർബ്, കാര്യം അത് ട്രാൻസിറ്റീവ് വെർബ് അല്ല കേട്ടോ. വിനു ഹാസ് ഗോൺ റോങ് എന്ന് പറഞ്ഞു, അപ്പോൾ കറക്റ്റോ. ആക്റ്റീവിൽ കൊടുത്തത് സെറ്റാ. ദ റൂളിംഗ് പാർട്ടി ഈസ് ഇൻവോൾവ് ഇൻ ക്യാൻവസ് അഗൈൻസ്റ്റ് ദി മീറ്റിംഗ് media with which are criticizing the government. That's great. Appa industry still now well till now I cannot forge the feelings of Hiroshima Nagasaki program. അത് പ്രോഗ്രാം എന്ന് നമ്മൾ വിളിക്കില്ല കേട്ടോ, അതിനെ പ്രോഗ്രാം എന്ന പേര് കൊടുക്കാൻ പറ്റില്ല. ഇറ്റ്സ് നോട്ട് എ മസക്കർ, അത് ന്യൂക്ലിയർ അറ്റാക്ക് ആണ്, അത് വേറെ തരം സാധനമാണ്. സംഭവം ഒരുപാട് പേര് മരണം സംഭവിച്ചു, പക്ഷെ ഒരു കൂട്ടക്കൊല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇറ്റ്സ് കനോട്ട് ബി കോൾഡ് ആസ് എ പ്രോഗ്രാം. അതൊരു ന്യൂക്ലിയർ അറ്റാക്ക് ആയിരുന്നു അല്ലേ, ഇറ്റ്സ് ലൈക്ക് എ ബോംബിങ്. അതിനെ എന്താ വിളിക്കുക, അതിനെ ഒരിക്കലും വി കനോട്ട് കോൾ പ്രോഗ്രാം കേട്ടോ. I canvass my friend for the job. That's great. I'm very much interested. അല്ലല്ല കാർത്തിക്, I am very much interested to fabricate horror stories. എടാ കൊള്ളാലോ, എന്തോ നിനക്ക് എവിടെ കൊണ്ടോ എൻ്റെ ഒരു ഇത് ഉണ്ടല്ലോ, എൻ്റെ ഒരു സ്വഭാവം ഉണ്ടല്ലോ നിനക്ക്. എനിക്കിഷ്ടമാണ് ഹൊറർ സ്റ്റോറീസ് പറയാം, പക്ഷേ ഇപ്പം ഇല്ല കേട്ടോ. ഇപ്പം ഞാൻ വീട്ടിലത് പറഞ്ഞില്ല, ഇപ്പം വീട്ടിൽ പറഞ്ഞാൽ ഇറക്കില്ല. പണ്ട് ഞാൻ പറയുമ്പോൾ നന്നായി ഇറക്കുമായിരുന്നു വീട്ടിൽ, അനിയത്തിമാരുടെ അടുത്ത്. ഇപ്പം അനിയത്തിമാരുടെ മുമ്പിൽ അത് ഇറക്കില്ല, അതുകൊണ്ട് ഞാൻ വിട്ടു, ആ പരിപാടിയെ വിട്ടു. പക്ഷേ ഞാൻ കോളേജിലായിരുന്ന സമയത്ത്, ഹോസ്റ്റലിലായിരുന്ന സമയത്ത് പേടിയുള്ള കുറേ കൂട്ടുകാരുണ്ട്, രസം, നമുക്ക് ഇതൊക്കെയല്ല രസം. അപ്പോൾ അവിടെ ഞാൻ കയറി ഈ പരിപാടി ഇറക്കുമായിരുന്നു. അപ്പം ഞാൻ അവിടെ ഹീറോ ആയിരുന്നു, ഷമ്മി ഹീറോ ആയിരുന്നു. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, സൈക്കോ. ഇപ്പം ഇറക്കില്ലാത്തതുകൊണ്ട് വിട്ടു. നമ്മുടെ ഇൻട്രസ്റ്റ് അങ്ങ് പോയില്ലേ, അവർക്ക് ഇറക്കാത്തപ്പോൾ ഇൻട്രസ്റ്റ് അങ്ങ് പോയി. ഡ്യൂറിങ് റെയിനി ഡേയ്സ് പ്രോഗ്രാം ഓഫ് മസ്കിറ്റോസ് ഹസ് ബീൻ ഇൻക്രീസ്. യെസ്, അയ്യോ പക്ഷെ പ്രോഗ്രാം എന്ന് കൊടുക്കല്ലേ, നമ്മളൊരു മസ്കിറ്റോസിന്റെ കൂട്ടക്കൊല എന്നതിന് പറയില്ല. അവിടെ പ്രോഗ്രാമിന്റെ പ്രത്യേകത മനുഷ്യരെ രംഗം കൊന്നെടുക്കുന്ന കൂട്ടക്കൊലക്കാണ് പറയുന്നത്. അത് ജനോസൈഡ് എന്ന് പറഞ്ഞാൽ മനുഷ്യനെ കൊല്ലുന്നതിനെയാണ് പ്രോഗ്രാം പറയുക കേട്ടോ. അപ്പോൾ അവിടെ ഒരിക്കലും എന്താണ് പറയില്ല, മാസ് കില്ലിംഗ് എന്ന് പറഞ്ഞു, ദാറ്റ്സ് ഫൈൻ. പക്ഷെ ഒരിക്കലും മസ്കിറ്റോസ് നമ്മൾ പ്രോഗ്രാം ചെയ്യാന്ന് പറയും, പ്രോഗ്രാം എന്ന് പറയില്ല. നമുക്കൊക്കെ ചെറിയ ജാടയാവും ഇല്ല മിസ്സേ, പിന്നെന്താ ജാടയാവാം, അശോകന് ക്ഷീണമാവാം. ഏത് ഇൻ ബിഗ് ബോസ് അനിയൻ മിഥുൻ കുക്ക്ഡ് അപ്പ് എ സ്റ്റോറി അബൌട്ട് ഹിസ് ഗേൾഫ്രണ്ട് ഇൻ ഇന്ത്യൻ ആർമി. അത് ഞാൻ അറിഞ്ഞു, എനിക്ക് വയ്യ. ദ അഡ്വക്കേറ്റ് ഫാബ്രിക്കേറ്റഡ് ദ ക്രൈം ഇൻ ഫേവർ ഓഫ് ഹിസ് ക്ലയന്റ്. അതിനൊരു ന്യായീകരണം പുള്ളി കൊടുത്തെന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ ഐ ഡോണ്ട് ഫീൽ ഇറ്റ് ആസ് എ ന്യായീകരണം അറ്റോ. അത് ന്യായീകരണമായിട്ട് പോലും എനിക്ക് തോന്നിയില്ല. പുള്ളി എന്തോ തപ്പിത്തറഞ്ഞ് എന്തൊക്കെ പറഞ്ഞ് ഒപ്പിച്ചതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. എന്താണോ അതിൻ്റെ ഉള്ളിൽ, പിന്നെ എനിക്കൊന്നും കണ്ടന്റ് ആയല്ലോ, ഒരു കണ്ടന്റ് ആയി, അപ്പോൾ അതങ്ങനെ ആയിരുന്നോട്ടെ, അവരൊരു സന്തോഷം. The advocate fabricated the crime in favor of his client. That's great. She fabricated the data without doing the experiment in physics lab. Okay, അതും എനിക്ക് മനസ്സിലാവും. Fabricating certificates is not a new thing. പുതിയതല്ല. He revealed a fabricated story. That's great. The government alleged many promises during the election. Yes, that's great. Yes, Karthik. He implicated a new idea for the racing of his company. That's great. അവിടെ ഒരു പ്രശ്നമുണ്ട്, റേസിംഗ് ഓഫീസ് കമ്പനി എന്ന് പറയില്ല, ഫോർ റേസിംഗ് ഹിസ് കമ്പനി പറയാം. കാര്യം റേസ് ചെയ്യുക, എന്ത് റേസ് ചെയ്യുക, കമ്പനി റേസ് ചെയ്യുക. അപ്പോൾ കൊടുക്കുക, ഓഫ് കൊടുത്തോ, ഓഫ് കട്ട് ചെയ്തിട്ട് പറ ന്യൂ ഐഡിയ ഓഫ് റേസിംഗ് ഹിസ് കമ്പനി കൊടുത്താൽ മതി കേട്ടോ. ഐ എം നോട്ട് ഉയർത്തുക, അതാണ് അർത്ഥം. ഐ എം നോട്ട് ഗുഡ് അറ്റ് ക്യാൻവാസിംഗ്. ഓൾ റൈറ്റ്. ഹി പ്ലാൻസ് ടു ടേക്ക് റെസ്പൈറ്റ് ഓഫ് എവറിഥിങ് ആഫ്റ്റർ ഹിസ് റിട്ടയർമെന്റ്. ദാറ്റ്സ് ഗുഡ്. The aberrant behavior of the assailant made suspicion among the police that implicate the superior one to pull back the ordinary or banal kind of approach towards this case. Right. I feel that fabricating sentences with the help of ma'am fabricate me perfectly. I feel that fabricating sentences with help of ma'am fabricates me perfectly in order. Get up. I am implicated in a fabricated case. All right, that's great sentence. Political parties fabricated reasons of pogrom that happened because of them. All right. LIC? Oh, LIC Chechi is canvassing the family members to take their new policy. എനിക്ക് ഓർമ്മയുണ്ട്, ഇവിടെ കൂടെ നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്ന ആൾക്കാരെയൊക്കെ എനിക്ക് ഓർമ്മ വരും. നമ്മുടെ LIC പോളിസി എടുക്കുമെന്ന് പറഞ്ഞ പുറകെ വരുന്നല്ലേ, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. കുറച്ച് കഴിഞ്ഞ് എനിക്ക് ജോലി കിട്ടി പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് വന്നു പോളിസി എടുക്കാൻ പറഞ്ഞു വന്നു. അപ്പം ഞാൻ ഓർത്തു, എൻ്റെ ഈശ്വര ജോലി കിട്ടിയില്ല, അപ്പോഴേക്കും എനിക്ക് പോളിസി എടുക്കണോ ഞാൻ ഇങ്ങനെ. His gestures show that the story he told was fabricated. That's great. The pogrom is inscribed in the history. Yes. മിസ് നാടകത്തിൽ തെളിവ് കഴിച്ചത്. നാടകം ലൈഫ് ഒരു നാടകമല്ലേ കാർത്തികേ. Kallanguttappan fabricated the story. That's a great sentence, Anita. The police alleged the involvement of that person in the crime. Karthike, nee nadakkarananalle, kollam. The Jallianwala Bagh pogrom actually raised the people's anger against British. Yes. I implicated all the unwanted things. That's great. Leaders suggested that solely
പീപ്പിൾ വോട്ട് ടു ബി ക്യാൻവാസ്ഡ്. സോൾലി എന്ന് പറയുന്ന ഒള്ളി എന്നർത്ഥം, ഒൺലി എന്നർത്ഥം. അപ്പൊ അവിടെ സോൾലി പീപ്പിൾ അവിടെ തെറ്റ് ഇവിടെ കൊടുക്കാട്ടോ, ഇങ്ങനെ കൊടുക്കാടാ. ഗുരുദാസ് ഒരു ചേഞ്ച് വരുത്താം. ലീഡേഴ്സ് സജസ്റ്റഡ് ദാറ്റ് പീപ്പിൾ വോട്ട് ടു ബി ക്യാൻവാസ്ഡ് സോൾലി ആസ് ടു ഡു വോട്ട് ടു pursue their fabricating deeds. അപ്പോൾ അത് കറക്റ്റ് ആവും. I'm implicated in many of government decisions. All right. കാർത്തിക് മിസ് ഒരു നാടക കുലപതിയാണ്. എൻ്റെ ഹവമോളെ, നീ ഇങ്ങനെ എന്നെ പറ്റി കിംവദന്തി പറഞ്ഞുണ്ടാക്കല്ലേ. സിനിമ പ്രീമിയം ഡയലോഗ് ഒക്കെ പഠിച്ചു വെച്ചിട്ടുണ്ടെന്ന്. ഓ അങ്ങനെ, സിനിമ ഡയലോഗാണ് എൻ്റെ മെയിൻ കേട്ടോ. സിനിമയാണ് എൻ്റെ മെയിൻ. സിനിമാ യാത്ര ഇഷ്ടപ്പെടുന്ന ഒരു സാധാരണക്കാരിയായ പെൺകുട്ടിയാണ് ഞാൻ. He pursued his own way. That's great. My Nilu always fabricates new stories of her own. That's great. അത് കൊള്ളാം. അപ്പൊ നമുക്ക് അടുത്ത സെറ്റിലോട്ട് പോയാലോ? ലാസ്റ്റ് അല്ല, ഒരു സെറ്റ് കൂടെ ഉണ്ട്. യെസ്, സൈറ്റ് ചെയ്യാം. സൈറ്റ് നമ്മൾ ഒരുപാട് കേട്ട് പരിചയമുള്ള വാക്കാണ്. സൈറ്റ് എന്ന വാക്കിന്റെ അർത്ഥം ഇതാണ്, റെഫർ ചെയ്യുക. ഒരു കാര്യത്തോട് നമ്മളൊരു കാര്യം പറയുമ്പോൾ അതിനെ സൈറ്റ് ചെയ്ത് പറയാന്ന് പറയില്ലേ. സൈറ്റ് ആൻ എക്സാമ്പിൾ. അപ്പോൾ ഒരു എക്സാമ്പിൾ നമ്മൾ റെഫറൻസിന് വേണ്ടി എടുത്തിടും, അതിനാണ് സൈറ്റ് ചെയ്യുക പറയാം. അല്ലെങ്കിൽ സജസ്റ്റ് ചെയ്യുക, മെൻഷൻ ചെയ്യുക, അഡ്യൂസ് ചെയ്യുക, കമന്റ് ചെയ്യുക. ഒരാൾ സൈറ്റ് ചെയ്തെടുത്ത് ഒരു പ്രസംഗത്തിന്റെ ഇടയ്ക്ക് ഒരാളെ സൈറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ അയാളെ കമന്റ് ചെയ്യുക, നല്ല പ്രശംസിച്ച് പറയാം. കമന്റ് ചെയ്യുക, പ്രൈസ് ചെയ്യുക എന്നൊരർത്ഥം കൂടെ സൈറ്റിനുണ്ട്. അപ്പൊ സൈറ്റ് എന്ന വേർബ് പറയുമ്പോൾ മനസ്സിലുണ്ടായിരിക്കേണ്ട സൈറ്റ് ഉണ്ട്. SIGHT സൈറ്റ് ഉണ്ട്. അത് നൗൺ ആയിട്ടും വേർബ് ആയിട്ടും. വിഷൻ, ഐസൈറ്റിന്റെ വിഷൻ എന്ന് പറയും. കാണുക എന്നൊരർത്ഥം കൂടെ ഉണ്ട് അല്ലെ. സി, കാണുക, ആ സൈറ്റിന്റെ അർത്ഥം. വേറെ സൈറ്റ് ഉണ്ട് നമ്മുടെ SIT സൈറ്റ്, അതും നൗണും വെർബും ഉണ്ട്. ലൊക്കേഷൻ എന്നും ഉണ്ട്. ലൊക്കേറ്റ് ചെയ്യുക എന്ന വേർബ്. ഞാനൊരു വേർബ് മാത്രമേ ഇവിടെ എഴുതുന്നുള്ളൂ, ലൊക്കേഷൻ എന്ന് അർത്ഥമുള്ളതായിരുന്നു നിങ്ങൾക്ക് അറിയാം അല്ലേ. അപ്പൊ ഈ സൈറ്റുകൾ മറന്നുകൊണ്ട. അടുത്ത് കൺസിഡറബിൾ, ആവശ്യത്തിന് ഒരു സൈസിബിൾ എമൗണ്ട് അല്ലെ, സബ്സ്റ്റാൻഷ്യൽ എമൗണ്ട് അല്ലെങ്കിൽ കൺസിഡറബിൾ എമൗണ്ട് ഓഫ് ഡേറ്റ എന്നൊക്കെ പറയുന്നിട്ടേ. അപ്പൊ കൺസിഡറബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൈസിബിൾ അല്ലെങ്കിൽ സബ്സ്റ്റാൻഷ്യൽ അല്ലെങ്കിൽ സിഗ്നിഫിക്കന്റ്, ഫെയർ എന്നൊക്കെ നമുക്ക് പറയുന്ന ഒരു വാക്കാണ് കൺസിഡറബിൾ. കൺസിഡറബിൾ എന്ന് പറയുന്ന ഒരു അഡ്ജക്റ്റീവ് ആണ് കേട്ടോ, അത് ഓർത്ത് വെച്ചോണേ. അടുത്ത സീൽ, ഇന്നലെ ഞാൻ പറഞ്ഞില്ല, വിട്ടുപോയി നിങ്ങൾക്ക് അറിയാവുന്ന വാക്കല്ലേ എന്ന് പറഞ്ഞാൽ ഞാൻ വിട്ടുപോയി വാക്കാം, സീൽ. അപ്പൊ ഇന്നത് കിട്ടി. ഞാൻ എന്തെങ്കിലും മനസ്സിലിങ്ങനെ അയ്യോ അത് എഴുതാമായിരുന്നു എന്ന് വിചാരിക്കുമ്പോൾ അടുത്ത ദിവസം അത് വരും. എന്തായാലും എൻ്റെ മനസ്സിൻ്റെ ഒരു കാര്യം. അടുത്ത സീൽ. സീൽ എന്ന വാക്കിന്റെ അർത്ഥം ഇതാണ്, എന്തൂസിയാസം. നമുക്ക് ഒരുപാട് എനർജിയാണ്, ഒരു കാര്യത്തിൽ ഭയങ്കര താല്പര്യമാണ്, ഭയങ്കര ഇൻട്രസ്റ്റ്, വെരി ഈഗർനെസ് ടുവേർഡ്സ് സംതിങ്, വെരി മച്ച് ഇൻട്രസ്റ്റ് ടുവേർഡ്സ് സംതിങ് എങ്കിൽ അതിനെ വിളിക്കുന്നവരാണ് സീൽ. ലുക്ക് അറ്റ് ഹിസ് സീൽ for studies. Look at his zeal in life. ചില ആൾക്കാർ ഭയങ്കര എന്തൂസിയാസ്റ്റിക്, ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു, എന്തൊക്കെ ലൈഫ് ചെയ്താലും ഭയങ്കര എന്തൂസിയാസ്റ്റിക് ആയിട്ട് ഇഷ്ടപ്പെട്ട് ചെയ്യും. അതാണ് സീൽ എന്ന് പറയുന്നത്. എന്തൂസിയാസം, പാഷൻ, ആർഡർ, ഈഗർനെസ്, സെസ്റ്റ്, അതിനാണ് നമ്മൾ സീൽ എന്ന് പറയുന്നത്. ഓർത്ത് വെച്ചോണേ, സിനോണിംസ് ആണ് ഇതൊക്കെ. അടുത്ത കമ്മ്യൂണിക്കേ കേട്ട് പരിചയമുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, ഒരു ഒഫീഷ്യൽ അനൗൺസ്മെന്റ് ആണ് അല്ലെങ്കിൽ ഒരു പ്രസ് റിലീസ് ആണ്, അതിനാണ് കമ്മ്യൂണിക്കേ എന്ന് പറയുന്നത്. നമ്മളൊരു മീഡിയയുടെ മുമ്പിൽ കൊടുക്കുന്ന ഒരു ഒഫീഷ്യൽ അനൗൺസ്മെന്റ് അല്ലെങ്കിൽ ഒരു പ്രസ് റിലീസ്, അതിന് പറയുന്ന പേരാണ് കമ്മ്യൂണിക്കേ. ഓർത്ത് വെച്ചോണേ. അടുത്ത കീൻ എന്ന വാക്കിന്റെ അർത്ഥം ഇതാണ്, ഈഗർ, ആൻഷ്യസ്, ഇംപേഷ്യൻ. ഐ എം കീൻ ടു സീ യു, ഞാൻ നിന്നെ കാണാൻ കാത്തിരിക്കുകയാണ് അല്ലെ. അതായത് ഭയങ്കര ഈഗർ ആണ്, ആൻഷ്യസ് ആണ്, ഇംപേഷ്യൻ്റ് ആണെന്നൊക്കെ പറയും. കുറെ നാൾ കൂടി നമ്മൾ ഫ്രണ്ട്സിനെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഈഗർനെസ് ആയിരിക്കും അല്ലെ. അതിനാണ് കീൻ എന്ന് പറയാം. കീൻനെസ് എന്നാണ് നൗൺ വരിക, കീൻ എന്ന് അഡ്ജക്റ്റീവ്. ഓർ കീൻ ഐസൈറ്റ് എന്ന് പറയും. ഓ നിന്റെ ഒരു കണ്ണേ എന്നൊക്കെ ചില ആളുകളോട് പറയും. ഓ നിന്റെ ഒരു കണ്ണ് എന്നൊക്കെ പറയും, നിന്റെ ഒരു കേൾവി എന്നൊക്കെ പറയില്ലേ, അതാണ് ഷാർപ്പ് എന്നൊരർത്ഥം കൂടെ കീനുണ്ട്. കീൻ ഐസൈറ്റ് എന്നൊക്കെ പറയാം. എന്നതാണ് കീൻ എന്ന വാക്കിന്റെ അർത്ഥം പറഞ്ഞ പോലെ. അപ്പോൾ ഷീ pursued his own way, he pursued his own way. പിന്നെന്താ, ദ ഫാബ്രിക്കേറ്റഡ് സ്റ്റോറി ഓഫ് അനിയൻ മിഥുൻ ഹെൽപ് ബിഗ് ബോസ് ടു ക്യാൻവാസ് മോർ ഓഡിയൻസ്. ആണോ എന്ന് അല്ലേ. പെട്ടെന്ന് ഡൗൺ ആയി കിടക്കുന്നത് പെട്ടെന്ന് കുതിച്ച് കയറി റേറ്റിംഗ് കൂടിയില്ലേ. എന്തൊക്കെ വേണം പിന്നെ ഇവർക്ക്, ഇതൊക്കെ പറഞ്ഞു കൊടുത്ത് ചെയ്യിപ്പിച്ചാണെന്ന് വരെ എനിക്ക് ഡൗട്ട് ഉണ്ട്. ഐ ഡോണ്ട് നോ അബൌട്ട് ഇറ്റ്. എന്നാൽ പോലും അല്ലേ, ചില കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് ഓർക്കും, ഇതിപ്പോൾ ചാനലിൽ പല കാര്യങ്ങളും അങ്ങനെയാണ്. ദ ഡോർ സൈഡ്സ് എ പേഷ്യൻസ് ടു ഗോ ടു അനദർ ഹോസ്പിറ്റൽ. എൻ്റെ സിനിമ ഡയലോഗ് ഒക്കെ ബട്ട് കറക്റ്റ് ടൈമിങ്ങാണ്. ഞാൻ അസ്ഥാനത്ത് പഴം ചൊല്ലിൽ മിടുക്കി. അതെനിക്കറിയാന്ന്. ഇന്നാള് ഇവിടെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഹവമോളെ പോലെ ഒരു ഫ്രണ്ട് എനിക്കുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. അസ്ഥാനത്ത് പഴഞ്ചൊല്ല് പറയുന്ന ഒരു കാര്യമാണെന്ന് പറയുന്നില്ലേ. ഐ ഹാവ് വെരി മച്ച് സീൽ ടുവേർഡ്സ് ട്രാവലിംഗ്. ഐ നോ. അതെനിക്ക് അതേ പറഞ്ഞ ആ ഒരു ഇതെനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇങ്ങോട്ടേക്ക് എനിക്കത് കിട്ടി, ആ വൈബ് ഇങ്ങോട്ടേക്ക് കിട്ടി. അത് ഞാൻ പറഞ്ഞില്ലേ, ഐ അണ്ടർസ്റ്റാൻഡ്. മിസ് ഇസ് സെലസ് അബൌട്ട് ഡ്രൈവിംഗ്. യെസ്, സെലസ്. അതാണ് സീൽ എന്ന് പറയുന്നത്. സെലസ് ആണ് കേട്ടോ അഡ്ജക്റ്റീവ്. അത് വിട്ടുപോയി ഞാൻ പറയുന്നതിന്. സെലസ് ആണ് അഡ്ജക്റ്റീവ് കേട്ടോ. സെലസ്. യെസ്, ഡ്രൈവിങ്ങിനെ പറ്റിയും യാത്രകളെ പറ്റിയൊക്കെ പറഞ്ഞാൽ ഞാൻ വാചാലിയാവും, ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. യെസ്. ന്യൂസ് ചാനൽസ് റേറ്റിംഗ് ഇൻക്രീസ് ബൈ കൂടത്തായ് പ്രോഗ്രാം. കൂടത്തായ് പ്രോഗ്രാം ഒരു മാസ്കിലിംഗ് ആയിട്ട് പറയാൻ പറ്റുമോ? പ്രോഗ്രാം എന്ന് പറയാൻ പറ്റില്ല. ഒന്നോ രണ്ടു പേരുടെ കൂട്ടക്കൊല എന്ന് പറയുന്നതിന് നമുക്ക് പറയാൻ പറ്റില്ല പ്രോഗ്രാം എന്ന്. അത് വ്യത്യാസമുണ്ട്. അനുശ്രീ, ഹസീൽ വാസ് അറ്റ് സെനറ്റ്. ദാറ്റ്സ് ഗ്രേറ്റ്. അശോകസ് റോക്ക് എഡിക്സ് sites about his governance at that time. That's great. I'm very keen about food.
Oh, ഭക്ഷണത്തെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണുള്ള. I was in keen attention whether my officer cited me in her speech. All right, that's a great one. Many of the day scholars are keenly waiting for the communique from the collector that there is no need to attend the class owing to the pouring rain outside. That's great. എന്താ വിനു അവിടുത്തെ അവസ്ഥ? പാലക്കാട് എങ്ങനെ, മഴ ഉണ്ടോ? നല്ല മഴയാണോ അതോ എങ്ങനെയാ മഴയുടെ അവസ്ഥ എന്താ? ഹൗസ് ഓഫ് ദ ഡ്രാഗൺ ക്രൂ കണ്ടക്ടഡ് കമ്മ്യൂണിക്കേ അബൌട്ട് സെക്കൻഡ് പാർട്ട്. ദാറ്റ്സ് ഗ്രേറ്റ്. I had a true zeal for travel. That's great. There is a considerable decrease in his income this year. That's great. Is considerably അങ്ങനെയല്ലേ വേണ്ടേ? Is considerably zealous in sports. That's great. I cite the Collins and Cambridge dictionary for vocabulary. That's great. A communique was going on about dengue fever. Yes. ഡെങ്കു ഭയങ്കര വ്യാപകത. ഞാൻ പറഞ്ഞു മഴക്കാലത്ത് എലിപ്പനി, ഡെങ്കു അല്ല ഡെങ്കിപ്പനി. യെസ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോളാം എല്ലാവരും. ഐ എം സെലസ് ഇൻ പെയിന്റിംഗ് പോർട്രേറ്റ്സ്. ദാറ്റ്സ് ഗ്രേറ്റ്. എവ്രി വൺ ഓഫ് us has to be zealous in our studies. Yes. Every government plans to canvass people from the base level for the next Lok Sabha election using a lots of പറയില്ല, ഒന്നെങ്കിൽ a lot of അല്ലെങ്കിൽ വെറും lots of. അപ്പോൾ lots of കൊടുത്തോ. ഐ എം കീൻലി വെയിറ്റിംഗ് ഫോർ ദ റിസൾട്ട്സ്. ഇവിടെ മഴ കാര്യമില്ല മിസ്സേ. ഓക്കെ കാര്യമായിട്ടില്ല. ഓക്കെ കൊള്ളാം, ഇൻട്രസ്റ്റിംഗ്. ഇവിടെ ഇന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെ ഇന്നും ഇച്ചിരി അത്യാവശ്യം നല്ല മഴ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഇന്നലെ പറഞ്ഞുള്ളൂ രാവിലെ നിങ്ങളോട് വലിയ മഴയില്ലെന്ന്. അപ്പോൾ ഇന്നലെ മഴയുണ്ടായിരുന്നു നന്നായിട്ട്, പിന്നെ ഇന്നും മഴയുണ്ട് നന്നായിട്ട് ഇവിടെ. അപ്പോൾ ഇനിയിപ്പോൾ മഴ കൂടുമായിരിക്കും, അങ്ങനെയൊക്കെയാണെന്ന് തോന്നുന്നു അവസ്ഥ. മാറി മാറി വരുമായിരിക്കും. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ എന്തായാലും. അപ്പോൾ എല്ലാവരും അടുത്ത സെറ്റിലോട്ട് പോകാലോ. നമ്മുടെ CHSL ലോങ് ടേം ബാച്ച് കണ്ടിന്യൂസ് ആയിട്ട് പൊക്കോണ്ടിരിപ്പുണ്ട്. ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ ഇനി ബാക്കിയുള്ളവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം കേട്ടോ. CHSL എക്സാം ഓഗസ്റ്റ് 2 മുതൽ ആരംഭിക്കുകയാണ്. CGL എക്സാം ഈ പറയുന്ന 14 തീയതി, ഈ മാസം 14 തീയതി ആരംഭിക്കുകയാണ്. അപ്പോൾ ഇന്ന് തന്നെ ഓർക്കുക, ഇന്ന് 6 തീയതിയാണ്. അപ്പോൾ ആ കാര്യങ്ങൾ മറന്നു പോകരുത്. അതുപോലെ തന്നെ നമ്മുടെ SSC MTS ഹവൽദാർ പോസ്റ്റിലോട്ട് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് 21 തീയതിയാണ്. അപ്ലൈ ചെയ്യുക, ക്ലാസ്സിൽ ജോയിൻ ചെയ്യട്ടോ. നമുക്ക് 2400 രൂപയുടെ കോഴ്സ് അവൈലബിൾ ആണ്. നിങ്ങൾ കോഡ് അപ്ലൈ ചെയ്ത് ഡിസ്കൗണ്ട് അവൈൽ ചെയ്യാം. Y314 എന്ന കോഡ് അപ്ലൈ ചെയ്താൽ മതി. 2240 രൂപയ്ക്ക് നിങ്ങൾക്ക് കോഴ്സ് കിട്ടും. 200 സംതിങ് ആ ഒരു എമൗണ്ട് നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ IBPS RRB PO ക്ലർക്കിൻ്റെ ക്ലാസ്സുകളുണ്ട്. 2150 രൂപയ്ക്ക് കോഴ്സ് അവൈലബിൾ ആണ്. നമുക്ക് 425 മണിക്കൂറിൻ്റെ ക്ലാസ്സുകളുണ്ട്, ലൈവ് ആൻഡ് റെക്കോർഡ് അവിടെ അവൈലബിൾ ആണ്. കൂടുതലായിട്ട് നമുക്ക് ടോപ്പിക്കുകളൊക്കെ പഠിച്ചു വരാനുള്ള ഒരു അവസരം പ്രിലിംസ് മെയിൻസ് ഓറിയൻറ്റഡ് ആയിട്ട് പോകുന്ന ഒരു രീതിയിലാണ് ക്ലാസ്സിൽ പോകുന്നത്. ഇതിൻ്റെയൊക്കെ കൂടെ ലൈവ് ക്ലാസ്സുകളുടെ കൂടെ മോക്ക് ടെസ്റ്റുകളും ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് പഠിക്കാനും പ്രാക്ടീസ് ചെയ്യാനും വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കോഡ് അപ്ലൈ ചെയ്തിട്ട് ജോയിൻ ചെയ്യുക, എന്നിട്ട് പഠിക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൃത്യമായിട്ട് പഠിക്കുക. എന്നിട്ട് കോഴ്സ് എടുത്തു പിന്നെ പഠിക്കില്ല, മറന്നു പോകും. പഠിക്കുന്ന കാര്യം വരെ മറന്നു പോകുന്ന കുട്ടികളുണ്ട്. അങ്ങനെ പാടില്ല. പഠിക്കുക, പ്രാക്ടീസ് ചെയ്യുക, ഡൗട്ട് വരുമ്പോൾ ചോദിക്കുക, അങ്ങനെ മുന്നോട്ട് പോകണം. കാരണം റിക്കറൻ്റ് ആയിട്ട് പഠിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരോടാണ് നിങ്ങൾ കോമ്പീറ്റ് ചെയ്യുന്നത്. ഹെൽത്തി കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്, അതൊന്ന് ശ്രദ്ധിച്ചോണം. അപ്പോൾ നമുക്ക് അടുത്ത സെറ്റിലോട്ട് പോകാൻ ഫൈനൽ സെറ്റ് കൺസെൻസസ്. ഇടയ്ക്കിടയ്ക്ക് എക്സാമിന് വരുന്ന ഒരു വാക്കാണ് കൺസെൻസസ്. സ്പെൽ ചെക്കിൽ വരാറുണ്ട്, അല്ലാതെ വൺ വേർഡ്സിൻ്റെ ഇതിൽ വരാറുണ്ട്, അല്ലാതെ നമ്മൾ സിനോണിംസ് ആനോണിംസിൻ്റെ വാക്കിലൊക്കെ വരാറുള്ള ഒരു വാക്കാണ് കൺസെൻസസ്. അഗ്രിമെന്റ്, ഹാർമണി, യൂണിറ്റി, കോൺകോഡ്, അക്കോഡ് ഒക്കെയാണ് നമ്മൾ കൺസെൻസസ് എന്ന് പറയാം. അടുത്ത ഫോർജ് ചെയ്യാം. ഡോക്യുമെന്റ് ഒക്കെ ഫോർജ് ചെയ്യാൻ അറിയാലോ, സെയിം മീനിങ്. ഹാമർ ഔട്ട്, ഫൗണ്ട്, ബിൽഡ്, കൺസ്ട്രക്ട്, ക്രിയേറ്റ്, അതാണ് ഫോർജ്. ഇതെല്ലാം ഇന്ന് ഫോർജ്, ഹാമർ ഔട്ട്, ഫാബ്രിക്കേറ്റ്, മേക്കപ്പ് എല്ലാ വാക്കുകളും ഒരുമിച്ചാണ്. എല്ലാം ഒരേ മീനിങ് ഉള്ള വാക്കുകളാണ്. ഇതെല്ലാം സിനോണിംസ് ആണ്. ഫോർജ്, മേക്കപ്പ്, അതുപോലെ തന്നെ ഹാമർ ഔട്ട്, കുക്കപ്പ്, അതെല്ലാം ഒരേ വാക്കുകൾ. പിന്നെ കിട്ടിയേക്കുന്ന വാക്കുകളെല്ലാം അതാണ്. അടുത്ത് എൻഡോഴ്സ് ചെയ്യാം. എൻഡോഴ്സ്മെന്റ് കേട്ടില്ല? എൻഡോഴ്സ്മെന്റ് ഈ ഫോർജ് ചെയ്യുന്ന വാക്ക് നെഗറ്റീവ് സെൻസിലും പറയും കേട്ടോ. നമ്മളൊരു കാര്യം നെഗറ്റീവായിട്ട് ഫോർജറി പറയില്ലേ, അതൊക്കെ ഇതിനുമായിട്ട് റിലേറ്റഡ് ആണ്. ഫോർജ് ചെയ്യുന്ന ഡോക്യുമെന്റ്സ് ഫോർജ് ചെയ്യുന്നതിനെ ഫോർജറി എന്ന് വിളിക്കും. അതുകൊണ്ട് നെഗറ്റീവ് ഫോർജറി, ഫോർജ് ചെയ്യുന്നതിൽ നെഗറ്റീവ് വേർഡ് കൂടെ ഉണ്ട്. അത് പോസിറ്റീവ് സെൻസിലും നെഗറ്റീവ് സെൻസിലും ഉപയോഗിക്കുന്ന വാക്കാണ്. അതുപോലെ എൻഡോഴ്സ് എന്ന നൗണ്, എൻഡോഴ്സ് എന്ന വേർബിന്റെ നൗണ് എൻഡോഴ്സ്മെന്റ് ആണ് കേട്ടോ. അത് ഓർക്കണം കേട്ടോ. എൻഡോഴ്സ്മെന്റ്. എൻഡോഴ്സ് ചെയ്യാന്ന് പറഞ്ഞാൽ സപ്പോർട്ട് ചെയ്യുക, അഡോപ്റ്റ് ചെയ്യുക. ഒരു കാര്യം സപ്പോർട്ട് ചെയ്യുക, ഒരു കാര്യത്തോട് അഡോപ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ അഡ്വക്കേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എംബ്രേസ് ചെയ്യുക, ബാക്ക് ചെയ്യുക എന്നൊക്കെയാണ് എൻഡോഴ്സ് ചെയ്യുന്നത് അർത്ഥം. അപ്പോൾ എൻഡോഴ്സ്മെന്റ് എന്ന് പറഞ്ഞാൽ സപ്പോർട്ട്. ഞാൻ പറഞ്ഞല്ലോ, നൗണായിട്ട് വേർബായിട്ട് സപ്പോർട്ട് എന്ന വാക്ക് നമുക്ക് ഉപയോഗിക്കാം. എൻഡോഴ്സ് എന്ന് ഉപയോഗിക്കാൻ പറ്റില്ല. എൻഡോഴ്സ്മെന്റ് ആണ് നൗൺ, അതാണ് വ്യത്യാസം. ഓക്കെ. അശോകസ് റോക്ക് എഡിക്സ് കൺസിസ്റ്റ് ഓഫ്, അശോകയുടെ റോക്ക് എഡിക്സ് അല്ലേ, അപ്പൊ കൺസിസ്റ്റ് ഓഫ് അല്ല, കൺസിസ്റ്റ് ഓഫ് കൺസിഡറബിൾ ഐഡിയാസ് ഓഫ് ഹിസ് ഗവർണൻസ് കൊടുക്കണം കേട്ടോ. അതില GP Pillai AC only Malayali who is cited in Mahatma Gandhi's autobiography. Yes, I have zeal in buying clothes. Okay, shopaholic aadalle Malu. There is a considerable change in the weather.
The zeal of Elon Musk towards coding leads to the zenith of his life. ഷോപ്പിങ്ങിന് ഞാൻ ഭയങ്കര വീക്കാണ്. മറ്റുള്ളവർക്ക് ഷോപ്പിങ്ങിന് കൂടെ പോയിട്ട് അവർക്ക് സെലക്ട് ഒക്കെ ചെയ്ത് കൊടുക്കും. ഐ ലവ് ടു ലവ് അല്ല, അവർക്കൊരു ഹെൽപ്പ് വേണ്ടപ്പോൾ ഐ ലൈക്ക് ടു ഹെൽപ്പ് ദം, ബട്ട് ഐ ഡോണ്ട് ലൈക്ക് ഷോപ്പിംഗ്. എനിക്ക് ഷോപ്പിങ്ങേ ഇഷ്ടമല്ല. ഏറ്റവും ബോറടിക്കുന്ന പരിപാടി ഷോപ്പിംഗ്. ഞാൻ എന്താ എൻ്റെ അനിയത്തി ആണ് അവസാനം, അനിയത്തി നിർബന്ധിച്ചാൽ പിന്നെ എന്നെ കൊണ്ട് ഡ്രസ്സ് എടുക്കുന്ന കാര്യമൊക്കെ ഓർമ്മിപ്പിക്കുന്ന കാര്യം ഞാൻ മറന്നു. അങ്ങനത്തെ കാര്യം. കാരണം വേറെ കാര്യത്തിലല്ലോ നമ്മുടെ ശ്രദ്ധ. ഷോപ്പിങ്ങിന് ശ്രദ്ധിക്കാനുള്ള സമയം എനിക്കില്ല. എന്താ ചെയ്യാം, ഐ ഡോണ്ട് നോ. അതിൻ്റെ ബോറടിക്കും. എനിക്ക് ഷോപ്പിംഗ് ഭയങ്കരമായിട്ട് ബോറടിക്കും. എനിക്കറിയത്തില്ല, ചിലർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഷോപ്പിംഗ്. ഐ ഡോണ്ട് നോ ഹൗ ദേ ഫീൽ ദറ്റ് ഒരു കണക്ഷൻ. The zeal of Elon Musk towards coding leads to the zenith of his life. That's great. A man who cites considerable issues in man who cites, അവിടെ ഒരു പ്രശ്നമുണ്ടല്ലോ. man who cites കഴിഞ്ഞാൽ അടുത്ത ക്ലോസ് വേണം. അവിടെ who cites കൊടുത്തിട്ട് ഇതില്ലല്ലോടാ. a man cites considerable issues in communique കൊടുത്തു. അപ്പോൾ ഓക്കെ, who വേണ്ട അവിടെ. who കൊടുക്കുമ്പോൾ റിലേറ്റീവ് പ്രോണൗൺ, അടുത്തൊരു ക്ലോസ് വേണം കേട്ടോ. വിദാസെ children are keen about everything. Yes, they are. I was keenly watching a movie when my brother interrupted me. ശേ, ശല്യപ്പെടുത്തിയവൻ അല്ലേ. ലാസ്റ്റ് ഇയർ ഓഫ് സ്റ്റേറ്റ് ഹാസ് റിസീവ്ഡ് കൺസിഡറബിൾ എമൗണ്ട് ഓഫ് റെയിൻഫോൾ. ഹാസ് റിസീവ്ഡ് അല്ല അല്ല, ലാസ്റ്റ് ഇയർ എന്ന് പറയുമ്പോൾ തന്നെ സിമ്പിൾ പാസ്റ്റിലുള്ള ടൈം ഫ്രേസ് അത്. അപ്പോൾ എന്ത് കൊടുക്കണം? ടൈം എക്സ്പ്രഷനാണ്. ലാസ്റ്റ് ഇയർ ആ സ്റ്റേറ്റ് റിസീവ്ഡ് മതി, ഹാസ് അവിടെ കട്ട് ചെയ്തറിയാം. സിമ്പിൾ പാസ്റ്റ് കൊടുക്കണം. ദ കളക്ടേഴ്സ് ഓഫ് ഡിഫറെന്റ് ഡിസ്ട്രിക്ട്സ് റിലീസ് കമ്മ്യൂണിക്കെ പ്രൊക്ലെയിമിംഗ് ഹോളിഡേ ഫോർ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ദാറ്റ്സ് ഗ്രേറ്റ്. ദ ആർക്കിയോളജിസ്റ്റ് സൈറ്റഡ് എ കൺസിഡറബിൾ എമൗണ്ട് ഓഫ് ക്വാർട്സ് while mining. That's great. My zeal is riding bikes. That's great. എനിക്കത് തോന്നി, അനുശ്രീയുടെ പ്രൊഫൈൽ കണ്ടപ്പോൾ എനിക്ക് തോന്നി യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ ദാറ്റ് എന്ന്. ഫോർജറി ഫോൾസ് എന്നല്ലേ? ഫോൾസിഫൈ ചെയ്യുക. ഫോർജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഫോൾസിഫൈ ചെയ്യുന്നൊരു അർത്ഥം കൂടി ഉണ്ട് കേട്ടോ. ഫോർജിന് ഫോൾസിഫൈ ചെയ്യുന്നൊരു അർത്ഥം കൂടി ഉണ്ട്, അതിന് ഉണ്ട് കേട്ടോ. ഫോർജ് ചെയ്യുന്ന പറഞ്ഞാൽ ക്രിയേറ്റ് ചെയ്യുക. ക്രിയേറ്റ് ചെയ്യുന്ന നല്ല കാര്യം ആവണമെന്നില്ല അല്ലേ. ഇപ്പോൾ ഫോർജ് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ ഫൗണ്ട് ചെയ്യുക, ഒരു കാര്യം ഫൗണ്ട് ചെയ്തെടുക്കുക, ഒരു കാര്യം നിർമ്മിക്കുക. സർട്ടിഫിക്കറ്റ് ഒക്കെ നിർമ്മിച്ചെടുക്കുന്ന കാര്യമാണ്, മനസ്സിലായോ? ഫോർജറി എന്ന് പറയാം. നെഗറ്റീവ് സെൻസിലും പോസിറ്റീവ് സെൻസിലും പറയാം. He's madly keen on football. On അല്ല, he's madly keen on in football കേട്ടോ. അത് മോളെ, India needs consensus among citizens for our growth and development. Yes, Indian USA signed a consensus. That's great. Hammer out phrase അല്ലേ? ആണ് phrasal verb ആണ്. You have to go through, അതാണ് ഞാൻ ഗ്യാപ്പ് ഇട്ട് തന്നെ എഴുതിയേക്കുന്നത്. ഹാമർ ഔട്ട് ഒരു phrasal verb. വെർബിൻ്റെ അതേ യൂസേജ് ആണ് ഒരു phrasal verb അല്ലേ. You have to go through the consensus carefully before signing it. Yes. Ramika Sen, enforced the army and rendered additional endorsement for banishing Rocky from forging his domain. Okay. ഈ റമിക സെന്നും റോക്കി ബായെ കൊണ്ട് ഞാൻ തോറ്റു. Can you cite another question like this one? Question mark. അതൊരു question mark ഇടാം. It is weird to see, weird spelling in Nandisha, VEIRD. To see the party endorsing media freedom, in this case of BBC, trying to curb media criticism against it. That's Satyam. A consensus was forged by the company that should be signed by the employee before joining the company. Great. The consensus between central and state governments is needed for forging a good governance. That's great. She endorsed me in my worst time. That's great. Ma'am, who after verb adjective ശരിയല്ലേ? Ma'am, who after who ശേഷം verb plus അത് വരാം. എടാ പക്ഷേ നമ്മൾ ഹൂ കൊടുക്കുന്ന എപ്പോഴും എന്താണെന്നറിയോ? ഒരാളെ അയാളെ പറ്റി ഡിസ്ക്രിപ്ഷൻ കൊടുക്കാൻ വേണ്ട. നീ ആ കൊടുത്ത സെന്റൻസിൽ ഹൂ കൊടുത്തേക്കുന്നത് യൂസ് തെറ്റാ. അതാ. In present situation, there is considerable pressure on teenagers to conform എന്ത്? To conform obey. ഓക്കെ, അത് മീനിങ് കറക്റ്റ് ആണ്, അപ്പോൾ കുഴപ്പമില്ല. ഓൾ റൈറ്റ്, കോണ്ടെക്സ്റ്റിലേക്ക് കറക്റ്റാണ്. ഇതാണ് നമ്മുടെ ഫ്രേസൽ വേർബ്സും ഇഡിയംസും വൺ വേർഡ്സും സിനോണിംസും ആന്റണിംസും കൺഫ്യൂസിംഗ് വേർഡ്സും റിലേറ്റഡ് വേർഡ്സും ഒക്കെ. ഐ ഹോപ്പ് ദാറ്റ് ഇസ് ക്ലിയർ ടു എവറി വൺ. നമുക്ക് എങ്ങോട്ട് പോകാം? നമ്മുടെ ആർട്ടിക്കിളിലോട്ടോ. ആർട്ടിക്കിൾ ഞാൻ പറഞ്ഞല്ലോ, ഇറ്റ്സ് ഓൾ അബൌട്ട് നമ്മുടെ ഗുജറാത്ത് പ്രോഗ്രാമിൻ്റെ സമയത്ത് സംഭവിച്ച ഒരു കാര്യത്തെ പറ്റിയൊക്കെയാണ്. അവിടുത്തെ ഒരു വിക്ടിംസിനൊക്കെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി മുന്നോട്ട് വന്ന ഒരാളെ പറ്റി അല്ലെ, ആക്ടിവിസ്റ്റിനെ പറ്റി, ടീസ്റ്റ സെത്തൽവാദിനെ പറ്റി. ഓക്കെ, നമുക്ക് ടീസ്റ്റ സെത്തൽവാദിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. അവരുടെ കേസിനെ പറ്റി നമുക്ക് നോക്കാം. റിലീഫ് അഗൈൻ. അപ്പോൾ എടുത്തു പറയാൻ റിലീഫ് കിട്ടി, പക്ഷെ വീണ്ടും, അതായത് വീണ്ടും കിട്ടണമെങ്കിൽ വീണ്ടും ഒരു കാര്യം ഇടപെട്ടിട്ടുണ്ട്. അവിടെ അത് പറയുന്നത്, അത് നമ്മുടെ ഇവിടെ എടുത്തു പറയുന്നൊരു കാര്യം എന്താ വെച്ചാൽ, നമ്മുടെ സുപ്രീം കോർട്ട് സെയിം കേസിൽ 2 വട്ടം ഇടപെടുന്ന ഒരു കാര്യമാണ്. ഫോർ ദ സെക്കൻഡ് ടൈം ഇൻ ദ സെയിം കേസ്. അതാണ് രണ്ടാമത്തെ തവണ ഇൻ സെയിം കേസിൽ ഇടപെടുന്നു സുപ്രീം കോർട്ട് എന്നുള്ളതാണ് ഈ ഒരു കേസിന്റെ പ്രത്യേകത. അതുകൊണ്ടാണ് ഇത് നോട്ടബിൾ ആയ കാര്യം എന്ന് പറയുന്നത്. നോ വൺ ഷുഡ് ബി ഡിനൈഡ് ലിമിറ്റഡ് റെസ്പൈറ്റ് ഫ്രം അറസ്റ്റ് ടു പെർസ്യൂ ലീഗൽ റെമഡീസ്. ഒരാൾക്കും ലിമിറ്റ് ഡിനൈ ചെയ്യപ്പെടാൻ പാടില്ല. എന്ത്? ഒരു ഷോർട്ട് ബ്രേക്ക്, ഒരു ചെറിയൊരു ബ്രേക്ക് എടുക്കുക. നമ്മൾ അറസ്റ്റിൽ നിന്നൊരു ചെറിയ ബ്രേക്ക് എടുക്കുന്നു.
ലീഗൽ റെമഡീസിന് വേണ്ടിയിട്ട് പോവുക, പെർസ്യൂ ചെയ്യണം, എനിക്ക് ലീഗൽ റെമഡീസ് എടുക്കാണ്ട് അതിന് വേണ്ടി ഒരു ചെറിയ ബ്രേക്ക് എടുത്തിട്ട് അറസ്റ്റിന് തിരിച്ച് ജയിലിലോട്ട് തിരിച്ച് വരുന്നതിന് സമയത്ത് എടുത്തതിനെ അതിനൊന്നും ഡിനൈ ചെയ്യാൻ പാടില്ല. നമ്മൾ ആഫ്റ്റർ ഓൾ വി ആർ ലിവിങ് ഇൻ എ ഡെമോക്രാറ്റിക് കൺട്രി അല്ലേ, അതാണ് പ്രശ്നം. അല്ലാത്തവരൊക്കെ സ്വൈര്യമായിട്ട് വിഹരിക്കുന്നു. അങ്ങനെയുള്ളൊരു നടക്കുന്ന സമയത്താണ് ഇതെല്ലാം ഓർക്കുമ്പോഴാണ് ക്ലിയർ ആയിട്ട്. നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലായി, വൊക്കാബുലറി ഒക്കെ മനസ്സിലാക്കി ഒരു തംസപ്പ് ഇട്ട പിള്ളേർ, അതുപോലെ തന്നെ ലൈക്ക് ഇടാത്തവരൊക്കെ ലൈക്ക് ഇട്ടേ. ഷോ മീ സം ലവ് ആൻഡ് സപ്പോർട്ട്, ലെറ്റ്സ് മൂവ് ടു ദി ആർട്ടിക്കിൾ. എന്നിട്ട് നിങ്ങളുടെ മറ്റു സെന്റൻസ് ഞാൻ വായിക്കാം കേട്ടോ. ഫോർ ദ സെക്കൻഡ് ടൈം ഇൻ സെയിം കേസ്, the Supreme Court has intervened to grant a welcome respite to activist Teesta Setalwad. അവർ ടീസ്റ്റർ സേതൽവാദിന്റെ കേസിൽ ആക്ടിവിസ്റ്റ് ആണ് പുള്ളിക്കാരി. അപ്പം ഇവരുടെ കേസിൽ ഇപ്പൊ രണ്ടാമത് തവണ സുപ്രീം കോർട്ട് ഇന്റർവീൻ ചെയ്യുകയാണ്. അപ്പോൾ അതൊരു വെൽക്കം റെസ്പൈറ്റ് ആയിട്ട് നമുക്ക് പറയാം. ഒരു ഗ്രാൻഡ് ഈ പറഞ്ഞ ഇത് അവർക്കൊരു ബെയിൽ ഗ്രാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ സുപ്രീം കോടതി രണ്ടാമതും ഇടപെട്ടത് ഒരു നല്ലൊരു കാര്യമായിട്ട് നമുക്ക് കാണാൻ പറ്റും. കാരണം ഷീ ഈസ് ബീങ് പ്രോസിക്യൂട്ടഡ് ഓൺ ചാർജസ് റിലേറ്റഡ് ടു ഹർ റോൾ ഇൻ ഹെൽപ്പിംഗ്. എന്തിനാ പ്രോസിക്യൂട്ട് ചെയ്ത് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, ഇവരുടെ കാര്യം അറിയില്ലാത്തവർക്ക് വേണ്ടി പറഞ്ഞുതരാം. ഈ പുള്ളിക്കാരി വാസ് ചാർജ്, എന്ത് ചാർജസ് അവർക്ക് കിട്ടിയെന്നറിയോ? റിലേറ്റിംഗ് ടു ഹർ റോൾ ഇൻ ഹെൽപ്പിംഗ് വിക്ടിംസ് ഓഫ് ദ ഗുജറാത്ത് പോഗ്രോം റൈറ്റ്സ് പെർസ്യൂ ജസ്റ്റിസ്. അപ്പൊ എന്താ വെച്ചാല് ഇവരെന്ത് ചെയ്തു, ഒരുപാട് വിക്ടിംസ് ഉണ്ടായിരുന്നു ഗുജറാത്ത് റൈറ്റ്സിന്റെ സമയത്ത്. വിക്ടിംസ് ആയിപ്പെട്ട ഒരുപാട് പേരുണ്ട്. അവർക്ക് നീതി കിട്ടാൻ വേണ്ടിയിട്ട്, അവരെ നീതിക്ക് വേണ്ടിയിട്ട് നീതി കിട്ടാൻ അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി അവരെ പെർസ്യൂ ചെയ്ത് അവർക്ക് അതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്ത ഒരു ആക്ടിവിസ്റ്റ് ആണ് ഈ പറയുന്ന ടീസ്റ്റർ സേതൽവാദ്. അപ്പൊ അവര് തുറങ്കിലടച്ചു. ആ കേസ് ഹെൽപ്പ് ചെയ്തു എന്നുള്ളതാണ് അവർക്കെതിരെയുള്ള കേസ് കേട്ടോ. ദ കോർട്ട് ഹാസ് എക്സ്റ്റെൻഡഡ് ടിൽ ജൂലൈ 19. ജൂലൈ 19 വരെ കോർട്ട് എന്ത് ചെയ്തു, എക്സ്റ്റെൻഡ് ചെയ്തു അവരുടെ ഇന്ററിം സ്റ്റേ. എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ഓൺ ഗുജറാത്ത് ഹൈക്കോർട്ട്സ് ഡിസിഷൻ. ഗുജറാത്ത് ഹൈക്കോടതി ഡിസിഷൻ എന്തായിരുന്നു? ഡിനൈങ് ഹെർ റെഗുലർ ബെയിൽ ആൻഡ് ഡയറക്റ്റിംഗ് ഹെർ ടു സറണ്ടർ ഇമീഡിയറ്റ്ലി. ഉടനെ റെഗുലർ ബെയിൽ ഞങ്ങൾ റിജക്ട് ചെയ്യുന്നു, ഉടനെ നിങ്ങൾ സറണ്ടർ ചെയ്ത് ജയിലിലോട്ട് വന്നോണം എന്ന്, പോലീസിന് സറണ്ടർ ചെയ്തോണം എന്നൊരു കാര്യം ഗുജറാത്ത് ഹൈക്കോർട്ട് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ ഗുജറാത്ത് ഹൈക്കോർട്ട് പറഞ്ഞപ്പോൾ സുപ്രീം കോർട്ട് ഇടപെട്ട് പറഞ്ഞു, അതെങ്ങനെ ശരിയാവും, അത് ശരിയല്ലല്ലോ. അങ്ങനെ നിങ്ങളുടെ ഇതിനെ സ്റ്റേ ചെയ്തിട്ട് 19 വരെ അവർക്ക് സമയം കൊടുത്തിട്ടുണ്ട്. ലീഗൽ റെമഡീസുമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് അവർക്ക് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ഷോർട്ട് ബ്രേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ജൂലൈ 19 വരെ അവരുടെ കോർട്ട് എന്ത് ചെയ്തു, ആ ഒരു ഇന്ററിം സ്റ്റേ, തൽക്കാല സ്റ്റേയെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇവിടുത്തെ കാര്യം. അതായത് ഇവിടെ ഗുജറാത്ത് ഹൈക്കോർട്ട് വേഴ്സസ് ടീസ്റ്റർ സേതൽവാദ് ആണ്. അതിൽ അവർക്ക് ന്യായം കിട്ടാൻ വേണ്ടിയിട്ട് സുപ്രീം കോടതി ഇടപെട്ടു എന്നുള്ളതാണ് ഇവിടുത്തെ കേസ്. കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അറ്റ് ഫസ്റ്റ് ഫ്ലാഷ് ഇറ്റ് മേ അപ്പിയർ ദാറ്റ് court was unusually accommodative when it formed a bench to hear her plea against a high court order on the same day, and a larger bench after one which 2 judges deferred on granting her interim protection from arrest. ഒറ്റയടിക്ക് ആദ്യത്തെ ഒരു അപ്രോച്ചിൽ നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് വിചാരിക്കുക ഇതെന്താ ഇവളൊരു അൺയൂഷ്വൽ ആയിട്ടൊരു കാര്യമാണല്ലോ, ഇതെന്ത് പറ്റി കോർട്ടിന് പെട്ടെന്ന് കയറിയിട്ട് ഒരു ബെഞ്ചിനെ അപ്പോയിന്റ് ചെയ്തു. അതും ആ ബെഞ്ചിനെ അപ്പോയിന്റ് ചെയ്ത് എന്താണെന്നറിയോ, സെയിം ഡേ അവരുടെ പ്ലീ കേൾക്കാൻ വേണ്ടി, ഹൈക്കോടതിനെതിരെയുള്ള അവരുടെ പ്ലീ കേൾക്കാൻ വേണ്ടി അതേ ദിവസം തന്നെ ഒരു ബെഞ്ചിനെ അപ്പോയിന്റ് ചെയ്യണം. അത്ര ധൃതി വെച്ചിട്ട് ഒരു കാര്യം സുപ്രീം കോർട്ട് നടത്തുക എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് അല്ലേ, പെട്ടെന്ന് നമുക്കൊരു ഭയങ്കര ഉഷാറാണല്ലോ, ഇതെന്നാ പറ്റി എന്ന് നമുക്ക് ചിന്തിക്കാം. അതിനുശേഷം ആഫ്റ്റർ ലാർജ് ബെഞ്ച് ആഫ്റ്റർ ദ വൺ വിച്ച് 2 ജഡ്ജസ്, അത് കഴിഞ്ഞിട്ട് ഒരു ലാർജർ ബെഞ്ചിനെ കൂടെ അപ്പോയിന്റ് ചെയ്തു 2 ജഡ്ജസിനുള്ളതിന് ശേഷം ഡിഫേർഡ് ഫ്രം. കാരണം വെച്ചാൽ ആ 2 ജഡ്ജസും തമ്മിൽ ഡിഫറിംഗ് ഒപ്പീനിയൻ ആയി. അവിടെ ജഡ്ജ്മെന്റിൽ ഡിഫറെന്റ് ഒപ്പീനിയൻ ആയി. കാരണം അവർക്ക് ഇന്റർ പ്രൊട്ടക്ഷൻ കൊടുക്കണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ അവർ ഡൗട്ട് വന്നു. 2 ജഡ്ജസും തമ്മിൽ 2 ഒപ്പീനിയൻ വന്നപ്പോൾ വേറൊരു ആളെ അടുത്ത ഒരു ലാർജർ ബെഞ്ചിനെ കൂടെ അപ്പോയിന്റ് ചെയ്യുന്നു അതേ ദിവസം തന്നെ. അപ്പോൾ ഇങ്ങനൊരു കാര്യം വന്നപ്പോഴേക്കും ആകെപ്പാട് ആൾക്കാർ തന്നെ കേൾക്കുമ്പോൾ നമ്മൾ കേൾക്കുന്ന സാധാരണക്കാരെ സംബന്ധിച്ചുള്ള ഇതെന്താ ഇത്ര ഒരു പ്രത്യേക ഉഷാർ ഇൻ ദിസ് കേസ് എല്ലാവർക്കും, അതെന്താണാവോ, അതൊരു ഭയങ്കര അക്കോമഡേറ്റ് നമ്മൾ നീതി നടപ്പാക്കുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് തോന്നാവുന്ന ഒരു കേസാണിത്. However, എന്നിരുന്നാലും the circumstances are equally unusual and indicate an attempt to keep her in prison for as long as possible. പക്ഷേ ഇത് ഭയങ്കര അൺയൂഷ്വൽ ആയിട്ടൊരു സാധനമാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ സാധാരണ പുള്ളിക്കാരിയെ ഒരു പ്രിസണിൽ ഇടുന്നതിനേക്കാളും കൂടുതൽ നാളും പ്രിസണിൽ കിടക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ഒരു അറ്റംപ്റ്റ്, അതിനുവേണ്ടി ഒരു അറ്റംപ്റ്റ്, അത് അറിഞ്ഞുകൊണ്ടൊരു അറ്റംപ്റ്റ് നടത്തുന്നതാണ് to keep her in prison as long as possible. എത്ര കാലം കിടക്കും അത്ര കാലം കിടക്കട്ടെ എന്ന് അറിഞ്ഞുകൊണ്ട് അവിടെ പെടുത്താനുള്ള ഒരു പരിപാടിയാണ് ഈ നടക്കുന്നത്. അതെന്താന്നുള്ളത് കാര്യം പറഞ്ഞുതരാം. The present case arose from observations by a bench of court virtually canvassing for her arrest and prosecution for keeping the pot boiling, a reference to Miss Setalwad helping victims such as Sakia Jaffrey to seek justice for killings during 2002 pogrom. ഇവിടെ പറയുന്നത് വെച്ചാലേ ഒരു ബെഞ്ച് ഓഫ് കോർട്ടിന്റെ ഒരു ബെഞ്ച്
ഒബ്സർവേഷൻസ് ഒക്കെ നടത്തി ഈ കേസിനെ പറ്റി. അതെങ്ങനെയാണ്? വിർച്വലി ക്യാൻവാസ് ചെയ്തുകൊണ്ടാണ്. വിർച്വൽ ക്യാൻവാസിങ് നടത്തിക്കൊണ്ട്, സജഷൻ നടത്തിക്കൊണ്ട് ഇവരുടെ അറസ്റ്റിനെ പറ്റി വിർച്വലായിട്ട്, നേരിട്ടല്ല വിർച്വലായിട്ട് നടത്തുന്നു. പ്രോസിക്യൂഷനെ പറ്റിയൊക്കെ തീരുമാനം എടുക്കുന്നു. അങ്ങനെ പിന്നെ അതിനുള്ള ഇൻട്രസ്റ്റ് കീപ്പ് ചെയ്യുന്നു. ഫോർ കീപ്പിംഗ് ദ പോട്ട് ബോയിലിംഗ് ആസ് എ റെഫറൻസ് ടു എന്തിനെയാണ് അവരുടെ ഈ റെഫറൻസ് ഈ വിക്ടിംസിനെ ഹെൽപ്പ് ചെയ്യുമ്പോഴേ. അപ്പോൾ ഇവർ ഈ വിക്ടിംസിനെ ഹെൽപ്പ് ചെയ്യുമ്പോൾ ഇവർ പറയാം ഇപ്പോഴും അത് ഇങ്ങനെ ആ ഇൻട്രസ്റ്റ് അതിനോട് തന്നെ കീപ്പ് ചെയ്യേണ്ട കാര്യം എന്താ, കഴിഞ്ഞ കാര്യമില്ല, ഇത് വിട്ടുകളാ എന്നുള്ള രീതിയിലാണ്. പക്ഷെ പുള്ളിക്കാരി ഇപ്പോഴും ആ നീതിക്ക് വേണ്ടി നടക്കുന്നുണ്ട്. അതാണ് വിർച്വലി പെട്ടെന്ന് അതിൽ കയറി ഇടപെട്ടു. 2002 പ്രോഗ്രാമിന്റെ കേസാട്ടോ ഇത്. ആ സമയത്ത് കില്ലിങ്സ് ഒരുപാട് നടന്നു. അപ്പോൾ അതിൽ ഇത് നടക്കണം, അതിന് നമുക്ക് ജസ്റ്റിസ് വേണമെന്ന് പറഞ്ഞ് അവിടെ ഒരു വിക്ടിം ആയിരുന്നു സക്യ ജാഫ്രി എന്ന് പറഞ്ഞൊരു വിക്ടിം ഉണ്ട്. അപ്പോൾ ആ സക്യ ജാഫ്രിക്ക് ജസ്റ്റിസ് കൊടുക്കണം എന്ന് പറഞ്ഞാൽ അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നൊരു ആക്ടിവിസ്റ്റ് ആണ് മിസ് സേത്തൽവാദ്. അപ്പോൾ അവർ ഇത് കാര്യത്തിന് ഇടപെട്ടു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവരെ ഒരു ബെഞ്ചിന് പെട്ടെന്ന് തീരുമാനിക്കുകയും ഈ കേസിൽ ഇവരെ വേഗം അറസ്റ്റ് ചെയ്യണം, പ്രോസിക്യൂഷൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് വരുന്നത്. പോലീസ് ലോസ് നോ ടൈം ഇൻ രജിസ്റ്ററിംഗ് ആൻ FIR. അതാണ് രസം. പോലീസ് പെട്ടെന്ന് തന്നെ പറഞ്ഞ താമസം FIR ഒക്കെ റെഡിയായി against her and a former IPS officer RR Srikumar and Sanjeev Bhatt, accusing them of fabricating evidence and touring witnesses to make statements that showed an alleged plot to implicate key functionaries. അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് നിങ്ങൾ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അന്നത്തെ കാലത്തെ ഫോർമർ IPS ഓഫീസേഴ്സ് ആയിട്ടുള്ള RB ശ്രീകുമാറും അതുപോലെ സഞ്ജീവ് ഭട്ടും എന്ത് ചെയ്തു, പെട്ടെന്ന് തന്നെ റെഡിയാക്കുന്നു, FIR റെഡിയാക്കുന്നു. അതുപോലെ തന്നെ പുള്ളിക്കാരിയെ എന്ത് ചെയ്യുന്നു, പുള്ളിക്കാരിക്കെതിരെ കേസ് മെനയുന്നു. അപ്പോൾ ഇവരെ അക്യൂസ് ചെയ്യുന്ന എന്തിൻ്റെ പേരിലാണെന്നറിയോ? ഇവർ എവിഡൻസ് ഫാബ്രിക്കേറ്റ് ചെയ്തു എന്നാണ് കേസ് കേട്ടോ. ഇവർക്കെതിരെയുള്ള കേസ് ഇതാണ്. ഫാബ്രിക്കേറ്റ് ചെയ്തു മാത്രമല്ല വിറ്റ്നസിനെ അവർ പറഞ്ഞു പഠിപ്പിക്കും. ട്യൂട്ടറിങ് വിറ്റ്നസസ് പറഞ്ഞു പഠിപ്പിച്ചു കൊടുത്തു. ഇങ്ങനെ വിറ്റ്നസസ് ഐ വിറ്റ്നസ് ആയിട്ട് നിൽക്കണം, കേസ് അങ്ങനെയൊക്കെ പറഞ്ഞ് സ്റ്റേറ്റ്മെന്റ് മേക്ക് ചെയ്യാൻ വിറ്റ്നസസിനെ ട്യൂട്ടർ ചെയ്യുന്നു. എങ്ങനെയാണ് സ്റ്റേറ്റ്മെന്റ് മേക്ക് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ ട്യൂട്ടർ ചെയ്ത കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് പറയാം ഒരു അലജഡ് പ്ലോട്ടാണ്, മെനഞ്ഞെടുത്തൊരു പ്ലോട്ടാണ്. എന്തിനാണ്? ടു ഇംപ്ലിക്കേറ്റ്, അതായത് അവരെ ഇൻക്രിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, കുറ്റവാളിയാക്കാൻ വേണ്ടിയിട്ട് അറിഞ്ഞുകൊണ്ട് മെനഞ്ഞെടുത്തൊരു കേസാണ് ഓഫ് ദി ഗുജറാത്ത് പ്രോഗ്രാം. അപ്പം ഇവളെയല്ല ഇവര് ഈ ആക്ടിവിസ്റ്റ്, ഈ പുള്ളിക്കാരി എന്താ പറയുക, ഏറ്റവും ഗവൺമെന്റിന്റെ തലപ്പത്തിരിക്കുന്ന ഗുജറാത്ത് ഗവൺമെന്റിന്റെ ഫങ്ഷണറീസിനെ കൊടുക്കാൻ വേണ്ടി അറിഞ്ഞുകൊണ്ട് ഫാബ്രിക്കേറ്റ് ചെയ്തൊരു കേസാണ് എന്ന് വരുത്തി തീർക്കുവാനായിട്ട് വിറ്റ്നസസിനെയൊക്കെ സ്റ്റേറ്റ്മെന്റ് വെച്ച് അറേഞ്ച് ചെയ്യുകയും കേസ് എവിഡൻസ് ഫാബ്രിക്കേറ്റ് ചെയ്യുകയും ചെയ്ത പേരിൽ ശ്രീകുമാർ ആൻഡ് സഞ്ജീവ് ഭട്ടിനെ പറ്റിയ ഓഫീസേഴ്സ് അക്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അവർ പെട്ടെന്ന് തന്നെ FIR ക്രിയേറ്റ് ചെയ്തു ഈ ഒരു ആക്ടിവിസ്റ്റിനെതിരെ. അത് ഓർക്കുക. ആൻഡ് അതിൽ നമ്മുടെ മോദിജിയും വിടും. കാരണം മോദിജി ഭരിച്ച സമയത്ത് മോദിജി ആയിരുന്നു CM ആയിരുന്നത്. അപ്പോൾ ചീഫ് മിനിസ്റ്റർ ആയിട്ടുണ്ടായിരുന്ന മോദിജിയാണ്. മോദിജിയും 2022 പ്രോഗ്രാമിൽ ഈ ഒരു കേസിന്റെ കാര്യത്തിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പം നിങ്ങൾക്ക് ഒരു കാര്യത്തിന്റെ ഒരു കിടപ്പ് മനസ്സിലായി കാണുമായിരിക്കും. മൂവിങ് ടു ദ നെക്സ്റ്റ് പാരഗ്രാഫ്. ഇനി അതിനെ പറ്റിയുള്ള കാര്യം ആഫ്റ്റർ ഫിക്സിനെ പറ്റി നോക്കാം. ഇതാണ് കഥ, ഓർ ദിസ് ഇസ് ദ തിങ് ദാറ്റ് ഹാപ്പൻഡ്. ഇതാണ് അവിടെ നടന്ന കാര്യം. ഇൻ സെപ്റ്റംബർ ലാസ്റ്റ് ഇയർ, കഴിഞ്ഞ വർഷം സെപ്റ്റംബർ മാസം, ദ കോർട്ട് ഹാഡ് ഗിവൺ ഹെർ ഇൻട്രിം ബെയിൽ. കഴിഞ്ഞ സെപ്റ്റംബർ മാസം എന്ത് ചെയ്തു? അപ്പോൾ കോർട്ട് എന്ത് ചെയ്തു? ഇവർക്കൊരു ഇൻട്രിം ബെയിൽ കൊടുത്തു. തൽക്കാലത്തേക്കൊരു ഒരു ബ്രേക്ക് കൊടുത്തു, അല്ലേ? ബെയിൽ കൊടുത്തു, ചെറിയൊരു ബ്രേക്ക് കൊടുത്തു, ബെയിൽ കൊടുത്തു. ഫോളോയിങ് ആൻ അൺയൂഷ്വൽ പോസ്റ്റ്മോർട്ട്മെന്റ് ഓഫ് ഹെർ ബെയിൽ ഹിയറിംഗ് ഇൻ ദി, അങ്ങനെ എന്ത് ചെയ്തു? ഒരു അൺയൂഷ്വൽ ഒരു പോസ്റ്റ്മോർട്ട്മെന്റ്, ബെയിൽ ഹിയറിംഗിനെ മാറ്റി വെച്ചുകൊണ്ട് അവർക്കൊരു ഇൻട്രീം ഇത് കൊടുത്ത് തൽക്കാലത്തേക്ക് അവർക്ക് ബ്രേക്ക് കൊടുത്തായിരുന്നു കേട്ടോ, കഴിഞ്ഞ സെപ്റ്റംബറിൽ. ഇൻ ദ ഹൈക്കോർട്ട് ഫ്രം August 3 to September 19, 2022. ആ സമയത്ത് കേട്ടോ. അപ്പോൾ അവിടെ കേസ് ഹിയറിംഗിന്റെ സമയത്ത് ഓഗസ്റ്റ് 3 മുതൽ സെപ്റ്റംബർ 19 വരെയുള്ള സമയത്ത്, ആ കേസ് ഹിയറിംഗിന്റെ സമയത്ത് അവർക്ക്, ആ സമയത്താണ് അവർക്ക് ഒരു ഇൻട്രീം ബെയിൽ കൊടുത്തത്. 2022 നടന്ന സംഭവം. ഷി ഹാഡ് ബൈ ദെൻ സ്പെൻഡ് ഓവർ 2 months ഇൻ പ്രിസൺ. ആ സമയത്ത് പോലും കേസ് തെളിഞ്ഞിട്ട് പോലുമില്ല. അല്ലാതെ തന്നെ പുള്ളിക്കാരി 2 മാസത്തോളം ജയിലിൽ കിടക്കേണ്ടി വന്നായിരുന്നു. 2 മാസം ജയിലിൽ, ഓർക്കണം, കണ്ടിന്യൂസ് ആയിട്ട്. വാസ് ക്വസ്റ്റ്യൻ ഇൻ കസ്റ്റഡി. 2 മാസം ജയിലിൽ ഇംപ്രസൺമെന്റ് വെച്ചു, കസ്റ്റഡിയിൽ ക്വസ്റ്റ്യൻ ചെയ്യപ്പെട്ടു. മനസ്സിലായി കാണുമായിരിക്കുമല്ലോ. അതാണ് അവരുടെ അവസ്ഥ. With the charge sheet having been filed, charge sheet ഒക്കെ ഫയൽ ചെയ്തു, and the accused having spent considerable time in custody, it was a good case for grant of bail on merits. അപ്പോൾ ഈ ഒരു കേസിനെ നമുക്ക് എന്ത് പറയാം? ഇവരുടെ നല്ല സ്വഭാവത്തിനെ കണക്കിലെടുത്തുകൊണ്ട് ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബെയിൽ, ഗുഡ് മെറിറ്റ്സിന്റെ ബേസിസിൽ ഇവർക്ക് ബെയിൽ കൊടുക്കാവുന്ന കേസായത്. കാരണം ഇവർ 2 മാസം ഇംപ്രസൺമെന്റ് അനുഭവിച്ചു, 2 മാസം ഇവർ ക്വസ്റ്റ്യൻ ചെയ്യപ്പെട്ടു കസ്റ്റഡിയിലിരുന്ന്. അപ്പോൾ ചാർജ് ഷീറ്റ് ഇവർക്ക് വേണ്ടി ഫയൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കൺസിഡറബിൾ ടൈം കസ്റ്റഡിയിൽ കടന്നിട്ടുണ്ടെന്നും അതൊരു നല്ല കേസായിട്ട് നമുക്ക് മുഖവരക്ക് എടുത്തുകൊണ്ടും ഇവർക്ക് മെറിറ്റ്സിന്റെ ബേസിസിൽ ബെയിൽ ഗ്രാൻഡ് ചെയ്യാവുന്ന കേസേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ആസ് സിമ്പിൾ ആസ് ദാറ്റ് ആണ്. അപ്പോൾ ദ കോർട്ട് ഹാഡ് ആസ്ക്ഡ് ഹൈക്കോർട്ട് ടു ഡിസൈഡ് ഓൺ ഹർ റെഗുലർ ബെയിൽ ആപ്ലിക്കേഷൻ ഇൻഡിപെൻഡന്റ്. ഒരു കാര്യം ചെയ്തു, ഹൈക്കോർട്ടിനോട് കോർട്ട് പറഞ്ഞു, ഓക്കെ എന്നാൽ ഒരു കാര്യം ചെയ്യുക, നിങ്ങൾ ഇവർക്ക് റെഗുലർ ബെയിൽ ആപ്ലിക്കേഷൻ കൊടുക്കുക, ഇൻഡിപെൻഡന്റ് ആയിട്ട് നിങ്ങൾ റെഗുലർ ആപ്ലിക്കേഷൻ കൊടുക്കുമെന്ന് പറഞ്ഞു.
അപ്പോൾ ഹൈക്കോടതി പറഞ്ഞു ഹൈക്കോടതി സൈറ്റഡ് ദ ഗ്രാവിറ്റി ഓഫ് ദ ഒഫൻസ്. നമുക്ക് അങ്ങനെയൊന്നും കൊടുക്കാൻ പറ്റില്ല, കാര്യം ഇതിന്റെ വ്യാപ്തി എടുത്ത് മുൻകൂരയ്ക്ക് എടുക്കേണ്ട പറ്റും, ഇത് ചില്ലറ കേസല്ല, ഇത് ഭയങ്കര കൂടിയ ഇനം കേസാണ് എന്നൊക്കെ പറഞ്ഞ് ഹൈക്കോടതിയിൽ കയറിയിട്ട് പണിതു. കാരണം സജസ്റ്റ് ചെയ്തു ഇത് ചില്ലറ കേസല്ലല്ലോ, ഇത് വലിയ കേസല്ലേ, അപ്പോൾ ഇതൊക്കെ നമുക്ക് അങ്ങനെ ചാടിക്കറി വെയിൽ കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതുപോലെ and the material against her to deny her bail and reject a question to suspend order for some time. അങ്ങനെ അവൾക്ക് റിജക്ട് ചെയ്യുക, ബെയിൽ റിജക്ട് ചെയ്യുക ചെയ്യുന്നത്. കാരണം വെച്ചാൽ കേസിന്റെ വ്യാപ്തി മുഖവരയ്ക്ക് എടുക്കുകൊണ്ടും അതുപോലെ അവർക്കെതിരെയുള്ള മെറ്റീരിയലും ആ ഒരു ഫാബ്രിക്കേറ്റ് ചെയ്ത എവിഡൻസ് ഉണ്ടായിരുന്നല്ലോ അതും കൂടെ മുഖവരയ്ക്ക് എടുത്തുകൊണ്ട് ഇവരുടെ റിക്വസ്റ്റിനെ റിജക്ട് ചെയ്ത് കളയാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തി ഹൈക്കോർട്ട് പറഞ്ഞു. അങ്ങനെ തൽക്കാലത്തേക്ക് അത് സസ്പെൻഡ് ചെയ്തു. It went so far as to observe that giving her bail would widen communal polarization. അപ്പോൾ കമ്മ്യൂണൽ പോളറൈസേഷൻ കൊടുക്കും ഇവർക്ക് ബെയിൽ കൊടുത്താൽ, അങ്ങനെയൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ആയി. അങ്ങനെ one of the Supreme Court judges found it strange that someone who has been out of prison for 9 months was denied even a few days time to surrender. അങ്ങനെ ഇവർക്ക് അങ്ങനെ ബെയിൽ കിട്ടി, 2022 ബെയിൽ കിട്ടി എന്ന് പറഞ്ഞില്ല, ഇന്റർ ബെയിൽ കിട്ടി. അപ്പോൾ സുപ്രീം കോടതി ജഡ്ജസിൽ ഒരാൾക്ക് ഭയങ്കര ഡൗട്ട് തോന്നിക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ 9 മാസത്തോളം പുറത്ത് ഔട്ട് ഓഫ് പ്രിസൺ ആയിരുന്ന ഒരു വ്യക്തി ഒരു 2-3 ദിവസത്തേക്ക് ഒരു ഫ്യൂ ഡേയ്സിന് താമസിക്കുന്നു, സൺഡേ ഫ്യൂ ഡേയ്സ് താമസിക്കുന്നതിൽ നമുക്കിപ്പം അതിനവർക്ക് ഇളവ് കൊടുക്കുന്നതിന് എന്താ ഇപ്പം തെറ്റുള്ളത് എന്ന ഒരു ചോദ്യം സുപ്രീം കോർട്ടിലെ ഒരു ജഡ്ജിന് തോന്നി, വൺ ഓഫ് ദ സുപ്രീം കോടതി ജഡ്ജസിന് തോന്നി. അത് വളരെ സ്ട്രേഞ്ച് ആയി തോന്നി, എന്തുകൊണ്ട് അവർക്ക് കൊടുത്തുകൂടാ? കാരണം 9 മാസത്തോളം അവർ പുറത്താണ്, സ്വൈര്യമായിട്ട് വിഹരിക്കുന്ന ഒരാളാണ്, വ്യക്തിയാണ്. ആ വ്യക്തി തിരിച്ചു വരാൻ നേരത്തെ ഒരു 2-3 ദിവസത്തേക്ക് അവർ ലീഗൽ പ്രൊസീജിയറിന്റെ പേരുമായിട്ട് നടക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരാൾക്ക് എന്തുകൊണ്ട് കൊടുത്തുകൂടാ എന്നൊരു ചോദ്യം സുപ്രീം കോടതി ജഡ്ജസിൽ ഒരാൾ ചോദിച്ചു. അപ്പോൾ അവർക്ക് സറണ്ടർ ചെയ്യാനുള്ള സമയം കൊടുക്കാം, അതിൽ തെറ്റൊന്നും ഇല്ലല്ലോ, ഫ്യൂ ഡേയ്സ് ടു സറണ്ടർ എന്ന് കൊടുക്കാം. ആസ് എ സുപ്രീം കോർട്ട് ഹാസ് സെഡ് ഇൻ ദ പാസ്റ്റ് സുപ്രീം കോർട്ട് പറഞ്ഞ പോലെ പ്രൊട്ടക്ഷൻ ഓഫ് പേഴ്സണൽ ലിബർട്ടി should be ensured at least for a limited duration so that citizens may pursue their legal remedies. നേരത്തെയും സുപ്രീം കോടതി ഇത് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ പേഴ്സണൽ ലിബർട്ടി, നമ്മുടെ സ്വന്തമായ സ്വാതന്ത്ര്യം, നമ്മുടെ സ്വന്തമായ സ്വാതന്ത്ര്യത്തിന്റെ പ്രൊട്ടക്ഷൻ, നമ്മുടെ ഉത്തരവാദിത്തം എന്ന് പറയില്ല ആ സാധനം, അതിപ്പോൾ ഒരു കുറച്ച് ലിമിറ്റഡ് പീരീഡിലോട്ടാണെങ്കിൽ പോലും അവർക്ക് ലീഗൽ റെമഡീസ്, എൻ്റെ സ്വന്തം പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്, എൻ്റെ ഫ്രീഡത്തിന് വേണ്ടിയിട്ട് ഞാൻ ലീഗൽ റെമഡീസ് എടുക്കാനുള്ളൊരു അങ്ങനെയുള്ളൊരു കാര്യം, അങ്ങനത്തെ ഒരു കാര്യം എനിക്ക് ചെയ്യാം. അത് നമ്മുടെ ലീഗൽ ഇതിൽ ടെർമിനോളജിയിലുണ്ട്, ലീഗൽ ഇത് കേസുകളിൽ ലീഗലി ഓക്കെ സംഭവമാണ് എന്നാണ്. അപ്പോൾ സുപ്രീം കോർട്ട് പറയുന്നത് അത്രേ ഉള്ളൂ, സിറ്റിസൺസിനെ എടുക്കാം. ഏതൊരു സിറ്റിസനും ലീഗൽ റെമഡി പെർസ്യൂ ചെയ്യാൻ വേണ്ടി, ഫോളോ ചെയ്യാൻ വേണ്ടി, പേഴ്സണൽ ലിബർട്ടി പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ലീഗൽ റെമഡി ഫോളോ ചെയ്യാൻ വേണ്ടി ചെറിയൊരു ലിമിറ്റഡ് ഡ്യൂറേഷൻ എടുക്കുന്നതിൽ ഒരു തെറ്റും ഇല്ല എന്നാണ് നമ്മുടെ കേസിൽ നമ്മുടെ ഒരു നിയമം. The prosecutor's zeal should not alone determine who is free and who is in jail. പ്രോസിക്യൂഷൻ തീരുമാനിക്കരുത്, പ്രോസിക്യൂഷന്റെ എന്തൂസിയാസം അനുസരിച്ച് പാഷൻ ആയിരിക്കരുത് ആര് ജയിലിൽ കിടക്കണം ആര് ജയിലിൽ കിടക്കണം തീരുമാനിക്കാൻ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ക്ലിയർലി അനലിറ്റിക്കലായിട്ട് എന്ന ഒരു പൊടിക്ക് ക്രിറ്റിസിസം വന്നിട്ടില്ലേ എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ആർട്ടിക്കിളാണ്. ഇറ്റ് ക്യാൻ ബി അനലിറ്റിക്കൽ പ്ലസ് ക്രിട്ടിക്കൽ എന്നും കൂടെ പറയാം, കാരണം എടുത്ത് ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് ഒരു ആർട്ടിക്കിളുമായിട്ട് നമുക്ക് ഇതിനെ കാണാൻ പറ്റും. ഒരു ആർട്ടിക്കിളാണ് ഈ പറയുന്ന ആർട്ടിക്കിൾ. ആൻഡ് വെരി വെരി മച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ഡബിൾ ജുഡീഷ്യൽ ഇന്റർവെൻഷൻ വന്നിരിക്കുന്നു, 2 തവണ സെയിം കേസ് വന്നിരിക്കുന്ന ഒരു കേസാണ്. അപ്പോൾ ഇങ്ങനത്തെ കേസുകളൊക്കെ വളരെ നോട്ടബിൾ കേസസിൽ പെടും, ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഓൾറൈറ്റ്, മനസ്സിലായെങ്കിൽ എല്ലാവരും ഒരു തംസ് ഇട്ടു. നമുക്ക് നേരെ നമ്മുടെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. The political leaders will endorse ideas of Mahatma Gandhi, but when it comes to action, they avoid it. But Adira, teachers and students must forge a good relationship within the classroom. That's great. The order is endorsed with the instructions to be followed by the employees. That's great. Changing the political parties in governance forge a good nation. That's great. In many life, difficulties help to forge into able success. Difficulties helps us to be able to succeed എന്ന് വേണം, അത് കറക്റ്റ് വരണമെങ്കിൽ. I can endorse their opinion because I trust her. Okay, the company endorsed the new idea by soaring its incentives. Great. Moving on. ഇതായിരുന്നു ഇന്നലത്തെ question. For taxpayers and consumers, however, much remains to do till the GST can be considered a good simple tax. Okay. അപ്പോൾ ഇതായിരുന്നു question. ഇതിലെ ആൻസർ എനിക്ക് ഒരുപാട് പേര് തന്നു, ഇത്തവണ കുറച്ച് അധികം ആൾക്കാർ ആൻസർ തന്നിട്ടുണ്ട്. ആൻഡ് ഐ എം സോ ഗ്ലാഡ് ടു സീ ദാറ്റ്. അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അപ്പോൾ ടാക്സ് പേയേഴ്സിനും കൺസ്യൂമേഴ്സിനും, ഫോർ ടാക്സ് പേയേഴ്സ് ആൻഡ് കൺസ്യൂമേഴ്സ് ഹവെവർ എന്നിരുന്നാലും മച്ച് റിമെയിൻസ് ടു ഡു. എന്ത് ഡു ചെയ്യാൻ? ഡു എന്ന വെർബ് എൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾക്ക് അറിയാമോ? ഡു എന്ന വെർബിന് പ്രത്യേകത ഉണ്ട്, അതൊരു ട്രാൻസിറ്റീവ് വെർബാണ്. അതിനുശേഷം ഒബ്ജക്റ്റ് വേണം. അപ്പോൾ ട്രാൻസിറ്റീവ് വെർബിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അത് ഒബ്ജക്റ്റ് വേണമെങ്കിൽ ഉറപ്പായിട്ട് ഒബ്ജക്റ്റ് കൊടുക്കണം. പക്ഷേ ഇവിടെ നിങ്ങളൊരു ഒബ്ജക്റ്റ് കാണുന്നില്ലല്ലോ.
അപ്പോൾ ഇവിടെ ഡു എന്ന് കൊടുക്കുന്നത് തെറ്റല്ലേ? അപ്പോൾ ടു ബി എന്ന് കൊടുത്തിട്ടുണ്ട്. ടു ബി ഡു എന്ന് പറയും. ടു ബി ഡു എന്ന് പറയും നമ്മൾ ഇല്ല, ടു ബി ഡൺ എന്ന് പറയും. കാര്യം അത് പാസിവൈസേഷൻ ആണ്. പാസിവൈസേഷൻ ആണ് നമ്മൾ ടു ബി ഡൺ അല്ലേ? മച്ച് റിമെയിൻസ് ടു ബി ഡൺ. ഇവിടെ മച്ചാണ് ഇവിടുത്തെ സബ്ജക്റ്റ് വരിക, അപ്പോൾ റിമെയിൻസ് അവിടുത്തെ വേർബ് വരിക. അപ്പോൾ അതിനുശേഷം ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കപ്പെടുവാനുണ്ട് എന്നാണ്. തീർക്കാനുണ്ടെന്നാണെങ്കിൽ എനിക്ക് കുറേ കാര്യങ്ങൾ ചെയ്തു, ഐ നീഡ് ടു ഡു സംതിങ് എന്ന് പറയണമായിരുന്നു. അവിടെ ഡു സംതിങ് എന്നുള്ള രീതിയിൽ അതിൽ ടു ഡു മച്ച് എന്ന് കൊടുക്കണമായിരുന്നു. അപ്പോൾ ഇവിടെ പാസിവൈസേഷൻ ആണ് ടു ബി ഡൺ. ഇവിടെ പാസീവ് ഇൻഫിനിറ്റീവ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. പാസീവ് ഇൻഫിനിറ്റീവ് ശ്രദ്ധിക്കുക കേട്ടോ. ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കപ്പെട്ടിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കഴിഞ്ഞ ദിവസം നമ്മൾ ഇതുപോലത്തെ ഒരു എറർ ചെയ്തായിരുന്നു. ദിസ് ഇസ് വൺ ഓഫ് ദ ക്വസ്റ്റ്യൻസ് കേട്ടോ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയി ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ. Therefore, it was expected that India's turn to chair the SCO this year will be a major event, rivaling the expected POM around the G20 meet in September. ഇതാണ് ക്വസ്റ്റ്യൻ. സിമ്പിൾ ആണ്, നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് കിട്ടും. ആൻസർ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് ആൻസർ ഒന്ന് എനിക്ക് തരണം കേട്ടോ. ഓക്കെ, വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, നിങ്ങളൊന്ന് നോക്കിയാൽ മതി. യു വിൽ ഗെറ്റ് ദി ആൻസർ പെട്ടെന്ന്. ഓൾ റൈറ്റ്, നമുക്ക് നോക്കുക. ഓൾ റൈറ്റ്, ലെറ്റ്സ് മൂവ് ടു ദി നമ്മുടെ ലാസ്റ്റ് സെറ്റ്. അപ്പോൾ ലാസ്റ്റ് ഞാൻ പറയാനുള്ള കാര്യത്തിലേ ഉള്ളൂ. നമ്മുടെ നോട്ടും കാര്യങ്ങളും അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻസും എല്ലാം ഡെയിലി ക്വസ്റ്റൻസും ഒക്കെ നിങ്ങൾക്ക് ടെലിഗ്രാം ചാനൽ കിട്ടും. അപ്പോൾ നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാൻ മറക്കണ്ട. 2 ടെലിഗ്രാം ചാനൽ നമുക്കുണ്ട്, KPSC ഷോർട്ട് സെലക്ഷൻ, അതുപോലെ തന്നെ Adda247 കേരള സെൻട്രൽ എക്സാംസ്. 2 ടെലിഗ്രാം ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ക്ലിക്ക് ചെയ്യാൻ ഡയറക്റ്റ് ആയിട്ട് ജോയിൻ ചെയ്യാം കേട്ടോ. എപ്പോഴും കണക്റ്റഡ് ആയിരിക്കാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. കീപ് വാച്ചിങ് ആൻഡ് കീപ് സപ്പോർട്ടിങ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഇടാൻ മറക്കണ്ട, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട. കോമെന്റ് സെക്ഷനിൽ ആൻസർ പോസ്റ്റ് ചെയ്യുക. സജഷൻസോ ഡൗട്ട്സോ ഉണ്ടെങ്കിൽ യു ആർ ഓൾവേസ് വെൽക്കം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് പരിഗണിക്കാം. ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാം. നമ്മുടെ ബാക്കേഴ്സ് Adda247 മലയാളവും അതുപോലെ തന്നെ നിങ്ങൾ കണ്ടുപിടിക്കുന്ന Adda247 മലയാളം ചാനൽ രണ്ടും ഓർത്ത് വെക്കുക. അപ്പോൾ എല്ലാവരും ഹാവ് എ വണ്ടർഫുൾ ഡേ. ഇന്ന് വൈകിട്ട് 7:15 നമ്മൾ SSC MTSന്റെ 2022 ക്വസ്റ്റ്യൻസുമായിട്ട് വരും. അപ്പോൾ ഈ 2022 നടന്ന എക്സാമിന്റെ ക്വസ്റ്റ്യൻസുമായിട്ട് വരുമ്പോൾ എല്ലാവരും കാണാം. 7:15 MTSന്റെ ക്വസ്റ്റ്യൻ പേപ്പർ കേട്ടോ, ഡിസ്കഷൻ നടക്കും ഇംഗ്ലീഷിന്റെ. താങ്ക് യു സോ മച്ച്. ഹാവ് എ വണ്ടർഫുൾ ഡേ, ബട്ട് ബി സേഫ്. ഓക്കെ, സൂക്ഷിക്കാൻ ശ്രദ്ധിക്കാം.